ദൈവത്തിൻ്റെ പൊന്നുതിരുനാമം നല്ല സന്ധ്യാവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ കർത്താവിൻ്റെ ഭൃത്യന്മാർ, നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൽ അനുഗ്രഹിത കുഞ്ഞുങ്ങൾ, ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന സഹൃദയരും സ്നേഹിതരുമായ സിൽവൈപുരം കൊല്ലങ്കോട് ദേശനിവാസികൾ, മീഡിയ, ഓൺലൈൻ, ടെലിവിഷനിൽ കൂടുതലും ലോകരാജ്യങ്ങളിലും ഈ പട്ടണത്തിലും ഞങ്ങളെ സാഗൂതം ശ്രദ്ധിക്കുന്ന മാന്യ പ്രേക്ഷകർ, മഹത്വമാർന്ന കർത്താവിൻ്റെ പേരിൽ രാവും പകലും അധ്വാനിക്കുന്ന വിലപ്പെട്ട ദൈവഭൃത്യന്മാർ, ഗ്രൗണ്ടിൽ ഉപവിഷ്ടരായിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയമക്കൾക്കും സന്ധ്യയെങ്കിൽ ഒരിക്കൽ കൂടി നിസ്തുല്യനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം ഈ സന്ധ്യയെങ്കിലും വചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ കൃപാലുവായ ദൈവം ഒരവസരം കൂടി തന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇവിടെ നടക്കുന്ന 5 ദിന കൺവെൻഷൻ കൂട്ടങ്ങളിൽ 3 ദിനങ്ങളിലും ഈ പകലും വചനപ്രഘോഷണത്തിന് ക്ഷണിച്ച ഏകോപരക്ഷണ ദൈവസഭ, അതിലെ ദൈവകുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ഇതിൻ്റെ പിൻപിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട സിംഗ്, അവരുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ, എല്ലാ മക്കളോടുമുള്ള അകമഴിഞ്ഞ നന്ദിയെ രേഖപ്പെടുത്തുന്നു. ഈ മക്കളെയെല്ലാം ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ വെള്ളിയും ശനിയും ഇന്നലെ രാത്രിയും കർത്താവിൻ്റെ വരവിനെ പറ്റിയാണ് പറഞ്ഞ്. ഇന്ന് രാവിലെ സഭായോഗത്തിൽ ആരെങ്കിലും പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന നോഹയുടെ കാലവും ലോത്തിൻ്റെ കാലവുമായിരുന്നു ഇന്ന് രാവിലെ പ്രസംഗിച്ചത്. ഏകദേശം 1.25 മണിക്കൂറോളം അത് പ്രസംഗമുണ്ട്. നിങ്ങൾക്ക് പിന്നത്തതിൽ ഹെബ്രോൺ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ഈ ടെലിവിഷനിലോ ഒക്കെ കാണുവാനുള്ള സംവിധാനം അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിൽ ബഹുമാനപ്പെട്ട സാം വിക്ടർ പാസ്റ്റർ, അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൽ ബഹുമാന്യ കർത്തൃദാസൻ കുടുംബം, അവർ ദൈവവേലയെ സ്നേഹിക്കുന്നവർ, ഈ സഭയുടെ ചുമതലകൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ YS ദേവശോഭനം അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ നിത്യതയിൽ പ്രവേശിച്ച YS ദേവസുന്ദരം പാസ്റ്റർ, കഴിഞ്ഞ ദിവസവും ഞാനിവിടെ പറഞ്ഞു, ഈ ഭാഗത്തെല്ലാം സുവിശേഷ യോഗ ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ ആ അപ്പച്ചന് വലിയ സന്തോഷമായിരുന്നു. പറയുന്നത് ഉലകത്തിൻ മുടിവും കടൈസിക്കാല ചെയ്തികളും കാന്തൻ വരാറായി. സ്തോത്രം. അദ്ദേഹം എവിടെയെല്ലാം ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട്, അവിടെയെല്ലാം 5 മിനിറ്റ് കൊണ്ട് കാര്യം പറഞ്ഞ് മൈക്ക് തരുമായിരുന്നു. വളരെ കർത്താവിൽ ബഹുമാന്യ സ്നേഹിതന് വളരെ വിലപ്പെട്ട അപ്പച്ചന്മാരുന്ന നിത്യയിലായിരിക്കുന്ന പ്രിയ ദേവശോഭന പാസ്റ്റർ, ജ്യേഷ്ഠ സഹോദരൻ, യഹോവരക്ഷൻ്റെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഇവിടെ ഇരിക്കുന്ന കർത്താവിൻ്റെ വേലക്കാർ, അതിൽ ഏറ്റവും സീനിയറായി കൊല്ലങ്കോട് ദൈവസഭ പാസ്റ്റർ ശിംഷോൻ അവർ കുടുംബവുമായി എനിക്ക് ഏറ്റവും അധികം ബന്ധവും ഏറ്റവും അധികം അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ സഹോദരങ്ങളെ പോലെ സഹകരിക്കുന്നവരാ. ശിംഷോൻ പാസ്റ്റർ എവിടെ വെച്ചും പറയും, ഈ കൊല്ലങ്കോട് ഊരമ്പ് വന്നാൽ നമ്മുടെ വീടും സൗകര്യം എല്ലാം പാസ്റ്റർ കൊണ്ടെന്ന്. സന്തോഷത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഇവിടെ വരുമ്പോഴെല്ലാം. അതുപോലെ ഇവിടെ കർത്തൃവേലയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഓർക്കുന്നു. 10 പതിറ്റാണ്ടുകളായി സുവിശേഷ വേലയിലായിരിക്കുന്ന കള്ളിമൂട് ദേവനേശൻ പാസ്റ്റർ, സ്തോത്രം, അവരുടെ സഭയിലും അതുപോലെ JS-ൻ്റെ ആ ഭാഗത്ത് എല്ലാ സ്ഥലത്തും റൂബോസ് പാസ്റ്റർ, ദേവനേശൻ പാസ്റ്റർ, ഇവരെല്ലാം പഴയ കർത്താവിൽ ബഹുമാന്യവരായ സ്നേഹിതരാ. എനിക്ക് ഈ പട്ടണത്തിൽ വരുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഏകദേശം 16 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ചെങ്കവിളയിൽ എന്നെ ആദ്യമായി കൊണ്ടുവരുന്ന കൃപാസനം ജോൺ സാറ് എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, 16 വർഷങ്ങൾക്ക് പിറകിൽ. അതിനുശേഷം പല പ്രാവശ്യവും ജോൺ സാറിനെ വിളിക്കാറുണ്ട്. അദ്ദേഹം കർത്താവിൻ്റെ നിത്യതയിൽ പ്രവേശിച്ചു. വൈകി വിളിക്കുന്നുണ്ട്, സമയം കിട്ടിയത്. അതുകൊണ്ട് ഈ വർഷം കുഞ്ഞുങ്ങൾ കഴിഞ്ഞ വർഷം എന്നെ വിളിച്ചു, ഈ വർഷമെങ്കിലും വരണം. അതുകൊണ്ട് ഈ വർഷം ചെങ്കവിളയിൽ കൃപാസനത്തിൽ 16 വർഷങ്ങൾക്ക് ശേഷം പ്രസംഗിപ്പാൻ ദൈവം ഇടയാക്കി. നമ്മൾ ഏത് നിലയിൽ ചെന്നാലും, ഒരു വലിയ നിലയിൽ ചെന്നാലും വന്ന വഴികൾ നമ്മൾ മറക്കരുത്. കരമുയരുന്നില്ലല്ലോ. നമുക്കൊരു ഗ്ലാസ് വെള്ളം തന്നവർ, നമുക്ക് താമസിക്കാൻ ഇടം തന്നവർ, ഒരു ബൈക്കിനകത്ത് കൊണ്ടുവിട്ടവർ, വണ്ടിക്കൂലി തന്നവർ, അവരെ ഒന്നും നമ്മൾ മറക്കരുത്. ആദ്യമായി ഞാൻ ചെങ്കവിളയിലാണ് വരുന്നത്. അതിനുശേഷം ഈ ഭാഗങ്ങളിലെല്ലാം ഓടി നടന്ന് പ്രസംഗിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഇന്ന് രാത്രി ഇവിടെ അവസാനിക്കുമ്പോൾ അടുത്ത നാളുകൾ മഴ, അതിനുശേഷവും മഴയുടെ ഭാഗത്തിന് ശേഷവും വീണ്ടും വരുന്നത് ഊരമ്പ് കൺവെൻഷനാണ്. ഓഗസ്റ്റ് 2, 3, 4 ഇതിൻ്റെ ബാക്കി ഭാഗം വെളിപ്പാട് പുസ്തകം ഊരമ്പിലായിരിക്കും പ്രസംഗിക്കുന്നത്. അതിനാസ്പദമായി ഇന്ന് രാത്രി ഇന്നലെ പറഞ്ഞ ഭാഗത്തിൻ്റെ 11 ഭാഗങ്ങൾ ഇന്ന് പറയും. ഇസ്രായേലും അന്തിമയുദ്ധവും. ഞങ്ങളുടെ സുവിശേഷ പ്രഭാഷണങ്ങൾ ആർക്കും കേൾക്കാം. ഞങ്ങളുടെ പ്രഭാഷണത്തിൻ്റെ പ്രത്യേകത, ഒരു മതത്തിൻ്റെ അല്ല ഞങ്ങളുടെ പ്രഭാഷണം, ഒരു സംഘടനയുടെ അല്ല ഒരു പ്രഭാഷണം, ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ല, സകല മനുഷ്യരെയും നിത്യതയിലെത്തിക്കുവാൻ ജീവൻ്റെ വചനം പ്രസംഗിക്കപ്പെടുന്നത് ആ സുവിശേഷം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ദേശമേ ദേശമേ യഹോവയുടെ വചനത്തെ കേൾക്കാം. അതുകൊണ്ട് ഈ നാളുകളിൽ
നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഭവം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും. ബൈബിളിൽ യേശുവിനെ പറ്റി 4 ഭാഗമുണ്ട്, 5 ഭാഗം. ഊളിയക്കാർ ഞങ്ങളെല്ലാം 4 കാര്യം പറയൂ. 1 ജനനം, 2 ജീവിതം, 3 മരണം, 4 ഉയർത്തെഴുന്നേൽപ്പ്. എന്നാൽ 5ാമത്തെ കാര്യമുണ്ട്, അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. സ്തോത്രം. അതിനുവേണ്ടി ദൈവകുഞ്ഞുങ്ങളെ ഒരുക്കുന്നതാ സുവിശേഷ മഹായോഗങ്ങൾ. ഇന്നലെ രാത്രി നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം നടക്കുന്ന സംഭവങ്ങൾ. ഇന്നലെ രാത്രി നാം തൊട്ടുവെച്ചു സെഖര്യാ പ്രവചനം 12:2-3. അന്നാളിൽ ജെറുസലേമിനെ ഞാനൊരു പരിഭ്രമ പാത്രമാക്കും, ഭാരമുള്ള കല്ലായി അത് മാറും. സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും, അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. 4 ഭാഗം ഇന്നലെ ഞാൻ നിങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചു. 2 മണിക്കൂർ നാം ഒറ്റയടിക്ക് ഇന്നലെ വചനം ചിന്തിച്ചു. ജെറുസലേം ഇന്നലെ രാത്രി ചിന്തിച്ചു. ഇപ്പോഴത്തെ ഇസ്രയേൽ, ഗാസ. കുഞ്ഞുങ്ങൾ വായിച്ചെന്നോ 4 പ്രവചനങ്ങൾ ഇന്നലെ. ആമോസ് 1:6-7 ഗാസയിൽ തീഗോളം. സെഫന്യാവ് 2:4-5-6 അഷ്കലോൻ മുടിഞ്ഞു പോകും. സെഖര്യാവ് 9:5-6 ഗാസയിലെ കഷണ്ടി വരെ ലീഡേഴ്സിനെ കൊല്ലും. ഇരമ്യാവ് 47:5-6 കടൽ തീരമായ പശ്ചിമേഷ്യ കുലുങ്ങുന്ന ഒരു കാലം വരും. അവിടെ ഈ അടി നടക്കുമ്പോൾ അപ്പോൾ തന്നെ ഇസ്രായേൽ ആരെയൊക്കെ ആക്രമിക്കുന്നു? 2 പേരെ വീണ്ടും ആക്രമിക്കുന്നു. 1 സിറിയ, 2 ലെബനോൻ. ഇന്നലെ കുഞ്ഞു വായിച്ചു യെശയ്യാ 17:1-2. അവൻ ദമ്മശേക്കിന്റെ മതിലുകളെ ഇടിച്ചതിനെ കൂമ്പാരമായി കൂട്ടും. അരോവർ പട്ടണങ്ങളാണ് ഇന്നത്തെ ലെബനോൻ. ഇതിനെയും ബോംബിടുമെന്ന് ഇന്നലെ രാത്രി കൃത്യമായിട്ട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു യുദ്ധം നടക്കണമെങ്കിൽ ഇവിടെ എന്ത് നടക്കണം? ഒരു റോഡ് വരണം. അതിൻ്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത. ഇന്നലെ നിങ്ങളോട് ഞാൻ പറഞ്ഞു യെശയ്യാ പ്രവചനം 49:12 തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും സിനീം ദേശത്ത് നിന്നും ഒരു സൈന്യം വരും. അങ്ങനെയെങ്കിൽ ഈ അറബ് ലീഗ് മുഴുവൻ ആരുടെ കൂടെ? റഷ്യയുടെ കൂടെ കൂടും. അങ്ങനെയെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒന്നിക്കും. യെശയ്യാ പ്രവചനം 19:23-24 വീണ്ടും ചൈനയുടെ സിൽക്ക് പാത. മിസ്രൈമിൽ നിന്ന് അശൂരിലേക്കൊരു പരിപാടി ഉണ്ടാക്കും. അശൂർ, സിറിയ, ഈജിപ്റ്റ്, മിസ്രൈം അവരിലേക്കൊരു പരിപാടി ഉണ്ടാക്കും. അന്ന് അശൂര്യർ മിസ്രൈമ്യരോട് ആരാധന കഴിക്കും. ഏശാവിൻ്റെ മക്കളും ഇസ്മായിലിലെ കൂടാരങ്ങളും ഒരുമിക്കുമെന്ന് ഇന്നലെ രാത്രി പ്രവചന ഭാഷയിൽ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹമായിരിക്കും. ഇന്നലെ ഇസ്രയേലും ഇന്ത്യയും വരാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് യുദ്ധം നടക്കുന്നില്ല? ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു എസെക്കിയേൽ പ്രവചനം 21:26-27 അവൻ മകുടം നീക്കി കിരീടം എടുത്തു കളഞ്ഞ് താഴ്ന്നതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. ഭരണാധികാരികൾ മാറും. അതുകൊണ്ട് മോഡി സാറ് 3 ടൈം ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പനീർ സെൽവം തമിഴ്നാടിൻ മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവരെല്ലാം താഴെത്തട്ടിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്, ദ്രൗപദി മുർമു, ബ്രിട്ടനിലെ ഇന്ത്യക്കാരൻ ഋഷി സുനക്, അമേരിക്കയിലെ ബരാക് ഒബാമ ഇവരെല്ലാം താഴേക്കടയിൽ കിടന്നവർ എവിടെ വരെ? സിംഹാസനം. ഇയ്യോബ് പറഞ്ഞു അവൻ ബലശാലികളെ സിംഹാസനത്തിൽ നിന്നിറക്കിയിട്ട് തനിക്ക് ബോധിച്ചവരെ അതിനകത്തിരുത്തും. ഇന്നലെ എത്ര 2 ഉന്മൂലനാശം 39-45 2ാം ലോക മഹായുദ്ധം. അതിനുശേഷം ഒരു ഉന്മൂലനാശം കുഞ്ഞാൽ വായിച്ചു. ഉന്മൂലനാശം. എന്നാൽ അതിൻ്റെ താഴെ ഒരു ഭാഗമുണ്ട്, അതിന് അവകാശമുള്ളവൻ വരുവോളം അതില്ലാതിരിക്കും. ഇന്നലെ രാത്രി നാം കേട്ടു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു മടങ്ങി വരുന്നു. തീർന്നില്ല. ഈ പോക്ക് പോയാൽ ലൂക്കോസ് 21:20-21 അന്തിമ ദിനം സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തുപോയി. ഇന്നലെ വളരെ വ്യക്തമായി പ്രവചനം. അതിനുശേഷം അവസാനം യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണത്തിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ വൻമഴ, പെരുങ്കാറ്റ്, കൊടുങ്കാറ്റ് ആ വീട് വീഴുവാൻ ദൈവം അനുവദിച്ചില്ല. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ അടിസ്ഥാനമിട്ട് വീട് വീഴത്തില്ല. എത്ര പ്രസംഗം കൊല്ലംകോടി, കച്ചേരി നട, ചൂഴാലും ചെങ്കവിളയും നിദ്രവിളയും കേട്ടിട്ട് ഇന്നും മണലിന്മേൽ അടിസ്ഥാനമിട്ടത് വചനം കേട്ട് രക്ഷപ്പെടാതെ, ജ്ഞാനസ്നാനമെടുക്കാതെ, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാതെ, കള്ളും കുടിച്ച് കഞ്ചാവ് അടിക്കുന്ന സകല അച്ചായന്മാരും വീഴാൻ പോകുന്നു. മണലിന്മേൽ അടിസ്ഥാനമിട്ട ഭവനം അത് വീണു. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. ഇന്നലെ രാത്രി പേശിയത് ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവൻ്റെ കീഴെ പാതാളം വിട്ടൊഴിഞ്ഞു. അതിൻ്റെ 3ാമത്തെ ഭാഗം ഇസ്രയേലും അന്തിമ ദിനം. ഒരു ദിനം കൂടി ദൈവകുഞ്ഞുങ്ങളോട് ദൈവത്തിൻ്റെ ദാസനാകുന്ന ഞാൻ ഇന്ന് ഞായറാഴ്ച രാത്രി ഒരിക്കൽ കൂടി പറയുന്നു, കാലം
അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്നമായി വിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലമായി എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരുമെന്ന് ഈ രാത്രി ചങ്കിനകത്ത് വചന ചലിക്കുന്ന ദൈവമക്കൾ ഈ ഞായറാഴ്ച രാത്രി പറയണം. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയെ കാത്തിരിക്കുന്ന ദേവ പിള്ളകളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. കൊല്ലങ്കോട് സിലുവപുരം നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം ആമോസിന്റെ പ്രവചനം 4:11-12. അരുമയാണ് ദേവപിള്ളകളെ ഏവരും ബൈബിളെ ഓപ്പണാക്കി, എല്ലാവരും ബൈബിൾ തുറന്നാട്ട് ആമോസിൻ ദീർഘദർശിയൻ കടിതം അധ്യായം 4 അധികാരം 4 വചനം 11-12 വാക്യങ്ങൾ എല്ലാവരും കുഞ്ഞു വായിക്കുന്ന വാക്യം എടുത്താട്ട് 4:11-12 മോൾ വായിച്ചട്ടെ, സഹായിച്ചട്ടെ. ദൈവം സോദോമിനെയും ഗൊമോരയെയും ഉന്മൂലനാശം ചെയ്തതുപോലെ, കൃത്യമായി കേൾക്കണം ഈ വാക്ക്, ഒരു ബൈബിൾ ക്ലാസ് ഇരിക്കുന്ന പോലെ പ്രസംഗം. ദൈവം സോദോമിനെയും ഗോമോറയെയും ഉന്മൂലനാശം ചെയ്തതുപോലെ, അടുത്തത് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശനം വരുത്തി. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി. നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട് ഒരു കൊള്ളി പോലെ ആയിരുന്നു. കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി. ഇതാ പീലാത്തോസിന്റെ അരമനയിൽ യഹൂദൻ പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. കൊച്ചി മട്ടാഞ്ചേരി മുതൽ അപ്പ അമ്മ 110 രാജ്യങ്ങൾ ചിതറി യഹൂദൻ അവൻ മടങ്ങി വന്നു. കത്തുന്ന തീക്കുള്ളെന്ന് വലിക്കപ്പെട്ട ഒരു കൊള്ളി പോലെ, ഒരു കോൽ പോലെ ഞാൻ നിങ്ങളെ വലിച്ചെടുത്തു. അടുത്ത വായിച്ചിട്ടുമുള്ള അടുത്ത വാക്ക്, എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല, എന്നിട്ട് എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. എല്ലാ കണ്ണുകളും മൂടാൻ ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മെ സമർപ്പിക്കാം. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? ഇവിടെ വലിയ സന്തോഷമൊന്നുമില്ല, ലോകം മൊത്തം മഴ പെയ്യുന്നെങ്കിലും മഹത്വവാനായ ദൈവം നമ്മുടെ കൺവെൻഷൻ കൂട്ടങ്ങളെ ഒരു കുട പോലെ നിവർത്തിക്കൊണ്ട് കഴിഞ്ഞ രാത്രി മുന്നാട് രാത്രി എൻ്റെ കർത്തൻ മഹിമ ഇന്ന ദേശത്ത് വെളിപ്പെട്ടതാകെ ഇന്ന നൈറ്റ് കർത്തർക്ക് മഹിമ കൊടുക്കാം. എത്ര പേര് കരുത്ത തട്ടി കർത്തർക്ക് മഹിമ സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം ഇസ്രായേലിന്റെ സ്തുതികളിൽ മേൽ വസിക്കുന്ന പ്രിയ இந்த 3வது നാളുകളിൽ നമ്മുടെ കൺവെൻഷൻ കൂട്ടങ്ങളിൽ ദൈവ ആണ്ടവരിൻ വല്ലമൈ இந்த നാൾ இந்த നമ്മ കൂട്ടത്തെ ഇരിക്കുന്നത്. എത്ര പേർ ഇന്ന് രാത്രി ആണ്ടവർക്ക് മഹിമയെ കൊടുക്കുക? ഇന്ന് രാത്രി എത്ര പേർക്ക് വചനപ്രകാരം ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും? സിസ്റ്റർ നല്ല വീട് തന്നിട്ടല്ല, ചെറുപ്പക്കാരൻ നല്ല കാർ തന്നിട്ടല്ല, ബാങ്കിനകത്ത് 5 കോടി തന്നിട്ടല്ല, എൻ്റെ കണ്ണിനെ കണ്ണുനീർന്ന് കാലിന് വീഴ്ച പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങൾക്കും ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന അപ്പച്ചന് കോടാനുകോടി സ്വോത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും? പരാജയത്തോട് ഇന്ന് രാത്രി മടങ്ങി പോകരുത്. ജയാളിയായ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിന്റെ നദി യോർദാൻ, അതിന്റെ പേരാ മരണ നദി. അതിന്റെ വക്കത്താരെങ്കിലും കാൽ ചവിട്ടിയാൽ അവന്റെ മരണം ഉറപ്പാ. അതാ മരണ നദിയായ യോർദാൻ. ഹല്ലേലൂയ. കൊയ്ത്ത് കാലത്തൊക്കെ യോർദാൻ തീരം കവിഞ്ഞൊഴുകുന്ന കാലം. പഴയ നിയമത്തിൽ ഒരു വിമോചകനായിരുന്നത് മോശയ്ക്ക് ശേഷം ദൈവം ഒരുവനെ തെരഞ്ഞെടുത്ത് അവന്റെ പേരാ യോശുവ. മോശയ്ക്ക് കീഴിരുന്ന് കട്ടം വെള്ളത്തെ ഉണ്മயான തണ്ണിയെ തൂക്കിക്കൊടുത്തവരായിരുന്നു യോശുവ സ്വർഗത്തോട് പറഞ്ഞു, അയ്യോ എൻ്റെ കൈ PhD ഡോക്ടറേറ്റും ഒന്നുമില്ല. സ്വർഗം പറഞ്ഞു, നിനക്ക് ഒരു PhD ഡോക്ടറേറ്റും വേണ്ട, മോശയോട് കൂടെ ഇരുന്നത് പോലെ എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇന്ന് രാത്രി ഡോക്ടറേറ്റ് അല്ല വലുത്, PhD അല്ല വലുത്, നിന്റെ ബൈബിൾ സ്റ്റഡി അല്ല വലുത്. അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ നീ താഴ്മയോടെ ഇരുന്ന തക്ക സമയത്ത് പാളയത്തെ വിടുവിക്കുക. യോശുവയുടെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. അവൻ 5 കാര്യം ചെയ്തു. 1 പാളയത്തിനകത്ത് വചനം, 2 ജനത്തിന് വിശുദ്ധി, 3 രാത്രി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. പ്രഭാതത്തിൽ ഒരു ദൂതൂടെ പറഞ്ഞ്, നാളെ യഹോവ നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ആഴി എന്തെന്നറിയാതെ ആഴമെന്തെന്നറിയാതെ ഒരു കൂട്ടം ദൈവജനം മരണനദിയായി യോർദാന്റെ വക്കത്തെത്തി. അതിൻ്റെ മുമ്പിൽ ഒരു സംഭവമുണ്ട്. അവരുടെ തോളിനകത്ത് പെട്ടകമുണ്ടായിരുന്നു. ആ പെട്ടകവുമായി യോർദാന്റെ വക്കത്ത് കാൽ ചവിട്ടിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു മഹാത്ഭുതം ചെയ്തു. എവിടെ? കിഴക്ക് ഈജിപ്തിനകത്ത് അരാബായിൽ ഉപ്പുവെള്ളത്തെ ചെറുപോലെ കെട്ടി നിർത്തി ഇസ്രായേലിന്റെ പാളയത്തെ വിടുവിക്കുക. യോശുവയുടെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങി വന്നെങ്കിൽ இந்த കൺവെൻഷൻ കൂട്ടങ്ങളിൽ 3ാമത് നാൾ നിന്നെ മറുകര കടത്തുകയില്ലെന്ന് ദുഷ്ടപിശാച് വാതുവച്ച, ഓ ഹല്ലേലൂയ, യോർദാന്റെ ഒഴുക്കുകളെ മാറ്റുക. ശംതരാധികജാന ബൗഡാരവ ശംതുര്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുക. വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകളെ കാൽവരുടെ കൊലക്കളത്തിൽ തകർത്തുയർത്തെന്നിട്ട് യേശുവിന്റെ നാമം ഇന്ന് രാത്രി இந்த കൺവെൻഷൻ കൂട്ടങ്ങൾ 3ാമത് രാത്രി വെളിപ്പെടുമ്പോൾ നിന്റെ രോഗക്കെട്ടുകളെ
കെട്ടുകളെ അടിച്ചു മാറ്റുക, നിന്റെ ശാപക്കെട്ടുകളെ അടിച്ചു മാറ്റുക. നിന്റെ വീട്ടിനകത്ത് പുറത്തു വരാതെ ദൂട്ടപ്പിശാച് നിനക്കെതിരെ ബൗണ്ടറി കെട്ടിയ പോരുകളെ മാറ്റുക. ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് ഇറങ്ങി വന്ന മൂന്നാമത് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് നീ ദൈവത്തെ ആരാധിച്ച കിലോമീറ്ററുകൾക്കപ്പുറത്ത് അത്ഭുതം ചെയ്യുക. ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് ഇറങ്ങി വന്ന ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവപ്പിണരൻ കരത്തിൻ വല്ലഭത്തോ എന്ത കൺവെൻഷങ്ങൾ കൂട്ടങ്ങൾ മൂന്നാമത് നാൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം. സഭയാം മക്കളെ അനുഗ്രഹിക്കണം. ഈ പട്ടണത്തിനകത്ത് ഒരു അന്ത്യകാലത്തിൻ്റെ ഉണർവ് വ്യാപരിക്കണം. ആയിരങ്ങൾ യേശുവിനെ കാണുക, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക. இந்த കുമരി മാവട്ടത്തിൽ இந்த നാളുകളിൽ ഒരു വലിയ ഉണർവ് ചെയ്തികളും നടക്കുക. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ആയിരങ്ങൾ എഴുന്നേൽപ്പ. ഇന്ന് രാത്രി പട്ടണത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടുത്തെ ദൈവസഭകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വേലക്കാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദേവ പിള്ളകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കാലയിലെ സ്കൂളിലേക്ക് പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കൂലി വേലക്കാർ അനുഗ്രഹിക്കപ്പെടട്ടെ. സർക്കാർ ജീവനക്കാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ് ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ആയിരങ്ങൾ യേശു അപ്പച്ചൻ്റെ സന്നിധിയിലേക്ക് വരുന്ന ദിനങ്ങളായി ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, മഴ ദേശത്തിന് ആവശ്യമാണ്. അപ്പാ ഞങ്ങൾ കൺവെൻഷൻ കൂട്ടങ്ങൾ 2 നാൾ കൂടെ ഇരിക്കുന്നു. 6 മുതൽ 10 വരെ இந்த ദേശത്തൊരു പുയലോ മഴയോ വരാതെ അരുമயான മക്കളുടെ പ്രാർത്ഥനയെ കേട്ട് അപ്പച്ചൻ്റെ കരം ഇതൊക്കെ മേൽ വെളിപ്പെടും. സ്വർഗം അത്ഭുതം ചെയ്യും. ഈ രാത്രി ഒരു ദിനം കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. ഞങ്ങളുടെ പേര് ഉയരരുതേ. ക്രൂശിക്കപ്പെട്ട നാഥൻ നാമം മാത്രം ഈ രാത്രി ഉയരണം. പിൻപിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. മകത്വം പുകഴ്ചയും അങ്ങയ്ക്ക് പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്തർക്ക് മഹിമൈ. ശക്തിയോടെ ഹല്ലേലൂയ, ഉത്സാഹത്തോടെ ഹല്ലേലൂയ. ഓ, നിങ്ങളുടെ ഹല്ലേലൂയയ്ക്ക് വലിയ പവറൊന്നുമില്ല. ആകെ ശ്വാസം മുട്ടുന്ന ഞാൻ ഇത്ര ഇടിപെട്ട് ഹല്ലേലൂയ പറയുന്നത്. ശിംഷോൻ പാസ്റ്റേ, നമ്മുടെ ആൾക്കാർ ചിക്കൻ കറി കഴിച്ചിട്ട് വന്നിട്ട് നല്ല ഹല്ലേലൂയ പറയുന്നില്ല. സ്വോത്രം. ഇതെല്ലാം കർത്താവ് കാണുന്നുണ്ട്. ഇന്ന് രാത്രി പ്രവചനത്തിലേക്ക് കടന്നു വരാം. ശ്രദ്ധയോടെ എല്ലാവരും വളരെ ഗഹനമായിരിക്കണം. പ്രവചനത്തിൻ്റെ പ്രത്യേകത, പഴയ നിയമത്തിൽ 17 പ്രവചനങ്ങളാണ് ഉള്ളത്. അതിൽ 3 പ്രവചനങ്ങൾ, ഇനി സ്പീഡിൽ പോകത്തേയില്ല, അതിനകത്ത് 3 പ്രവചനങ്ങളാണ് മേജർ. 1 എസക്കേൽ, 2 ഇരമ്യാവ്, 3 യെശയ്യാവ്. ഇതാ മേജർ പ്രവചനങ്ങൾ, അഥവാ വരുംകാല പ്രവചനങ്ങൾ, മേജർ പ്രവചനങ്ങൾ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, മിഡിൽ പ്രവചനങ്ങളുണ്ട്, അഥവാ മധ്യ പ്രവചനങ്ങൾ. 4 എണ്ണമുണ്ട്. ദാനിയേലുണ്ട്, അത് കഴിഞ്ഞിട്ട് സെക്കരിയാവുണ്ട്, ആമോസ് ഉണ്ട്, ഹോശയ്യുണ്ട്. ഇതാണ് മിഡിൽ പ്രവചനങ്ങൾ. കൊച്ചു പ്രവചനങ്ങൾ, തുലോം ചെറിയ പ്രവചനങ്ങൾ. ആ പ്രവചനങ്ങൾ അനവധിയുണ്ട്. ഹബക്കൂക്കുണ്ട്, മീക്കായുണ്ട്, യോവേലുണ്ട്, അത് കഴിഞ്ഞിട്ട് യോനാ പ്രവാചകൻ. ഇതെല്ലാം ചെറിയ പ്രവചനങ്ങൾ. അതിൻ്റെ നടുവിൽ ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചത് ആമോസിൻ്റെ പ്രവചനം. ആമോസിൻ്റെ പുസ്തകം എത്രാമത്തെ പുസ്തകം എന്ന് പറഞ്ഞു തരാം? 30ാമത്തെ പുസ്തകം. പഴയ നിയമത്തിൻ്റെ 30ാമത്തെ പുസ്തകമാണ് ആമോസിൻ്റെ പ്രവചനം. ആമോസിൻ്റെ പ്രത്യേകത, തെക്കോവയിലെ ആട്ടിടയനായ ആമോസിനോട് ദൈവം സംസാരിച്ചത് ആമോസിൻ്റെ പ്രവചനം. ഇതിൻ്റെ പ്രത്യേകത, ഏവരും ശ്രദ്ധയോടെ 146 വാക്യങ്ങളാണ് ആമോസിൻ്റെ പ്രവചനം. 9 അധ്യായങ്ങളാണ് ആമോസിൻ്റെ പ്രവചനം. പഠനത്തോടെ കുഞ്ഞുങ്ങൾ വിജ്ഞാനത്തെ കൊടുത്ത് 1 ഇസ്രായേലിൻ്റെ ന്യായവിധി, 2 മോവാബിൻ്റെ ന്യായവിധി, 3 അലസത നിറഞ്ഞ ഇസ്രായേൽ ജനം, 4 ആലംബം നിറഞ്ഞ ഇസ്രായേൽ ജനം, 5 ഇസ്രായേൽ മക്കൾ കരയുന്നു, 6 ഇസ്രായേലിനകത്തും ചുറ്റും രാഷ്ട്രങ്ങളിൽ വിലാപം, 7 വെട്ടുക്കിളി ഇസ്രായേലിനെ വെട്ടുന്നു, 8 ഒരു കുട്ട പഴത്തിൻ്റെ ദർശനം, 9 പൂർണ്ണമായി ആമോസ് രേഖപ്പെടുത്തുന്നു, യഹൂദൻ മടങ്ങി വരും. ഇതാ ആമോസിൻ്റെ പ്രവചനം. ആമോസിൻ്റെ പ്രവചനത്തിൽ ഈ കാര്യം പറയുന്ന കാര്യമുണ്ട്. 2 കാര്യങ്ങൾക്ക് വേണ്ടി യഹൂദൻ മടങ്ങി വരുന്നു. 1 അവൻ്റെ ആലയം, 2 അന്തിമയുദ്ധം. ഇന്നലെ ഞാൻ ജെറുസലേമിൽ കൊണ്ടുവന്ന് നിർത്തിയത്. ഇന്ന് മോള് വായിച്ച ഒരു ഭാഗത്തിലേക്ക് കടന്നു വരുന്നു. ശ്രദ്ധയോടെ, സോദോമിനെയും ഗോമറയെയും ദൈവം ന്യായം വിധിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഞാനൊരു ന്യായവിധി വരുത്തി. ഏവർക്കും അറിയാം, കാൽവറിയിൽ ക്രൂശീകരണത്തിന് മുമ്പ് പീലാത്തോസിൻ്റെ അരമനയിൽ, ഇന്നത് രാത്രി അവസാനിപ്പിക്കുമ്പോൾ അത് തന്നെ പറയാം, 2 കൂടുകൾ യഹൂദ പരീക്ഷകൾ നിലവിളിച്ചു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. അവർ ഇവിടം വരെ 110 രാജ്യങ്ങളിൽ യഹൂദൻ ചിതറി.
കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്ക നൈജീരിയ വരെ ചിതറി പാലും തേനും എടുക്കുന്ന കനാനിൽ വചനത്തോട് മറുതലിച്ചപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി. അവർ ഓരോ സ്ഥലങ്ങളിൽ ചെന്നു, കഴുത്ത് ഞെരിച്ചു, ചിലരെ കൊന്നുകളഞ്ഞു. ഹിറ്റ്ലർ 60 ലക്ഷം യഹൂദന്മാരെ കൊന്നുകളഞ്ഞു. ബ്രിട്ടനകത്ത് അവൻ്റെ ശരീരമെടുത്ത് സോപ്പുണ്ടാക്കി. ഇവിടെ മട്ടനും ബീഫും കളിക്കാവള വിൽക്കുന്ന പോലെ യഹൂദൻ്റെ മാംസം വിറ്റ് ഒരു കാലമുണ്ടായിരുന്നു. സ്തോത്രം. ആവർത്തനവും ലേവ്യം ഞാൻ തൊടുന്നില്ല. അത് കഴിഞ്ഞിട്ട് യഹൂദൻ്റെ ചരിത്രം കേട്ടാൽ അമ്മമാരും അപ്പന്മാരും കരയും. പണ്ട് ഇസ്രയേലിനകത്ത് ഒരു സംഭവം നടന്നു. 1 മിനിറ്റ് ഞാൻ കടമെടുത്ത് പറയാം. അന്ന് 2ാം ലോക മഹായുദ്ധം. കേൾക്കണം. ആ സമയത്ത് ഭക്ഷണം എവിടെയില്ല. അപ്പം ഈ പട്ടാളക്കാർ കുതിരപ്പുറത്ത് പോവാ. ആ സമയത്ത് ഒരു സംഭവം നടന്നു. പട്ടാളക്കാർ കുതിരപ്പുറത്ത് പോകുമ്പോൾ ഒരു സ്ഥലത്ത് നല്ല മാംസം വറക്കുന്നതിൻ്റെ മണം. അവിടെ പട്ടാളക്കാർ ഓടിച്ചെന്നു. കുതിര അവിടെ നിർത്തി. അപ്പച്ചനും അമ്മയും എല്ലാം അത് കേൾക്കണം. കുതിര നിർത്തിയപ്പോൾ അവരകത്ത് ചെന്നപ്പോൾ ഒരു യഹൂദ സ്ത്രീ ദാണ്ട് ഒരു പ്ലേറ്റിനകത്ത് മാംസം വറുത്ത തിന്നുന്നു. ആ സമയത്ത് ഈ പ്ലേറ്റ് അവർ പട്ടാളക്കാർ പിടിച്ചു. അവർ തിന്നാൻ പോവുക. അപ്പോൾ അമ്മ കരഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളത് തിന്നരുത്, ഇതാരുടെ മാംസമെന്ന് നോക്കൂ. അപ്പോൾ അവർ ഞെട്ടിപ്പോയി. അവരെ വിളിച്ച് കാണിച്ചൊന്ന് ഫ്രിഡ്ജൊന്നുമില്ല. ഒരു കുട്ടുവത്തിനകത്ത് തൻ്റെ മകനെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് ആ വെള്ളത്തിനകത്തിട്ട മാംസം, ഹല്ലേലൂയ, പട്ടിണി കൊണ്ട് വറുത്ത് തിന്നുന്ന അമ്മയാ യഹൂദൻ്റെ ചരിത്രം. അതാ നിന്റെ മക്കൾ മാംസം നീ തിന്നുമെന്ന് ലേവ്യ പുസ്തകം. ഇതെല്ലാം 2ാം ലോക മഹായുദ്ധത്തിൽ നടക്കുന്നതാ. ആ കാലത്ത് യഹൂദൻ സാന്ദ്രമായി അത്തി തളിർത്തു, കൊമ്പിളതായി. അതുകൊണ്ട് ആമോസിനോട് സ്വർഗം പറഞ്ഞു. എന്താ ഏറ്റവും നിർണായകമായ സംഭവം? യഹോവ സൊദോമിനെ ഗോമറയെ ന്യായം വിധിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി. കത്തുന്ന തീയിൽ നിന്ന് ലോകരാജ്യങ്ങൾ നിങ്ങളെ ചവിട്ടി മെതിച്ചു. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു കൊള്ളി വലിച്ചെടുക്കുന്നത് പോലെ 48 മെയ് 14 നിങ്ങൾക്ക് ദേശം തന്നു. എന്നിട്ടും നിങ്ങൾ എൻ്റെ വാക്കനുസരിച്ചില്ല. അതുകൊണ്ട് ഇസ്രായേൽ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നമ്മുടെ പെന്തക്കോസ്ത് സഭകൾ, CSI സഭകളൊന്നും അങ്ങനെ വാക്യം എഴുതക്കത്തില്ല. ഇവിടെ കൊല്ലങ്കോട് വരുന്ന പക്കൻ TPM இருக்குது, പാറശാല മത്തമ്പാല TPM இருக்குது, പളികൽ TPM இருக்குது. അവരുടെ ബോർഡിൽ ഒരു വാക്കുണ്ട്, ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അടിയിൽ എഴുതിയേക്കും ആമോസ് 4:12. കണ്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പക്ഷേ പലരും അത് പ്രസംഗിക്കത്തില്ല. എന്തുവായി ചെയ്യാൻ പോകുന്നത്? അതാ നമ്മുടെ പ്രസംഗം. അപ്പോൾ കോവിഡിൻ്റെ മറവിൽ എല്ലാവരും കേൾക്കണം. ഇന്ന് കോവിഡിൻ്റെ മറവിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി എന്ന് ബെഞ്ചമിൻ നെതന്യാഹു. എല്ലാം കേൾക്കണം. ബെഞ്ചമിൻ നെതന്യാഹു യഹൂദനൊരു അനൗൺസ്മെൻറ്റ് കൊടുത്ത് എല്ലാവരും കേൾക്കണം. യഹൂദനൊരു അനൗൺസ്മെൻറ്റ് കൊടുത്തതാ, നിങ്ങളെല്ലാവരും മടങ്ങി വരണം. പാസ്പോർട്ടിനകത്ത് അപ്പൻ്റെ പേര് പ്രശ്നമല്ല, അമ്മ യഹൂദ സ്ത്രീയെങ്കിൽ നിങ്ങൾക്ക് ഇസ്രയേലിലേക്ക് മടങ്ങി വരാം. ബൈബിളും സംഭവങ്ങളും. ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ ഒരു താഴ്വരയുണ്ട്. അതിന് ഏലാ താഴ്വരയാ ബൈബിൾ. ഇന്ന് ഇസ്രയേലിൻ്റെ ചരിത്രം ഏലാത്ത് വാലി. അവിടെ ഈ തമിഴ്നാട് ഗവൺമെൻറ് പാവപ്പെട്ട ആൾക്കാർക്ക് കോളനി അല്ലെ ബിൽഡിങ് വെച്ച് കൊടുക്കുന്ന പോലെ ഇന്ന് നമ്മുടെ കൺവെൻഷൻ കൂട്ടങ്ങൾ, ചെയ്തികൾ ഇവിടെ നടക്കുമ്പോൾ അവിടെ 1000കണക്കിന് വില്ല ഒരുങ്ങുന്നു. 2ാമത്തെ സംഭവം, ഇസ്രയേലിൻ്റെ എയർപോർട്ട് ഡേവിഡ് ബെൻഗൂറിയോൻ അന്താരാഷ്ട്ര വിമാനത്താവളം. അവിടെ മടങ്ങി വരുന്ന യഹൂദന് സ്വീകരിക്കാൻ ഒരു കൗണ്ടർ ശരിയായി കഴിഞ്ഞു. ആ കൗണ്ടറിന് യഹൂദൻ പേരിട്ടു റോഷ് ഹോശന്ന. വരുന്നു അവസാനത്തെ ആരാധനയ്ക്ക് വേണ്ടി. അപ്പോൾ ആമോസിൻ്റെ പ്രവചനത്തിൻ്റെ നിവർത്തി ഇവിടെ നിറവേറുന്നു. ഇനി നാം റഷ്യയിലേക്ക് പോകുമ്പോൾ ആമോസ് അവസാനമായി ഈ പുസ്തകം അവസാനിക്കുമ്പോൾ, ആമോസിൻ്റെ പ്രവചനം അവസാനിക്കുമ്പോൾ അന്ത്യകാലത്തെ പറ്റി ഒരു വാക്ക് അവിടെ പറഞ്ഞു. കുഞ്ഞു വായിച്ച് സഹായിക്കണം. നിങ്ങളും ബൈബിൾ തുറക്കണം, നല്ലോണം പഠിച്ചുകൊണ്ട് ഇവിടെ നിറങ്ങണം. ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായം 9-ാമത്തെ വാക്യം. മോള് വായിച്ചട്ടെ. ഇന്നത്തെ അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ സകല ജാതികളുടെ ഇടയിലും അരിക്കുവാൻ കിടക്കുന്നു. കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ കടൽ വരെ ഞാൻ യഹൂദനെ അരിക്കും. അടുത്തതാ എന്റെ പ്രഭാഷണം. ഒരു മണി പോലും നിലത്ത് വീഴുകയില്ല. ഒരു പണി പോലും നിലത്ത് വീഴുകയില്ല. മതി, അവരെ എല്ലാം മടക്കിക്കൊണ്ടുവരും കരമുയർത്തുന്നവർക്കായി. സ്തോത്രം. അപ്പം അത് കേട്ടിട്ട് ഇന്ന് പ്രസംഗം, ഇന്ന് 3 വർഷമായി ഉലകത്തിന് മുഴുവൻ കടശിക്കാല ചെയ്തികളും കേട്ടുകൊണ്ടിരിക്കുക. ഇത് കേട്ടിട്ട് ഇന്ന് രാത്രി ചെന്ന് വണ്ടിയും വീടും ഒന്നും വിറ്റ് കളയരുത്. സ്തോത്രം. അത് ഈ അമേരിക്കക്കാർ പറഞ്ഞോല പ്രസംഗം കേട്ടിട്ട് ചിലർ പറയും, അന്ത അരുമയാന സുവിശേഷകർ ഊളിയക്കാരും വന്ന് ഉലകത്തിന് മുഴുവൻ കടശിക്കാല ചെയ്തികളും പേശി നാളെ കർത്താവ് വരും, അതുകൊണ്ട് ഇന്നോവയും വിറ്റ് ചെമ്പൂര് അതുപോലെ വെള്ളറുടെ റബ്ബർ എസ്റ്റേറ്റ് വിൽക്കാൻ പോകല്ലേ അച്ചായ പരിപാടിയായി പോകും. സ്തോത്രം.
കർത്താവിൻ്റെ വരവിന് 3 കാര്യമുണ്ട്. അതിവിടെ കർത്തവേലക്കാർ, എൻ്റെ സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സഹപ്രവർത്തകർ, ഊഴിയക്കാർ, இந்த மேடையில் உட்காருக்கு அதுக்கு தான் நான் பேசுகிறது. കർത്താവിൻ്റെ വരവ് സംഭവിക്കണമെങ്കിൽ 3 കാര്യം നടക്കണം. ഒന്ന്, രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടണം. 1, പ്രിയൻ്റെ വരവ്. 2, ഇസ്രയേലിന് അംശമായ കാഠിന്യമുണ്ടാവണം. അതായി ഒക്ടോബർ 7 മുതൽ ഈറ്റുനോവിൻ്റെ ആരംഭം എല്ലാ കാര്യത്തിലും. പിന്നെ 3-ാമത്തെ, നമ്മുടെ കൺവെൻഷൻ കൂട്ടം വെക്കുന്ന എന്തിനാ? കുറച്ച് പൈസ കിട്ടുന്നുണ്ടെന്നല്ല. പത്രോസ്ലീഹ പറഞ്ഞു, ചിലർ താമസം വിനാ വിചാരിക്കുന്നത് പോലെ. കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ ഒരു കാര്യമുണ്ട്, ചിലരും കൂടി രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കണം. കർത്താവിൻ്റെ വരവിൻ്റെ ചാലുകൾ: 1, രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിൽ. 2, യഹൂദൻ്റെ നിലവിളി. 3, ജാതികളുടെ പൂർണ്ണ സംഖ്യ. ചിലരും കൂടി രക്ഷയുടെ പെട്ടകത്തിൽ അടക്കണം. അല്ലാതെ നാളെ രാത്രി കള്ളിക്കാട് പ്രസംഗിച്ചത് അവിടെ പറയാം 2025 കർത്താവ് വരും എന്ന് പറഞ്ഞാൽ അപ്പടെ എന്നെ സ്റ്റേജിൽ നിന്ന് താഴെ ഇറക്കിയേക്കണം. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അപ്പം എൻ്റെ പേര കള്ളപ്രവാചകൻ. സ്വോത്രം. അതുകൊണ്ട് ഇത് കേട്ടിട്ട് ദയവേത് അരുമயான പിള്ളകൾ ഇങ്ങ പക്കത്തെ ഉക്കാരിക്കുന്ന തായെ തകർപ്പരെ ബാങ്കിൽ കിടക്കുന്ന പൈസ എടുത്തിട്ട് എല്ലാം കൂടെ തീർത്ത് കളയരുത്. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം. കന്യാകുമാരി വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് വിട്ടിട്ടേ ഉള്ളൂ, ബാലരാമപുരമായതേ ഉള്ളൂ, നെയ്യാറ്റിൻകര പോലും ആയിട്ടില്ല. സ്വോത്രം. അവിടം വരാക്കി വരവിൻ്റെ ലക്ഷണങ്ങൾ. അങ്ങനെയെങ്കിൽ യഹൂദൻ മടങ്ങി വരുന്നു. ഇനി ഒരിടത്ത് ഇസ്രായേൽ സിറിയ, ക്ലിയർ കട്ട് കേൾക്കണം. ഒരിടത്ത് ഇസ്രായേൽ ലെബനോൻ, ഒരിടത്ത് ഇസ്രായേൽ ഇറാൻ. അതിൻ്റെ അവസാന ഭാഗമാ ഇറാൻ്റെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു. ദേവനേശൻ പാസ് ഏറെ നാളുകൾ എന്നോടൊപ്പം വെള്ളറടയും ചെമ്പൂരും ഉണ്ടായിരുന്നു. മിക്കവാറും പ്രസംഗങ്ങളെല്ലാം കേട്ടു. ഇറാൻ്റെ 2 പേരെ കൊല്ലുമെന്ന് പറഞ്ഞാൽ അവർ നേരത്തെ പോയി. മൊഹസീൻ ഫക്ർ സാദാം, അത് കഴിഞ്ഞ് ഖസീം സുലൈമാനി. 2024 ഏപ്രിൽ മാസം ഞാൻ എവിടെയോ പ്രസംഗിച്ചപ്പോൾ ലോകചരിത്രവും ബൈബിൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇസ്രയേലിന് നേരെ ഈ ഹമാസിൻ്റെ അറ്റാക്ക് വന്നതിൽ ഒരു കാരണമുണ്ട്. ഇറാന അവൻ ഒളിവിൽ നിന്നാ ഇതെല്ലാം ചെയ്യുന്നത്. യഹൂദൻ വെറുതെ ഇരിക്കൽ. ഞാൻ എവിടെയോ പ്രസംഗിച്ചു, ഇറാൻ്റെ പ്രസിഡന്റ് താമസമിനാ കൊല്ലപ്പെടുമെന്ന്. സ്വോത്രം. അത് യൂട്യൂബിൽ ഇപ്പോൾ ആരാണ്ട് പോസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് നാളെ എന്തോ സംഭവിക്കുമെന്ന്. സ്വോത്രം. എൻ്റെ നെഞ്ചുവേദന എങ്ങനെ തീർക്കുമെന്ന് ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. സ്വോത്രം. സിംഗിനും അറിയാം, ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങൾക്കും അറിയാം, പിന്നെ ദേവശോഭനം പാസ്റ്റർക്കും അറിയാം. എൻ്റെ നെഞ്ചുവേദന എപ്പോൾ തീരുമെന്ന് എനിക്കറിയത്തില്ല. സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പ്രവചനത്തിൽ, അന്ത്യകാല സംഭവത്തിൽ ഞാൻ പറഞ്ഞു, ഇറാൻ പ്രസിഡന്റ് ഇസ്രയേൽ വകവരുത്തുമെന്ന് പറഞ്ഞു. എന്തായാലും എങ്ങനായാലും പുള്ളി തീർന്നു. സ്വോത്രം. ആ വീഡിയോ ഇപ്പോഴെങ്ങാണ്ട് ആരാണ്ട് പൂഴ്ത്തിയിട്ട് വിട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു സ്വസ്ഥതയില്ല. ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല, കാനഡയിൽ പോയിട്ടില്ല, UK പോയിട്ടില്ല, ലണ്ടനിൽ പോയിട്ടില്ല. നേരം വെളുത്താ പോണ നാളെ എന്ത് സംഭവിക്കും, നാളെ എന്ത് സംഭവിക്കും. ഇന്ന് കാലയിൽ സിംഗിൻ്റെ വീട്ടിൽ ചായ കൊണ്ടുവന്നപ്പോഴും അവർ പറയും, പാസ്റ്റർ ഫോൺ താത്ത് പോയി, ഇതാരുമായിട്ട് സംസാരിക്കുന്നത്. ഇവർക്കെല്ലാം ഈ പ്രസംഗം കേട്ടപ്പോൾ ഉറക്കമില്ല. സ്വോത്രം. എല്ലാവൻ്റെ പൈസ ബാങ്കിൽ കിടക്കുക. അച്ചായൻ കരയേണ്ട കേട്ടോ, കോടികൾ ബാങ്കിൽ കിടക്കുക, വീട് കിടക്കുക. നാളെ ഇറാൻ്റെ പ്രസിഡന്റിൻ്റെ കണക്ക് എന്തോ സംഭവിക്കുമെന്ന് അറിയാതിരിക്കാൻ ആരെയോ നമ്പർ കുത്തിയിട്ട് രാവിലെ എന്നോട് ചോദിക്കുക, എന്നാൽ നെഞ്ചുവേദനയ്ക്ക് ഒരു $100 വെച്ചോന്ന് ആരും മിണ്ടുന്നതുമില്ല. സ്വോത്രം. സ്വോത്രം. ആരും മിണ്ടുന്നില്ല. ഇന്ന് രാവിലെ സിംഗിൻ്റെ വീട്ടിൽ അറിയാം, രാവിലെ 5:30 എഴുന്നേറ്റ് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയത്. സ്വോത്രം. മക്കളെ, ഞങ്ങൾ പറയുന്നത് ബൈബിളിൻ്റെ പ്രവചനങ്ങൾ മാത്രമാണ്. അതിനെ വെച്ച് ബേസ് ചെയ്തത് ഇതെല്ലാം സംഭവിക്കണം. അപ്പോൾ ഇന്നൊരിടത്ത് ഇസ്രയേൽ ഹമാസ്, ഒരിടത്ത് ഇസ്രയേൽ സിറിയ, അത് കഴിഞ്ഞ് ഇസ്രയേൽ ലെബനോൻ, ഇറാൻ ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്തു. ഇറാൻ്റെ പ്രസിഡന്റ് മരിച്ചപ്പോൾ അറബ് രാജ്യങ്ങൾ ഒരു തീരുമാനമെടുത്തു, റഷ്യ നമുക്ക് മേധാവിയായി തീരും. ഖത്തറിൽ അമീറും, അത് കഴിഞ്ഞ് തുർക്കിയിലെ തൊയ്ബ് എർദോഗനുമാണ് നിങ്ങളുടെ TV പറഞ്ഞത്, ഇനി റഷ്യ നമ്മളെ നയിക്കും. അതുകൊണ്ട് ആദ്യ ദിവസം പറഞ്ഞത്, നീ അവർക്ക് മേധാവിയായിരിക്കും. ആ സമയത്ത് ഇപ്പോൾ ഒരു സംഭവം നടക്കുന്നു, റഷ്യ ഉക്രൈൻ. ഇതിവിടെങ്ങാണ് അവസാനിക്കൂ? ഇല്ല. ഉക്രൈൻ ആര്? എല്ലാ ദേവകുഞ്ഞുങ്ങൾ കേൾക്കണം. റഷ്യയിൽ നിന്ന് വേർപെട്ട ഒരു സ്ഥലമാണ് ഉക്രൈൻ. ഉക്രൈൻ്റെ പ്രത്യേകത 6 സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. വിജ്ഞാനം, കീവ്, ഓർക്കീവ്, മരിയാപ്പോൾ, സബ്രേഷ്യ, ഒഡേസ. ഇതാ 6 ജില്ലകൾ ഉക്രൈൻ. ഉക്രൈൻ്റെ ഭരണാധികാരിയാണ് നമ്മുടെ ഇന്നത്തെ വ്ളാഡിമിർ സെലൻസ്കി. റഷ്യ ആരാന്നറിയാമോ? ലോകത്തിലെ 2ാമത്തെ വൻശക്തി. 2000 ഫൈറ്റർ, 400 യുദ്ധക്കപ്പൽ, 2 കോടി പട്ടാളക്കാർ. ഉക്രൈൻ ആകെ 1 ലക്ഷം പട്ടാളക്കാർ, 100 കുഞ്ഞൻ വിമാനം. സ്വോത്രം. ഇവർ രണ്ടുപേരോട് അടിക്കുക. റഷ്യയുടെ പ്രസിഡന്റ്, ഈ ഉക്രൈൻ്റെ പ്രസിഡന്റ് ആരാന്ന് നിങ്ങളോട് പറഞ്ഞുതരാം, കേൾക്കണമല്ലോ, ഓൺലൈൻ പോകുന്നുണ്ട്. ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആരാന്നറിയാമോ? അമേരിക്കയിലെ ജോ ബൈഡൻ്റെ മോൻ്റെ കൂട്ടുകാരനാണ്. 1ാമത്തെ കാര്യം. സ്വോത്രം. 2ാമത്തെ കാര്യം, അവൻ ഒരു യഹൂദന.
യവൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഇരിപ്പുണ്ട്. എല്ലാവരും കേൾക്കണം, അത് നമ്മുടെ ഐഡിയയും വോഡഫോണും അല്ല. ഇന്നത്തെ മനുഷ്യൻ്റെ തലയിൽ മൈക്രോചിപ്പ് വെച്ച് ഒരുത്തനുണ്ട്, അവൻ്റെ പേരാ എലോൺ മസ്ക്. എലോൺ മസ്ക് ഇന്നൊരു സാറ്റലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റാർലിങ്ക് ഇന്റർനാഷണൽ. ആ സ്റ്റാർലിങ്കിൻ്റെ ഉപഗ്രഹത്തിൻ്റെ സാറ്റലൈറ്റ് പോണ ആരുടെ കയ്യിലിരിക്കുന്നത്? ഉക്രൈൻ്റെ പ്രസിഡൻ്റ് കയ്യിലിരിക്കുന്നത്. റഷ്യയുടെ പ്രസിഡന്റ് എന്നും പറയും ഇത്രാം തീയതി ഇത്ര സമയത്ത് അവനെ കൈകാര്യം ചെയ്യും. റഷ്യ എന്നൊരു മിസൈൽ ഉക്രൈൻ്റെ പ്രസിഡന്റിന് നേരെ വരുമ്പോൾ ഈ എലോൺ മസ്ക് എന്ന യഹൂദൻ്റെ സാറ്റലൈറ്റ് ഉക്രൈനിലെ പ്രസിഡന്റ് പറയും, ചേട്ടാ നിന്റെ വീട്ടിൻ്റെ അങ്ങോട്ട് ഒരു മിസൈൽ വരുന്നുണ്ട്, കൊല്ലംകോട് കടപ്പുറത്ത് പോയി ഒരു കട്ടൻ ചായ അടിച്ചോളാം. സ്വോത്രം. 2.5 വർഷമായി സ്വോത്രം. ഞാൻ ഇവിടെ നമ്മുടെ ഷിംഷോൻ ബാസ് അവിടെ കർത്താവിൻ്റെ വരവ് പ്രസംഗിച്ചപ്പോൾ അന്ന് പ്രസംഗിച്ചതാണ് റഷ്യ ഉക്രൈൻ. സ്വോത്രം. ഇന്ന് വരെ ആ സംഭവം ഇന്ന് വരെ അവസാനിച്ചിട്ടില്ല. യവനൊരു യഹൂദന, യവനെ കൊല്ലാൻ കഴിയത്തില്ല. സാധാരണ പുള്ളിയല്ല യഹൂദൻ. സ്വോത്രം. റഷ്യയുടെ പ്രസിഡന്റ് പറഞ്ഞു ഞാൻ ഇത്രാം തീയതി തട്ടും. ഇവന് ഒരു കുലുക്കവുമില്ല. അവനാരാ? യഹൂദൻ. ഇന്ന് രാത്രി ഒരു മതത്തെ ഞങ്ങൾ കുറ്റം പറയല്ല. പണ്ടൊരു യഹൂദൻ ഉണ്ടായിരുന്നു, അവൻ്റെ പേരാ മൊർദെഖായി. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? അഹശ്വേരോശ് കൊട്ടാരത്തിനകത്ത് വഴിവക്കൈ പരസ്യയോഗത്തിൽ പ്രസംഗിക്കുന്ന ഒരു ഉപദേശി ഉണ്ടായിരുന്നു. യേശു വരാൻ കാലമായി, യേശു വരാൻ കാലമായി. അവൻ്റെ പേരാ മൊർദെഖായി. അപ്പം കൊട്ടാരത്തിൽ രാജാവിൻ്റെ സെക്കൻഡ് ഓഫീസർ ഉണ്ടായിരുന്നു, അവൻ്റെ പേരാ ഹാമാൻ. ഈ ഹാമാൻ ഇഷ്ടമല്ല. നമ്മുടെ കൊല്ലംകോടും ചൂഴാലും ചന്തയിലെല്ലാം നിന്ന് യേശു വരാൻ കാലമായി. ആമാൻ രാവിലെ ഇന്നോവ പോകുമ്പോൾ എന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? സ്വോത്രം. അത് കേട്ട് ഈ കാമാൻ്റെ ഇത് കേട്ട് ആമാൻ ഒരു കാര്യം തീരുമാനിച്ചു, മൊർദെഖായി എങ്ങനെങ്കിലും ശരിയാക്കണം. സ്വോത്രം. മൊർദെഖായിയെ ശരിയാക്കാൻ ഹാമാൻ പദ്ധതി വെച്ചു. രാജാവിൻ്റെ ചെവി ചെന്ന് തലേണ മന്ത്രം പറഞ്ഞു. തലേണ മന്ത്രം പറഞ്ഞിട്ട് പറഞ്ഞു, യഹൂദന്മാർ മുഴുവനും ഇവിടെ കൈയടക്കിയിരിക്കുക, നിന്റെ ഭരണവന്മാർ കൈക്കലാക്കും, അതുകൊണ്ട് സകല യഹൂദന്മാരെയും കൈകാര്യം ചെയ്യണം. ആ സമയത്ത് രാജാവിന് കാര്യം പിടികിട്ടി. രാജാവ് കൽപ്പനയൊക്കെ എഴുതാൻ ഇങ്ങനെ പദ്ധതി വെച്ചുകൊണ്ടിരുന്നപ്പോഴേ ഈ കോവിഡ് വന്നത്. സ്വോത്രം. ഈ കോവിഡ് വന്നപ്പോൾ 2 പുള്ളിക്കാർ രാജാവിനെ കൈകാര്യം ചെയ്യാൻ പദ്ധതി വെച്ചിരിക്കുക. ആരാ? ഈ അഹശ്വേരോശിൻ്റെ കൊട്ടാരത്തിൽ ബിഗ്വാനും തേരസും. എപ്പോഴാണ് അത് ഓർമ്മ വരുന്നത്? യവന്മാർ രാജാവിനെ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ഊരമ്പ് ചന്തയുടെ അവിടെ പരശോകം കഴിഞ്ഞിട്ട് അച്ഛൻ കൊടുത്തപ്പോൾ കട്ടൻ ചായ കുടിക്കാൻ കയറിയപ്പോൾ ഈ പട്ടാളക്കാരും അവിടെ ഇരിപ്പുണ്ട്, ആരും അവിടെ ഇരിപ്പുണ്ട്, മൊർദെഖായി ഇരിപ്പുണ്ട്. യവന്മാരിങ്ങനെ പ്ലാൻ റൂട്ട് ചെയ്യുക. മൊർദെഖായിക്ക് പിടികിട്ടി, ഇവൻ കൈകാര്യം ചെയ്യുന്നു. അന്ന് കോവിഡ് കാലമായിരുന്നു. മൊർദെഖായിക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നൊരു തുണ്ട് പേപ്പർ കൊടുത്ത് രാജാവ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതെന്ന്. സ്വോത്രം. യവന്മാർ ശരിയാവുമെന്ന്. സ്വോത്രം. രാജാവിന് തിരക്കായിപ്പോയി. അരിയും പലഞ്ഞോണവും കിറ്റും കൊടുക്കുന്ന തിരക്കാരന്. എന്തായാലും രാജാവ് ഇത് വായിച്ച് അവന്മാരെ കൈകാര്യം ചെയ്ത് ഈ തുണ്ട് പേപ്പർ എവിടെയോ വെച്ച് പിന്നെ രാജാവിന് ഒരു കാര്യമില്ല. മൊർദെഖായിയും കൂട്ടരെയും കൈകാര്യം ചെയ്യുവാൻ ഹാമാൻ പദ്ധതി വെച്ചു. യഹൂദനാരെന്ന് കേൾക്കണം. സ്വോത്രം. ആ സമയത്ത് കൊട്ടാരത്തിൽ ഒരു അന്യുണ്ട്, വസ്തി. അവൾ രാജാവായിട്ട് മറുതലിച്ചപ്പോൾ ചിറ്റപ്പൻ്റെ മകളായ എസ്തേർ എവിടെത്തി? കൊട്ടാരത്തിനകത്തെത്തി. കൽപ്പന വന്നു. മൊർദെഖായി മിണ്ടിയില്ല. അവരെന്ത് ചെയ്തു? രട്ടിലും വെണ്ണീരിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സ്വോത്രം. ഇന്ന് പലരും പറയും ഉപവാസം വേണ്ട, പ്രാർത്ഥന വേണ്ട. വിഷയമറിയുമ്പോൾ മുട്ടുമടക്കി ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി സ്വർഗത്തിലെ ദൈവം കൊണ്ടുവരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. തക്ക സമയമായപ്പോൾ മൊർദെഖായി ഒരു കാര്യം പറഞ്ഞു, എസ്തേറേ, ഈ സമയത്ത് നീ മിണ്ടാതെ ഇരുന്നാൽ നിന്റെ ജനം ഇവിടെ തീർന്നു പോകും. സ്വോത്രം. ആ സമയത്ത് ഹാമാൻ പാറശാല പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ ഒരു കഴിമരം ഉണ്ടാക്കി. വലിയൊരു കൺവെൻഷൻ ഫ്ലെക്സ് പോലെ മൊർദെഖായി ഇത്രാം തീയതി തൂക്കിയിട്ട് ഞാൻ പട്ടും വളയും മേടിക്കുന്നു. സ്വോത്രം. ഇതെന്ന് സകല വാട്സപ്പിൽ വിട്ടു. പാറശാലയും കളിക്കാവള്. ആമാൻ്റെ പാലസ് എവിടെയായിരുന്നെന്നറിയാമോ? മാർത്താണ്ഡ റോഡിലായിരുന്നു. ഈ ഫ്ലെക്സ് കണ്ട് ഇതെല്ലാം കണ്ടിട്ട് ഉച്ചയ്ക്ക് വീട്ടിൽ ചാപ്പാട് കഴിക്കാൻ ചെന്നപ്പോൾ ആമാൻ്റെ ഭാര്യ നല്ലൊരു സഹോദരിയായിരുന്നു, സേറസ്. ആ സേറസ് അച്ചായനോട് പറഞ്ഞ് നാടൻ ഭാഷ, അച്ചായ ആ ഉപദേശി രാത്രി പൊട്ടത്തമ്പേറെടുത്ത് പായിരുന്ന് അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നേ, അവസാനം അച്ചായൻ്റെ കഴുത്ത് കുരുങ്ങിപ്പോകുന്നു. സ്വോത്രം. ഞങ്ങളുടെ അച്ചായന്മാരുടെ കണക്ക് ഈ മൊർദെഖായി വടിയെടുക്കാഞ്ഞത് ഭാഗ്യം. സ്വോത്രം. അവളുടെ അടുത്ത് പറഞ്ഞ് നീ മിണ്ടരുതെന്ന്. കണ്ടു ഇവിടെ ഇരിക്കുന്ന വാലിബർ അയ്യ കേട്ടോണം, ചില കാര്യങ്ങൾ നമ്മുടെ ഭാര്യമാർ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിച്ചാൽ നമ്മൾ ചക്ക കുടയുന്ന പോലെ കുടയത്തില്ല. സ്വോത്രം. എല്ലാ കാര്യങ്ങളും കേൾക്കരുത്. അങ്ങനെ കേട്ടാൽ ഭർത്താക്കന്മാർ പെരുവഴിയാ. സ്വോത്രം. സന്തോഷമില്ലല്ലോ. അങ്ങനെ കേരളത്തിലൊരു സിനിമാക്കാരനുണ്ടായിരുന്നു, അവൻ്റെ പേരാ ദിലീപ്. സ്വോത്രം. അവനൊരു പെണ്ണിൻ്റെ വാക്ക് കേട്ടിട്ടാ എൻ്റെ വർഗീസ് പാസ്റ്ററെ ഇന്ന് ചക്ക കുടയുന്ന പോലെ കുടയുന്ന. സ്വോത്രം. അതുകൊണ്ടാണ് ഈ വാർത്തയിൽ വരുന്ന പിന്നിലൊരു മാടം. സ്വോത്രം. മാടത്തെ പുറത്തു കൊണ്ടുവരത്തില്ല. മാടത്തെ പുറത്തു കൊണ്ടുവരിക്കാൻ കാശ് നേരത്തെ ലോക്നാഥ് ബെഹ്റ മേടിച്ചു പോയി. സ്വോത്രം. അതുകൊണ്ടാണ് മാടം പുറത്തു വരാത്ത. സ്വോത്രം.
ഇതൊക്കെ സജുജാത്തന്നൂരെ പറയത്തുള്ളൂ, എനിക്ക് പേടിയില്ല സ്വോത്രം. ഇത് പോലീസുകാരാ പറഞ്ഞെന്ന് സ്വോത്രം. അവൻ കൈക്കൂലി മേടിച്ചിട്ടായി മാടത്തെ വരാച്ചത് സ്വോത്രം. അതുകൊണ്ട് ഇടയ്ക്ക് ചാനലിൽ വന്ന ഈ ആക്രമണത്തിൽ ഒരു മാടം ഉണ്ടെന്ന്. ഈ മാടം ആരാന്ന് ഞങ്ങൾ പറയുന്നില്ല. ഈ പെങ്കൊച്ചിൻ്റെ വാക്ക് കേട്ടാൽ പാവപ്പെട്ട ദിലീപ് ചക്ക പടിയുന്നത്. അതുകൊണ്ട് എന്താ സിൽവിപുരം കൊല്ലംകോട് അച്ചായന്മാർ അമ്മാമ്മമാർ പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കണം, മൊത്തവും കേൾക്കരുതേ, പരിപാടിയായിപ്പോ. സന്തോഷമില്ലല്ലോ സ്വോത്രം. അങ്ങനെ പറ്റിയതാ വാളയാർ പരമശിവൻ ദിലീപ്, കേൾക്കുന്നവർക്കായി സ്വോത്രം. അതുകൊണ്ട് ഈ സഹോദരി പറഞ്ഞു കേട്ടിട്ടെങ്കിൽ രക്ഷയില്ല. അവനിങ്ങനെ പറഞ്ഞു, ദൈവജനം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവജനം പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവകരമിറങ്ങി. എസ്തേർ കൊട്ടാരത്തിൽ തന്ന് ആരോട് പറഞ്ഞ്? രാജാവിനോട് പറഞ്ഞ്, അല്ലയോ അഹശ്വേരോശേ, നിന്നെ 2 അംഗരക്ഷകർ കൊല്ലാൻ പദ്ധതി വെച്ചപ്പോൾ വഴിവക്കി പാവപ്പെട്ട ഉപദേശിയായ മോർദെഖായി ഒരു തുണ്ട് തന്നോണ്ടല്ലേ നീ രക്ഷപ്പെട്ടത്? നീ വല്ലതും കൊടുത്തോ? രാജാവിൻ്റെ കണ്ണ് തുറക്കാനിടയായി. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഹൃദയം നുറങ്ങി നിലവിളിക്കുമെങ്കിൽ ഏത് കൊട്ടാരത്തിനകത്തും ദൈവകരം ഇറങ്ങി വരും. വിശ്വസിക്കുന്നവർക്ക് മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ കരുത്തുറ്റവർ പട്ടണത്തിൽ എഴുന്നേക്കട്ടെ. ഇന്ന് രാത്രി വിളിച്ചു പറ, ഹല്ലേലൂയ. കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, കരമുയർത്തുന്നവർക്ക്. എന്നാൽ ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ച താഴ്വരയിൽ കുഴികൾ വെട്ടിത്തരുന്ന ദൈവം. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? നീ സിൽവപുരത്ത് കർത്താവിനോട് നിലവിളിച്ച, കൊല്ലംകോട് ഉപവസിച്ചാൽ കൊട്ടാരത്തിനകത്തെ രേഖകളെ മാറ്റി എഴുതുവാ ദൈവകരം ഇറങ്ങി വരും. Something is happened in this moment. The precious moment, the mighty presence of Holy Spirit surrounded the convention day 3. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വചന ശുശ്രൂഷയും ആരാധനയും നടക്കുമ്പോൾ നിനക്കെതിരെ, നിന്റെ കുടുംബങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ട് കൊട്ടാരത്തിനകത്ത് പിശാച് വരച്ച രേഖകളെ മാറ്റുവാ ഇന്ന് രാത്രി. മോർദെഖായിയുടെ കണ്ണുനീരിനകത്ത് എസ്തേറിനെ കൊണ്ട് ദൈവം കാര്യങ്ങളെ ചെയ്യിപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി കരമുയർത്തുന്ന ദൈവമക്കൾക്ക് നിനക്ക് മുമ്പായി ദൂതനെ അയക്കുന്ന ദൈവ. കരമുയർത്തിയാട്ട ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവ, താമ്ര കഥകളെ വെട്ടിമാറ്റുന്ന ദൈവ, രാജാക്കന്മാരുടെ അന്തപുരത്തിനകത്ത് നിനക്ക് വേണ്ടി കൽപ്പനകൾ മാറ്റി എഴുതുവാ ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ആ കരം തളർന്ന കരമല്ല സഹോദരി. ദാനിയേൽ സിംഹങ്ങളുടെ കുഴിയിൽ വീഴുന്നതിന് മുമ്പ് സിംഹങ്ങളുടെ വായടയ്ക്കുവാൻ ഒരു കരമെങ്കിൽ 1000 ഹല്ലേലൂയ ശാപത്തിൽ കടന്ന രൂത്തിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരം ഇറങ്ങി വന്നപ്പോൾ അവളെ ബോവസിന്റെ വയലിലെത്തിച്ച കരമെങ്കിൽ ഇന്ന് രാത്രി ഒറ്റയ്ക്ക് ചക്കുമെതിച്ച ഗിദെയോന് ദൈവത്തിന്റെ കരമിറങ്ങി വന്നെങ്കിൽ മിദ്യാന്യ പാളയത്തെ തകർക്കുക അവന്റെ മേൽ ഒരു അഭിഷേകം ഇറങ്ങിയെങ്കിൽ ഈ രാത്രി വിളിച്ചു പറ, സൈന്യത്താലല്ല ശക്തിയാലല്ല, ദൈവത്തിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ശത്രുവിനെ മെതിക്കുക, ദുഷ്ടന്റെ കോട്ടകളെ തകർക്കുക. ഇന്ന് രാത്രി ഒരു അഭിഷേകത്തിന്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് സിസ്റ്റർ, ഇന്ന് രാത്രി പട്ടണത്തിന്റെ വിടുതലിന്റെ താക്കോൽ പരിശുദ്ധാത്മാവ് നിന്നെ ഏൽപ്പിക്കുന്ന രാത്രിയാ. വാലിബോ, ഇന്ന് രാത്രി കരം ഉയർത്തി പറ, രാജ്യങ്ങൾ പിടിച്ചടക്കുക, പട്ടണങ്ങൾ പിടിച്ചടക്കുക, ഉണ്മயான ദേവനുടെ വചനങ്ങളെ ചൊല്ലുക. അന്ത്യകാലത്ത് എൻ്റെ മേലൊരു അഭിഷേകം പകരുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ കണ്ണുനീർ വെറുതെയല്ല, നിന്റെ പ്രാർത്ഥന വെറുതെയല്ല, ഉപവാസം വെറുതെയല്ല. അന്തപുരത്തിനകത്ത് രാജാക്കന്മാരുടെ അടുത്ത് വരെ ഹല്ലേലൂയ ചെന്ന് നിനക്ക് വേണ്ടി മറുപടി എഴുതുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവശക്തൻ. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ആര് ചെയ്തു? അഹശ്വേരോശ് ആ തുണ്ട് പേപ്പറൊക്കെ തുറന്ന്, അയ്യോ കോവിഡ് കാലത്ത് ഞാൻ കിറ്റ് കൊടുത്തതാ. ആർക്ക് കൊടുത്തു? നാട്ടുകാർക്ക് കൊടുത്തു. ആ മോർദെഖായിക്ക് ഒന്നും കൊടുത്തില്ല. പിറ്റേന്ന് രാവിലെ ഹാമാൻ ഇനോവയായിട്ട് എവിടെ ചെന്ന്? പാലസിൽ ചെന്ന്. ഉടനെ എന്താ അഹശ്വേരോശ് പറഞ്ഞു, ബുക്കും പേപ്പറും കൊടുക്കാൻ. ഞങ്ങളുടെ ഭാഷ പെരിയ തലവർ പറയുന്നത് ബുക്കും പേപ്പറും കൊടുക്കാൻ. ഞാൻ ഒരാൾക്ക് ചില്ലറ അനുഗ്രഹം കൊടുക്കാൻ പോവുക. അപ്പോൾ ഹാമാൻ വിചാരിച്ച് ഞാനല്ലാതെ പിന്നെ ആർക്കും അനുഗ്രഹം തരുന്നു? വചനം മനസ്സിലാക്കണം. ഉടനെ പറഞ്ഞ് ഒരു കിയ കാർണിവൽ എഴുതായി. അപ്പോൾ അമ്മാമ്മയ്ക്ക് ഒരു കാറ് വേണം. അതുകൊണ്ട് രാജാവ് ഒന്ന് പറഞ്ഞു, ഹാമാൻ 2 എഴുതി, ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഭാര്യയ്ക്ക് കൂടെ എഴുതി. സ്വോത്രം. അതിൻ്റെ ഇടയ്ക്ക് മാർത്താണ്ടത്ത് 2 വില്ല എഴുതാൻ. പിള്ളേർ വളർന്നു വരുക 4 വില്ല. സ്വോത്രം. അത് കഴിഞ്ഞ് കളിക്കാവളെ 4 മുറി കട, 8 മുറി കട എഴുതി. എന്നിട്ട് പറഞ്ഞ് അമ്പൂരി 4 ഏക്കർ തോട്ടം. രാജാവിൻ്റെ 8 ഏക്കർ എഴുതി. അപ്പോൾ ഹാമാൻ ഒരു സംശയം, ഇതാർക്കാ? ഹാമാൻ ചോദിച്ചു, സാറേ ഇതാർക്കാ? ഓ, നമ്മുടെ ഈ വഴിവയ്ക്ക് പരസ്യമുഖത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന മോർദെഖായിക്കാ. അവൻ്റെ പാടാൻ തുടങ്ങി. മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. ഇന്ന് രാത്രി വിളിച്ചു പറ, ആരാധിക്കുന്നവൻ എഴുതി, നീ രേഖ എഴുതിയാൽ നിന്നെ കൂട്ടിനകത്താക്കുക. മോർദെഖായിയുടെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരമിറങ്ങി വരും. ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ പറയാം, ഈ ഒരു ദൂത് കേട്ടോണ്ട് ഇവിടുന്ന് ഇറങ്ങാവൂ. കഴുമരം ഉണ്ടാക്കിയത് ഹാമാന, പോസ്റ്റർ ഇട്ടത് ഹാമാന,
പക്ഷേ അതിനകത്താര് തൂങ്ങണമെന്ന് സ്വർഗത്തിലെ ദൈവം എഴുതും. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി വിളിച്ചു പറ, ആരൊക്കെ നിനക്കെതിരെ ബൗണ്ടറി കെട്ടിയാലും, ആരൊക്കെ നിനക്കെതിരെ വാത് കെട്ടിയാലും, സഹോദരി കരമുയർത്തി പറ, ഒരു ക്യാൻസർ നിനക്കെതിരെ തകർത്ത് വെച്ചുകൊണ്ട്, ചെറുപ്പക്കാരെ പറ, ഹാർട്ട് അറ്റാക്ക് എൻ്റെ നേരെ ആഞ്ഞടിച്ചുകൊണ്ട്, ഒരുപക്ഷെ എന്നെ കടക്കയിൽ കടത്തുമെന്ന് പല വാറണ്ടുകൾ നിനക്കെതിരെ വന്നാലും ഇന്ന് രാത്രി കരമുയർത്തി പറ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. യെസ്, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പോഞ്ഞെടുക്കും. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി ശത്രു എനിക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ മക്കൾക്കെതിരെ, എൻ്റെ ചർച്ചിനെതിരെ, എൻ്റെ മിനിസ്ട്രിക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. സ്തോത്രം. അതുകൊണ്ട് ഒരു യഹൂദനെ തകർക്കാൻ പാടാ. ഞങ്ങൾ ഇസ്രായേലിന് അനുകൂലമൊന്നുമല്ല. അവൻ ആരാന്നറിയാം? പണ്ടത്തെ കാലത്തെ നമ്മുടെ ഇവിടെ അടുത്ത് കിരാത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, മലയുള്ള, നിങ്ങൾക്കറിയത്തില്ല. സ്തോത്രം. അവിടെ ഒരു പുള്ളി വരുമായിരുന്നു, ഫെലിസ്തീൻ. അവൻ്റെ പേരായിരുന്നു ഗോലിയാത്ത്. നമ്മുടെ ദാവീദ് അവിടെ ചെങ്കവിള LP സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നവനായിരുന്നു. വല്ലവർക്കും അറിയാമോ? സ്തോത്രം. അന്ന് അവൻ ഒരു കുഞ്ഞ് നിക്കറുവിട്ട് ഒരു കല്ലും കവണയായിട്ട് നേരെ കിരാത്തൂരിലോട്ട് പോയി. വഴിയെ പോകുന്നവരവിടെ നോക്കി അവർ ചോദിച്ചു, പയ്യ നീ എങ്ക പോവത്? അവൻ പറഞ്ഞു, ഞാൻ ഗോലിയാത്തിനെ കൊഞ്ചം പാക്കത് പോവത്. സ്വോത്രം. തമിഴ് ഭാഷയെ സ്വോത്രം. കിരാത്തൂർ മലയിൽ നിൽക്കുക. അവിടെ ചെന്നപ്പോൾ ഈ കുഞ്ഞു പയ്യൻ സ്കൂളിലെ കുട്ടി നിക്കറും ഒരു സ്ലേറ്റും പെൻസിലും കവണ് 5 കല്ലുമായിട്ട് ഇങ്ങനെ വരുക. സ്വോത്രം. ഫെലിസ്തീനായ ദാവീദ് ചോദിച്ചു, നീ ഗോലിയാത്ത് ചോദിച്ചു, നീ എന്തിനാ വന്ന്? അയ്യാ ഉങ്ങളെ പാക്കതുക്ക് വന്നിരിക്കുന്നത്. സ്വോത്രം. നല്ല അരുമயான ചെയ്തികൾ. അവൻ അവിടെ നിന്ന് നാട്ടുകാർ ചിരിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് അഭിഷേകം കുഞ്ഞ ദാവീദ് കല്ലെടുത്ത് ഒരൊറ്റ അടിയും വെച്ച് കൊടുത്തത്. ആ കിടക്കുന്നു. 40 ദിവസം ഇസ്രായേലിൻ്റെ പാളയത്തെ വിറപ്പിച്ചവൻ ദിം തരികിടതവും. സന്തോഷമില്ലല്ലോ. അവൻ്റെ കൊച്ചുമക്കളാ ഇന്നത്തെ ഇസ്രായേൽ. എങ്ങനെ ഇരിക്കും? മിണ്ടണ്ട. സ്വോത്രം. അവൻ്റെ അന്നത്തെ കാലത്ത് LP സ്കൂളിൽ പഠിക്കുന്നവൻ ഫെലിസ്തീനെ അടിച്ചെങ്കിൽ അവൻ്റെ കൊച്ചുമക്കളാണ്. ഞങ്ങൾ അവർക്ക് അനുകൂലമല്ല. അങ്ങനെയെങ്കിൽ ഈ റഷ്യ ഉക്രൈൻ അവസാനിക്കത്തില്ല. ഇതെവിടത്തേക്ക് പോകും? എവിടത്തേക്ക് പോകുമെന്നറിയാമോ? ഇസ്രയേലിലേക്ക് പോകും. അതാ എൻ്റെ പ്രസംഗം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ സിറ്റുവേഷൻ കേട്ടോ, ഈ യുദ്ധം തുടങ്ങിയിട്ട് 28 മാസമായി ദൈവദാസന്മാർ. ഇന്ന് അമേരിക്ക പെരിയവരുടെ കൂട്ടത്തിൽ നിന്ന് മാറുക. കാനഡയും പറഞ്ഞു ഞങ്ങൾക്ക് പൈസ തരാനില്ല. അല്പം സഹായിക്കുന്ന ഫ്രാൻസും ബ്രിട്ടനുമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഇസ്രയേലിനെ താങ്ങി നിൽക്കുന്ന രാഷ്ട്രങ്ങൾ വീഴാൻ പോകുന്നു. ഇസ്രയേൽ കരയാനും പോകുന്നു. ഇനി ആ പ്രവചനം, ഇരമ്യ പ്രവചനം ബൈബിൾ എടുത്താട്ട്, അന്തിമദിനം ഇരമ്യ പ്രവചനം 22-ാം അധ്യായം 21, 22 വാക്യങ്ങൾ മോൾ വായിച്ച് സഹായിച്ചാട്ട്. ഇരമ്യ പ്രവചനം 22, 21, 22 വാക്യങ്ങൾ വായിക്കാം. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. നിന്നെ മടക്കി കൊണ്ടുവന്ന് വീടും കാറും പ്ലെയിനും നല്ല കണ്ടുപിടുത്തവും തന്നു. നിന്റെ ശുഭകാലത്ത് ഞാൻ ഇസ്രായേല് നിന്നോട് സംസാരിച്ചു. സ്വർഗം പറയുന്നു. അടുത്ത വാക്ക്, നീയോ ഞാൻ കേൾക്കുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ കേൾക്കുകയില്ലെന്ന് പറഞ്ഞു. അടുത്തത് അവന്റെ ജോലിയാ തെക്കോട്ട് പോകാൻ പറഞ്ഞു, വടക്കോട്ടേ പോകും. സ്വോത്രം. നടക്കരുത്. ഞാൻ കേൾക്കുകയില്ലെന്ന് പറഞ്ഞു. അടുത്ത പ്രവചനം വായിച്ചാട്ടെ. എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. പണ്ട് കാലത്തെ നിനക്കുള്ള ശീലം വാക്കനുസരിക്കാതിരിക്കുന്നത്. പറയാം. പണ്ട് ശൗൽ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു. കഴുതെ അന്വേഷിച്ച് പോയതാ. എന്താ സംഭവിച്ചതെന്നറിയാമോ? സ്തോത്രം. അവൻ അവസാനം വചനം വിട്ടു. ആദ്യ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഗിൽബോറ പർവ്വതനിരെ അവനും അങ്ങ് തീർന്നു. ശൗൽ. രണ്ടാമതൊരുത്തനുണ്ടായിരുന്നു ദാവീദ്. ദാവീദ് ആരായിരുന്നു? കാട്ടിനകത്ത് കരമടിച്ച് കൃപയാൽ ദൈവം എവിടെ കൊണ്ടുവന്നെന്നറിയാമോ? സ്തോത്രം. ഇസ്രായേലിൻ്റെ നല്ല രാജാവാക്കി. പിന്നെ അവൻ പള്ളിയിൽ പോകത്തില്ല. മാർത്താണ്ഡത്ത് നിന്ന് 4 ക്യാമറയുള്ള ഒരു മൊബൈലും മേടിച്ച്. സന്തോഷമില്ലല്ലോ. സ്തോത്രം. എന്നിട്ട് അവൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മേളി ഇരുന്ന് കറക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. എല്ലാവരും കേൾക്കണം. ഇന്ന് രാത്രി ഞാൻ വണ്ടി കയറുക. സ്തോത്രം. ഇത് നമ്മുടെ പെന്തിക്കോസുകാരിടയ്ക്ക് കൂടുതലാണ്. പിന്നെ ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ 2 ക്യാമറ ഉള്ളതേ വായിക്കത്തുള്ളൂ. സഹോദരിമാർ 4 ക്യാമറ, 4G പിക്ചർ മെഗാ. സന്തോഷമില്ലല്ലോ. സ്തോത്രം. അതുകൊണ്ട് പറയുക, സഹോദരി ആവശ്യമില്ലാതെ ക്യാമറയായിട്ട് മേളിൽ കയറരുത്. പണ്ട് ഇങ്ങനെ ക്യാമറയായിട്ട് കയറി മുഖം മിനിറ്റ്സ് ഫേസ് വാഷ് അടിച്ച് ഒരുത്തി ഉണ്ടായിരുന്നു. അവിടെ പേരാ ഇസബേൽ. സന്തോഷമില്ലല്ലോ. സ്തോത്രം. കര ഉയരുന്നില്ല. സ്തോത്രം. ഇതൊക്കെയാ പ്രസംഗം. ഇസബേൽ ഇങ്ങനെ മിനിക്ക് ഫേസ് വാഷ് അടിച്ച് വാട്സപ്പിൽ സംസാരിച്ചുകൊണ്ട് വന്നത് ആ കിടക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ടെറസിൻ്റെ മേളിൽ കയറി സഹോദരിമാർ ഫേസ് വാഷ് അടിക്കാൻ നിൽക്കരുത്. ഇസബേലിനാണ് കായ്പോ. ചൂട്ടിച്ചാ ദുഃഖിക്കേണ്ട. സന്തോഷമില്ലല്ലോ. സ്തോത്രം. ഇന്ന് രാത്രി കേട്ടോണം. കാര്യം പറഞ്ഞു തരാം. സ്തോത്രം. യവൻ അവസാനം ഊര്യാവിൻ്റെ ഭാര്യ വീട്ടിനകത്ത് കൊണ്ടുവന്ന് കാര്യങ്ങൾ കൈവിടപ്പെട്ടു പോയി. അപ്പോൾ പണ്ട് കരമടിച്ച് അന്യഭാഷ പറഞ്ഞതാ. സ്തോത്രം. അവസാനം ഈ കാര്യം ഊര്യാവിൻ്റെ തലേ വെക്കണം. ഇവൻ ആരാന്നറിയാമോ? ദാവീദ്. ഭയങ്കര ബുദ്ധിയുള്ളവനാ. അവൻ അവസാനം ഊര്യാവിനെ കൊണ്ടുവന്ന് ഗസ്റ്റ് ഹൗസ് റെഡിയാക്കി ഭാര്യയും ഊര്യാവിനെ അവിടെ ആക്കി. ഊര്യാവ് പറഞ്ഞു, ദാവീദിനോട് പറഞ്ഞു, എൻ്റെ ജനം പാളയത്തിനകത്ത് യുദ്ധം നടക്കുമ്പോൾ എൻ്റെ ഭാര്യയുമായിട്ട് ഗസ്റ്റ് ഹൗസിൽ ഞാൻ താമസിക്കാനോ? ദാവീദ് നടക്കത്തില്ല. കാര്യം കുഴപ്പമെന്നറിയോ? അവനെ ഒരു പരുവാക്കി. സ്തോത്രം. ആരാ?
ദാവീദ് ഭയങ്കര കൊട്ടേഷൻ ടീമൊക്കെ ആയിരുന്നു അവൻ കേട്ടോ. ഊര്യാവിനെ റെഡിയാക്കി. എന്നിട്ടും അവനൊരു സ്വസ്ഥതയില്ലായിരുന്നപ്പോൾ പാറശാല 21 ഡേയ്സ് ഫാസ്റ്റിംഗ്, അരുമയാണ് ഫാസ്റ്റിങ് കേട്ടല്ലോ. ദാവീദ് നല്ല റെഡിയായി അവിടെ പോയി നീങ്ങിപ്പോയി. എൻ്റെ ഭാരങ്ങൾ മാറിപ്പോയി, എൻ്റെ ശാപങ്ങളൊക്കെ അടിച്ചടിച്ച് റെഡിയാക്കി. സ്തോത്രം സ്തോത്രം. 21-ാം ദിവസം കർത്തൃമേശ എടുക്കാനൊക്കെ നിന്നേൻ്റെ അന്ന് ഒരുത്തൻ വന്നു. നാഥാന് ഊളിയക്കാരൻ നല്ല കഞ്ഞിയും പയറും ഒക്കെ റെഡിയാക്കി. ഉടനെ നാഥാൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ദാവീദിന് പിടികിട്ടി. യവനെ വീട്ടിൽ കൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഒരു ഹല്ലേലൂയ പറഞ്ഞ എൻ്റെ ഗൃഹം അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ദാവീദ് ഇന്നോവ തുറന്നു. ദാദാനോട് പറഞ്ഞു, നമ്മ വീട്ടിൽ അരുമയാന് ലിപ്റ്റൺ ടീ ഇരിക്കുന്നത്, ഇവിടെ കഞ്ഞിയെ കുടിക്കേണ്ട വരാൻ പറഞ്ഞു. സ്തോത്രം. എവിടെ കൊണ്ടുപോയെന്നറിയാമോ? വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ ചെന്നപ്പോൾ നാദാൻ പറഞ്ഞു, സഹോദരി കാപ്പിയൊക്കെ അവിടെ പെരിയ മതി, ദാവീദ് ഇവിടെ നിന്ന് ഇരിക്കാൻ പറഞ്ഞു. മുഖാമുഖം വരുന്നു. അയ്യാ എங்கே இருக்குது, സൗഖ്യം இருக்குது. ഞാനൊരു ചിന്ന കഥയെ പേശുന്നത്, തമിഴ്നാട്ടിലെ കണക്ക്. ഒരു കാര്യം പറഞ്ഞു, നിന്റെ രാജ്യത്തിൽ ഈ പട്ടണത്തിനകത്ത് 2 പേർ, ഒരുവൻ ധനവാൻ ഒരുവൻ ദരിദ്രൻ. ധനവാന്റെ വീട്ടിൽ ആടുമാടുകൾ ഇഷ്ടം പോലെ. ധനവാന്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു. പാവപ്പെട്ട ഒരു കർഷകനുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിൽ ഒരു പെണ്ണാടുണ്ടായിരുന്നു. ആ കുഞ്ഞാടിൻ്റെ പാല് കറന്ന് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ധനവാന്റെ വീട്ടിൽ വിരുന്നുകാരൻ വന്നപ്പോൾ പാവപ്പെട്ട സൈനികൻ ധനവാന്റെ ആൾക്കാർ പോയി പാവപ്പെട്ട കർഷകന്റെ കുഞ്ഞാടിനെ പിടിച്ചുകൊണ്ടുവന്ന് അതിനെ അറുത്ത് മട്ടൻ കറി വെച്ച് കൊടുത്തു. സ്തോത്രം. ആട്ടിൻ്റെ കൂടെ കിടന്ന് കൈയടിച്ചവൻ ആട്ടിൻ്റെ കാര്യം കേട്ടപ്പോൾ ഒറ്റ എഴുന്നേൽപ്പ്. നാഥാനോട് ചാരാ ആ ചാതിയം. സ്തോത്രം. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരാണ്, അയ്യാ ഒക്കാരെങ്കിൽ നമ്മൾ ശരിയാക്കി തരാം. സന്തോഷമില്ലല്ലോ. സ്തോത്രം. നാഥാൻ ശക്തനായ പ്രവാചകൻ. നാഥാൻ എഴുന്നേറ്റ് ദാവീദിനോട് പറഞ്ഞു, ദാവീദ്, ആ പാതകം ചെയ്ത കൊലപാതകൻ നീയാ. സ്തോത്രം. അപ്പൊ എന്താ കാര്യം? ദാവീദ് അവിടെ മുട്ടുമടക്കി. സ്തോത്രം. മുട്ടുമടക്കിയിട്ട് താൻ ചെയ്ത തെറ്റിനെ ഓർത്ത് കരയാൻ തുടങ്ങി. 51-ാം സങ്കീർത്തനം അവിടെ വച്ചാ എഴുതുന്നത്. കരമുയരുന്നവർക്കായി നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ക്കണമേ. ഞാൻ തെറ്റ് ചെയ്തു പോയി. സ്വർഗമേ, കാട്ടിനകത്ത് കരമടിച്ച് എനിക്ക് നീ വീടും കാറും തന്നു, പക്ഷേ അതിൻ്റെ നടുവിൽ ഞാൻ തെറ്റ് ചെയ്തു പോയി. ഒരിക്കൽ കൂടി കൃപാസനത്തിൻ്റെ മുൻപാകെ വന്ന് മുട്ടി വിളിക്കുന്നു, നിന്റെ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയരുതേ. കരമുയർത്തുന്നവർക്കായി. അയ്യാ അപ്പ, പ്രവചനമൊക്കെ നല്ലതാ. എന്താ യഥാർത്ഥ പ്രവചനം? പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി ഏത് സമയവും മരണം അവനെ പിടിക്കുന്നതിന് മുമ്പ് മടങ്ങി വന്ന് നിത്യതയ്ക്ക് വേണ്ടി മുട്ടുമടക്കുന്ന പ്രവാചകന്മാർ നമ്മുടെ ഇടയിൽ എഴുന്നേൽക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് അരുളി. കൊച്ചുനാളിൽ നീ എൻ്റെ വാക്ക് കേൾക്കത്തില്ല. അടുത്ത എൻ്റെ പ്രസംഗം എല്ലാവരും നോട്ട് ചെയ്യണം. അടുത്ത വാക്ക് വായിച്ചിട്ട് മോളെ. നിന്നെ മേയ്ക്കുന്നവരൊക്കെയും കൊടുങ്കാറ്റ് മേയ്ക്കും. കൊടുങ്കാറ്റ്. അത് പുയലല്ല. റീത്ത, കത്രീന, വിൽമ, ഹാർവി, ഓർമ്മ, മാത്യൊന്നും അല്ല. കൊടുങ്കാറ്റിന്റെ പേരാ സാമ്പത്തിക മാന്ദ്യം. കരമുയർത്തിയാട്ട് ലോകത്തിന്റെ സാമ്പത്തിക മാന്ദ്യം. എവിടാ? എല്ലാവരും കേട്ടോണം. ഓൺലൈൻ അമേരിക്കക്കാർ സ്ഥിരം എന്നോട് സംസാരിക്കുന്നത്. ദേവനേശൻ ഭാസ്കർ അറിയാം. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അവിടെ പ്രായം ചെന്ന അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും പെൻഷൻ കിട്ടി അവർ ജീവിക്കുന്നത്. 1. 2, കാനഡയിൽ പോയ പിള്ളേർ കേട്ടോണേ. ഇവിടെ നമ്മുടെ കള്ളു കുടിക്കാൻ പാറശാല പ്രശാന്തിയുള്ള കാനഡ മയക്കുമരുന്നാ. സ്വോത്രം. വഴിനീളം വിറ്റുകൊണ്ടിരിക്കുന്ന സ്വോത്രം. അയ്യോ, ബ്രിട്ടനി, UK പോയ പിള്ളേർ. ഇവിടെ പാറശാലയിൽ നിന്ന് എത്ര പിള്ളേർ പോയി? ദേവശോഭനം പാസ് അപ്പനോടും അമ്മയോടും വഴക്ക്. കിണറ്റിൻ്റെ മേളിൽ കയറിയിരിക്കുക. UK വീട്ടിലെ കിണറ്റി ചാടുമെന്ന്. സ്വോത്രം. എല്ലാം പലിശയ്ക്കടുത്ത് എല്ലാം UK പോയി പിള്ളേർ പഠിക്കാനായിട്ട്. ഈ വീട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ ഈ വീട്ടിൽ പ്ലാവുണ്ട്. പ്ലാവെന്ന് ഒരു ചക്ക അടത്തിയിട്ട് ചുള പറക്കാൻ പറഞ്ഞാൽ ഇന്നത്തെ പിള്ളേർ കേൾക്കത്തില്ല. അത് അപ്പൻ്റെ അമ്മയുടെ ജോലിയാണ്. ഇപ്പം എല്ലാവരും കേൾക്കണം. ഓൺലൈനിൽ വേണേൽ ഞാൻ അയച്ചു തരാം. ബ്രിട്ടണിൽ ചെന്നിട്ട് ആമസോണിൻ്റെ, ഫ്ലിപ്കാർട്ടിൻ്റെ കാർട്ടൂൺ എടുത്ത് ഈ പിള്ളേർ ചുമന്നുകൊണ്ട് കിടക്കുന്ന. എടാ, വീട്ടിൽ ചക്കച്ചോള പറിക്കാത്ത നീ അവിടെ ചെന്ന് കാർട്ടൂൺ ചുമക്കും. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. പച്ചയ്ക്കാൻ പറഞ്ഞുതരാം. എൻ്റെ വീഡിയോ അയച്ചു തന്നിരിക്കുക പിള്ളേർ നാട്ടിലൊന്ന് കാണിക്കാൻ. സ്വോത്രം. അവിടെയും കാശില്ല. അത് കഴിഞ്ഞ് ഇപ്പം ഫ്രാൻസ് ഒരു പരുവത്തിൽ പോന്നു. പറ്റിയ ഒരു സ്ഥലമുണ്ട്. നേഴ്സിംഗ് പഠിക്കുന്നവർ, IT എഞ്ചിനീയർമാർ. ഓസ്ട്രേലിയയിൽ പോകണം. 5 ലക്ഷം രൂപയും വീടും കിട്ടും. പോകുമ്പോൾ ഒരു ചായ എനിക്ക് മേടിച്ചു തരണം. ചെന്നിട്ട് പറ്റുമെങ്കിൽ ഒരു മണി ഓർഡർ അയച്ചു തരാം. സ്വോത്രം. പറ്റിയ സ്ഥലം ഓസ്ട്രേലിയ. ബാക്കി ഒരിടത്ത് പോയിട്ട് കാര്യമില്ല. എല്ലാം തീർന്നുകൊണ്ടിരിക്കുക. നിന്റെ സ്നേഹിതന്മാർ നിന്നെ വിട്ടുപോകുക. സാമ്പത്തിക മാന്ദ്യം. ഇവിടെയാ എൻ്റെ പ്രസംഗം. ചെവിയുള്ളവൻ കേട്ടോണം. കേട്ടോ. ഇന്ന് UN സെക്യൂരിറ്റി കൗൺസിൽ, ബൈബിളും പ്രവചനവും, UN സെക്യൂരിറ്റി കൗൺസിൽ 5 രാജ്യങ്ങൾക്ക് വീറ്റോ പവർ. 1 അമേരിക്ക, 2 ഫ്രാൻസ്, 3 ബ്രിട്ടൻ, 4 ചൈന, 5 റഷ്യ. ഇവർ 5 പേരും UN അകത്ത് വീറ്റോ പവർ. കേൾക്കണം. അപ്പം ഇന്നത്തെ ഹമാസിൻ്റെ കൂടെയും ഇറാൻ്റെ കൂടെ 2 പേരുണ്ട്.
ഒന്ന് റഷ്യ, 2 ചൈന. ഇസ്രയേലിൻ്റെ കൂടെ 3 പേര് നിൽപ്പുണ്ട്, അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ. അതുകൊണ്ടാണ് ഈ വെടിനിർത്തൽ ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ അമേരിക്ക കൈ ഉയർത്തും, അവിടെ നിൽക്കട്ടെ, തീർന്ന്. ക്ലിയർ ആയില്ലയോ? ഇനി ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നൊരു സംഭവം നിങ്ങൾ കേൾക്കണം, എല്ലാവരും കേൾക്കണം ഗഹനമായി. അമേരിക്ക തീരും. കാര്യം എന്താ? ഇന്ന് എണ്ണ വില അമേരിക്കൻ ഡോളറിലാണ്, സ്വർണ്ണ വിലയും അമേരിക്കൻ ഡോളറിലാണ്. അങ്ങനെയെങ്കിൽ താമസം വിന അമേരിക്കയുടെ കറൻസി ഡോളറിൽ നിന്ന് മാറും. അതുകൊണ്ടായി സൗദി അറേബ്യ റഷ്യയും ചൈനയും കൂട്ടുപിടിച്ചാൽ എണ്ണ വില ഡോളറിൽ നിന്ന് മാറിയാൽ അമേരിക്കയുടെ കാര്യം കട്ട പുകയാവും. കരം ഉയർത്തിക്കോ മക്കളെ. അമേരിക്കയുടെ കടം എത്ര ഉണ്ട്? 32 ഇട്ടിട്ട് 12 പൂജ്യം ഇട്ടാൽ അത്രയുണ്ട് കടം അമേരിക്കയുടെ. പണ്ട് നിരോധിച്ച നോട്ട് ഇന്നും പാറശാല പലരിൽ ഇരിപ്പുണ്ട്, 2000 നോട്ട്. അതിന് വല്ല രക്ഷയുണ്ടോ? ചുരുട്ടി കളയാൻ കൊള്ളത്തില്ല. ഒരു കാലത്ത് സജു ചാത്തന്നൂർ ഇന്ന് പറയുക, അമേരിക്കയുടെ കറൻസി 2000 നിരോധിച്ചതുപോലെ ഡോളറിന് യാതൊരു വിലയില്ലാതെ കാലം വരും. അമേരിക്ക കരയും. അമേരിക്കയിൽ ഒരു നല്ല സുവിശേഷകനുണ്ടായിരുന്നു, ബില്ലി ഗ്രഹാം. കേട്ട വല്ലവരും ഉണ്ടോ? ചോദ്രം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സോതോമിനകത്ത് ദൈവ ന്യായവിധി നടത്തിയെങ്കിൽ ഇന്ന് അമേരിക്കയിൽ നടക്കുന്ന പരിപാടികൾക്ക് ദൈവത്തിൻ്റെ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ കർത്താവ് സോതോമിൽ പോയി മാപ്പ് ചോദിക്കേണ്ടി വരും. അങ്ങനെ മാപ്പ് ചോദിക്കേണ്ടവനല്ല സ്വർഗത്തിലെ ദൈവം. ഇന്ന് സോതോമിൻ്റെ പാപം, സ്വർഗ വിവാഹം, ഇതെല്ലാം അമേരിക്കയിൽ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി തീർന്നില്ല. എല്ലാവരും കേൾക്കണം, ഓൺലൈനിൽ ദുബായ് കേട്ടുകൊണ്ടിരിക്കുക. അമേരിക്ക കഴിഞ്ഞാൽ ഇന്നത്തെ 2ാമത്തെ സോതോമിൻ്റെ പാപം ദുബായ. സ്വോത്രം. കള്ളുകുടി, ബാക്കിയെല്ലാം. അതുകൊണ്ട് അച്ചായ എല്ലാവരും കേൾക്കണം, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇന്ന് രാവിലെ ഞാനിവിടെ പ്രസംഗിച്ചു, 257.5 ഡിഗ്രിയാ ദുബായിൽ മഴ പെയ്തത്, അറബ് രാജ്യത്ത്. പണ്ട് മഴ പെയ്യ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലേ കണ്ടിട്ട് വെച്ചു, മോനെ നീ സൗദിയിലായിരുന്നല്ലേ, തിരിച്ചു പോന്നല്ലേ? പാസ്റ്റർ നോക്ക്, പ്രവാസി ആട്ടോ, പ്രവാസി തട്ടുകട, എന്നെ അവിടുന്ന് വണ്ടി കയറ്റിയ, നിന്നെ ഒന്നുമില്ലെന്ന്. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ഇത് തന്നെ ബൈബിള്. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിൽ പോകും, പിന്നെ അവർ നിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. അമേരിക്കയും മിണ്ടത്തില്ല, ബ്രിട്ടനും മിണ്ടാതിരിക്കുമ്പോൾ 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യയുടെയും ചൈനയുടെയും നേതൃത്വത്തിൽ ഇസ്രയേലിന് നേരെ എഴുന്നേറ്റു വരും. വചനം ക്ലിയറായി. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഇന്ന് ലോകരാജ്യങ്ങളെ മത്സരിക്കുന്ന ഇസ്രായേൽ. മോള് വായിച്ചാട്ടെ അടുത്ത വാക്യം. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും നിമിത്തം ലജ്ജിച്ച് അമ്പരന്നു പോകും. കരമുയർത്തിയാട്ടെ. ഇന്ന് ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഇസ്രായേൽ മുട്ടുമടക്കും. ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. തീർന്നില്ല. ബൈബിളിനകത്ത് അടുത്ത ഭാഗം. അപ്പൊ റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യം വരുമ്പോൾ എസക്കേൽ പ്രവചനം 38, 15, 16 വാക്യങ്ങൾ. മോള് വേഗത്തിൽ വായിച്ചട്ടെ. എസക്കേൽ 38, 15, 16 വാക്യങ്ങൾ. ദേശത്തെ മറക്കേണ്ടത്. നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും. ദാ കിടക്കുന്നു. റഷ്യയുടെ നേതൃത്വത്തിൽ, ചൈനയുടെ നേതൃത്വത്തിൽ 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ വടക്കേ അറ്റം സിറിയയുടെ ഗോലൻ കുന്നുവഴി യെരുശലേമിലേക്ക് വരും. ബൈബിളും പ്രവചനവും. അടുത്ത വാക്ക്. ദേശത്തെ മറക്കേണ്ടതിന് ഒരു മേഘം നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. കരമുയർത്തിയാട്ട് മക്കളെ. സ്വോത്രം. ഇതാ അന്തിമ യുദ്ധം. എന്റെ ജനമായ ഇസ്രായേലിന് നേരെ വരും. അടുത്ത വാക്ക് ഗോഗേ. ക്ലിയർ. അടുത്തത് ഗോഗേ. അന്ത്യകാലത്ത് ജാതികൾ കാണുകെ ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ വരുത്തും. ദാ കിടക്കുന്ന ഇസ്രായേലിന് നേരെ വരും റഷ്യ. അതാ ഒരു മേഘം. മേഘം എന്ന് പറയുന്ന കാർമേഘവും മിന്നലുള്ള മേഘമല്ല. ചെറുപ്പക്കാർ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മേഘത്തിന്റെ പ്രത്യേകതയാ യുദ്ധവിമാനങ്ങൾ. നിങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിൽ പോയിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ വെള്ളയും ചുമപ്പും, അല്ലെങ്കിൽ എമിറേറ്റ്സിന്റെ പച്ച, ഇൻഡിഗോയുടെ നീല, വിസ്താരയുടെ മഞ്ഞ. പക്ഷേ കാർമേഘത്തിൻ്റെ നിറമുള്ള 2 വിമാനങ്ങളുണ്ട്, വ്യോമസേനയുടെയും നാവികസേനയുടെയും വിമാനങ്ങൾ. അപ്പോൾ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് ടാങ്കുകളല്ല. കുഞ്ഞുങ്ങൾ, വിജ്ഞാനം നോട്ട് എന്നാ വിമാനം കണ്ടുപിടിച്ചത് 1903. അമേരിക്കയിൽ 2 ചെറുപ്പക്കാർ, റൈറ്റ് സഹോദരന്മാർ, ഇർബിയിലും ഓർബിയിലും ആ വിമാനം കണ്ടുപിടിച്ചത്. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് 2600 കൊല്ലം മുമ്പ് എസക്കേൽ എഴുതി വെച്ചു, അന്ത്യദിനത്തിൽ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് യുദ്ധവിമാനം. കരമുയർത്തുന്നവർക്കായി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമടുത്ത്.
നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം എവിടെ നടക്കും? 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, 2 ലോകത്തിലെ വൻശക്തികൾ. ആരാ യെറുശലേം? ഇസ്രയേൽ ആരാ? ഇസ്രയേൽ ആരാ? കേരളത്തിൻ്റെ 6 ഡിസ്ട്രിക്റ്റേ ഉള്ളു ഇസ്രയേൽ. 1 കോടി ജനം. ഏതൊക്കെയാ? ടെല്ലവീവ്, ജെറുസലേം, അഷ്കലോൻ, അഷ്തോദ്, യാഫ, ഹൈഫ. ഇത്രയേ ഉള്ളു ഇസ്രയേൽ. 6 ഡിസ്ട്രിക്റ്റ്, 1 കോടി ജനമേ ഉള്ളു. അതിൻ്റെ ഇടയ്ക്ക് യവന്മാരെല്ലാം കൂടെ റഷ്യ, ചൈന, ജോർദാൻ, ഈജിപ്റ്റ്, ലബനോൻ, സിറിയ, എത്യോപ്യ, ഇതെല്ലാം കൂടെ വന്നാൽ എങ്ങനെ ഇരിക്കും അമ്മമ്മേ? കളിക്കാവിളെ പാണ്ടിലോറിയുടെ കീഴിൽ തവള കയറിയോലിരിക്കും. സ്തോത്രം. പിന്നെ അനങ്ങാൻ പറ്റത്തില്ല. ഇന്ത്യ എന്നൊരു വിമാനം പോകണേ 5.25 മണിക്കൂർ വേണം നോൺ സ്റ്റോപ്പ്. എവിടാ? ടെല്ലവീവ്. അമേരിക്ക എന്ന് പറയണം തന്നെ 8 മണിക്കൂർ വേണം. അതിൻ്റെ ഇടയ്ക്ക് യേശാവിൻ്റെ മക്കളെ ചുറ്റും കിടക്കുക. യവന്മാരെല്ലാം കൂടെ നമ്മുടെ വാട്സപ്പ് അടിച്ച് ഒറ്റ വരവ് വരും. എവിടാ ഈ വരുന്നത്? അന്തിമ യുദ്ധം. ചിലർ പറയും ജെറുസലേമില, ചിലർ പറയും ഇന്ത്യയില. അവിടെ ഒന്നുമല്ല. അന്തിമ യുദ്ധം എവിടെ? ബൈബിളിനകത്ത് എല്ലാ ജാതികളും ഇസ്രായേലിനെതിരെ കൂടാൻ പോന്നു. യോവേലിന്റെ പ്രവചനം 3:9-11. മക്കളെ നിങ്ങൾ നോട്ട് ചെയ്യും, നിങ്ങൾ പ്രസംഗിക്കണം. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയുവിൻ. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയേണ്ടതിന് വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. വിശുദ്ധ യുദ്ധം. മോൾ അവിടെ നിന്നാട്ടെ. വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന ഒരു മതവിഭാഗമേ ഇവിടെയുള്ളൂ. സ്തോത്രം. ആ വിശുദ്ധ യുദ്ധം അത് പറയുന്നത് ആരാ? ക്രിസ്ത്യാനിയല്ല, ഹൈന്ദവനല്ല, അത് കഴിഞ്ഞിട്ട് ജൈനനല്ല, ബുദ്ധനല്ല. ഇസ്ലാം സഹോദരങ്ങൾ വിളിച്ചു പറയുന്നൊരു പേരുണ്ട്, ജിഹാദ്. കരമുയർത്തിയാട്ടെ. ഇതിൻ്റെ പേരാ വിശുദ്ധ യുദ്ധം. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. ഇതെവിടെ തുടങ്ങിയതാ? ചെറുപ്പക്കാർ കേൾക്കണം. ഇത് വിടങ്ങാൻ തുടങ്ങിയതല്ല. ഇതൊരു വീട്ടിൽ തുടങ്ങിയതാ. അബ്രഹാമിൻ്റെ വീട്ടിൽ തുടങ്ങിയതാ. ഇസഹാക്കും ഇസ്മായിലും. 1, 2. ഒരമ്മയുടെ ഉദരത്തിൽ 2 ഉണ്ടായിരുന്നു, ഏശാവും യാക്കോബും. സെമി ഫൈനൽ നടന്നതാ. ഏലാത്തടി ദാവീദും ഗോലിയാത്തും. ഇനി ഒരു ഫൈനൽ നടക്കാൻ പോന്നു. യഹോശാഫാത്ത് താഴ്വര. വായിരുമോളെ ഇത് കേൾക്കണം. ഇസ്രായേൽ 3:11 വായിച്ച ജാതികളെ 3:11 ജാതികളായുള്ളവരെ ബന്ധപ്പെട്ട് വന്നുകൂടുവിൻ. യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ. യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണം. ജാതികൾ ഉണർന്ന് യഹോശാഫത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. കരമുയർത്തിയാട്ടെ. അന്തിമ യുദ്ധം നടക്കുന്നത് ഇസ്രയേലിന്റെ പർവ്വതനിരയായ യഹോശാഫാത്ത് താഴ്വര. വളരെ ക്ലിയർ ബൈബിൾ. അല്ലാതെ ജെറുസലേമിലുമല്ല, ഇന്ത്യയിലുമല്ല, പാകിസ്ഥാനിലുമല്ല. ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിൽ വരട്ടെ. അങ്ങനെയെങ്കിൽ ഇത്രയും രാജ്യങ്ങൾ ഇസ്രയേലിന് നേരെ വന്നാൽ ഇന്ന് രാത്രി അവിടെ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്നൊരു കൂട്ടം എടുക്കപ്പെടും. കരമുയർത്തുന്നവർക്കായി ആരാ കൂട്ടം? യേശുവിൻ്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ ഈ തലമുറയിൽ എൻ്റെ കാന്തൻ വരാറായി. ഇന്ന് രാത്രി എല്ലാവരും ഇവിടെ 1 മിനിറ്റ് ശ്രദ്ധിക്കണം. ഇവിടെ കുഞ്ഞുങ്ങളെ കൊണ്ട് അനവധി സഹോദരിമാർ വന്ന് നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. സ്വോത്രം. പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ട് നിങ്ങൾ കൺവെൻഷൻ കൂട്ടങ്ങളിൽ വന്നിരിക്കുക. ലൈവ് ഉണ്ടായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നതായിരിക്കുന്ന കൊച്ചുമക്കൾ, 5 വയസ്സിൽ താഴെയുള്ള മക്കൾ. കേരളം ഇത് തമിഴ്നാടായതുകൊണ്ട് പറയുക. സ്വോത്രം. കേരളത്തിലും ഇന്ത്യയിലും 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു വാക്സിൻ കൊടുക്കുന്നുണ്ട്. പോളിയോ. എന്താ പോളിയോയുടെ പ്രത്യേകത? പോളിയോയുടെ പ്രത്യേകത നമ്മുടെ വീട്ടിൽക്കുള്ള ഒരു പിഞ്ചു കുളന്ത് കാല് മുടന്തി കിടക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റും അതുപോലെ തമിഴ്നാടിൻ ചെറുവ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ ഹെൽത്ത് സെൻറ്റർ, ടെലിവിഷൻ, നിങ്ങളുടെ വീട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം പറയും പോളിയോ പോളിയോ പോളിയോ. ഞായറാഴ്ച കുഞ്ഞിനെ കൊണ്ടുവന്നാൽ മതി, ഫ്രീ ആയിട്ട് വാ തുറന്നാൽ ഫ്രീ പോളിയോ. സ്വോത്രം. അന്നേരം ചില സഹോദരിമാർ പോളിയോ കൊടുക്കാതെ കുഞ്ഞിനെ കൊണ്ട് പാറശാല ഷീല കല്യാണം മണ്ഡലത്തിൽ ഫ്രൈഡ് റൈസ് തിന്നാൻ പോകും. സ്വോത്രം. പിന്നെ കർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വോത്രം. നീ കൊടുക്കേണ്ടത് നീ കൊടുക്കണം. അല്ല കുഞ്ഞിന് പോളിയോ കൊടുക്കുക, പാറശാല ഷീല കല്യാണം മണ്ഡലത്തിൽ ചിക്കൻ കാലി തിന്നാൻ പോയി കഴിഞ്ഞാൽ കാര്യം കൈവിടപ്പെട്ടു പോകും. സ്വോത്രം. ചില പെൺകൊച്ചുങ്ങൾ ഇതാ ചെയ്യുന്നത്. സ്വോത്രം. എന്താ പോളിയോ? ഇന്നെല്ലാവരും കേൾക്കണം. നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് മുടന്തി കിടക്കാതിരിക്കാൻ ഇസ്രയേലിലെ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ പേരാ ജോൺ ലിറ്റിൽ വാക്സ്. എത്ര ദിവസം കൊണ്ട് സയൻസും എല്ലാ കാര്യവും പറഞ്ഞു. കുഞ്ഞുങ്ങളെ നോട്ട് ചെയ്യണം. ഇന്നലെ ജെയിംസ് സിംസന്റെ കാര്യം പറഞ്ഞു. അവനെ അനസ്തേഷ്യ കണ്ടുപിടിച്ച് പോളിയോ കണ്ടുപിടിച്ച വാക്സിൻ കണ്ടുപിടിച്ച ചെറുപ്പക്കാരൻ്റെ പേര് ജോൺ ലിറ്റിൽ വാക്സ് അറ്റ് ഇസ്രായേൽ. അവനാ നോബൽ സമ്മാനം കിട്ടി. അവനായി പോളിയോ കണ്ടുപിടിച്ച്. എന്താ പോളിയോയുടെ പ്രത്യേകത? നമ്മുടെ വീട്ടിനകത്തൊരു കുഞ്ഞു മുടന്തി കിടക്കുവാൻ നമ്മുടെ ഗവൺമെൻറ് അനുവദിക്കത്തില്ല. അഡ്വാൻസ് പോളിയോ വരാനിരിക്കുന്ന കാല് തളർച്ച രോഗത്തിന്. എന്നാൽ ഇന്ന് രാത്രി മനുഷ്യകുലത്തിനൊരു പോളിയോ വന്നിട്ടുണ്ട്. സിൽവപുരം. ആ പോളിയോയുടെ പേരാ പാപം.
തിന്മയുടെ ശക്തി. പാപത്തിന് വാക്സിൻ ഉണ്ടോ? പാപത്തിന് ആൻറ്റിബയോട്ടിക് ഉണ്ടോ? പാറശാല SP പോയിട്ട് പറയണം പാപത്തിന് ഒരാഴ്ചത്തെ ആൻറ്റിബയോട്ടിക് തരാം. ഡോക്ടർ പറയും പുറത്തു പോകാം. തിരുവനന്തപുരം RCC ചെന്നിട്ട് പറയാം എൻ്റെ ശരീരത്തിൽ പാപം റേഡിയേഷൻ ചെയ്യും. അവർ പറയും പുറത്തു പോകാം. നെയ്യാറ്റിൻകര RIMS ചെന്നിട്ട് ഡോക്ടറോട് പറയാം എൻ്റെ പാപത്തിനൊരു സർജറി നടത്താൻ. തിന്മയുടെ ശക്തി അവർ പറയും ഒന്നുമില്ല. എന്നാൽ ഇന്ന കൺവെൻഷൻ കൂട്ടങ്ങളെ മൂന്നാമത് രാത്രി പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഇന്ന് രാത്രി ഒരു വാക്സിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അതിൻ്റെ പേരത്രേ കുഞ്ഞാടിൻ വിലയേറിയ രക്തം. നിന്റെ സകല പാപമല്ല, നിന്റെ സകല പാപവും ഇന്ന് രാത്രി ബാക്കി ശുദ്ധീകരിപ്പാൻ ഇന്ന് രാത്രി ഞങ്ങൾ ഒരു രക്തത്തെ പരിചയപ്പെടുത്തുന്നു. ആട്ടുംകുട്ടിயின் രക്തം. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവൻ്റെ രക്തത്താൽ ഇന്ന് രാത്രി എന്നെ ഒന്ന് കഴുകണമെങ്കിൽ யாரோ இந்த ஒளி பக்கத்தில் എന്ന് കരുത്ത തൂക്കി കർത്തർക്ക് മഹിമ കൊടുത്താൽ ഇന്ന് രാത്രി ഉൻ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ആ പുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ നാഥൻ വരാറായി. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. കാലം തീരാറായി, കാന്തൻ വരാറായി. നിൻ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇത്രയും ലോകരാജ്യങ്ങൾ ഇസ്രായേലിന് നേരെ വരുമ്പോൾ പോകാൻ പോകുന്ന ഒലിവലി മലയിലേക്ക് 4 വാക്യങ്ങൾ കഴിയുമ്പോൾ അവസാനിക്കും. സക്കറിയ പ്രവചനം 12:9-10. പടപട കുഞ്ഞു വായിച്ചാട്ടെ. സക്കറിയ പ്രവചനം 12:9-10. ഇസ്രായേൽ ജനം വായിക്കാം. അന്നാളിൽ ഞാൻ യെരൂശലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിക്കുവാൻ നോക്കും. യഹോശാഫാത്ത് താഴ്വര, ദ ടൗൺഷിപ്പ് ഈസ് ജെറുസലേം. ജെറുസലേമിനോട് ചേർന്ന താഴ്വരയാണ് ഇവിടെ. യെരൂശലേമിന് നേരെ വരുന്ന ജാതികൾ, അതാ സക്കറിയാവ് ഇന്നലെ വായിച്ചത്. ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. ബൈബിൾ പ്രവചനം എത്ര ക്ലിയർ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഞാൻ ദാവീദ് ഗ്രഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. ഇന്ന് അനുസരിക്കാത്ത ദാവീദിന്റെ കൊച്ചുമക്കൾ ബെഞ്ചമിന്റെ തന്നെയാകൂ മാറിയാലും അവന് വേണ്ടി പുറകെ വരുന്ന നേതാക്കൾ ലോകരാജ്യങ്ങളുടെ വാക്ക് കേൾക്കത്തില്ല. ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇസ്രായേൽ ഹമാസ് സംഘടന തുടങ്ങിയിട്ട് ഇന്ന് എത്ര മാസമായെന്നറിയാമോ? 8 മാസം കഴിഞ്ഞിരിക്കുക. 9-ാം മാസം 35,000 പേരാ മരിച്ചത്. ഇന്നലെ രാത്രിയും പറഞ്ഞില്ല 14,000 പിഞ്ചു കുഞ്ഞുങ്ങളാണ് മരിച്ചത്. കണ്ണി ചോരയില്ല. ലോകരാജ്യങ്ങൾ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. യവൻ മുട്ടുമടക്കും. സ്വോത്രം. ഞങ്ങൾ ഒരു രാജ്യത്തിന് തെറ്റ് പറയത്തില്ല. ഇസ്രായേൽ വെടി നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. സ്വോത്രം. യുദ്ധം അവസാനമല്ല. കണ്ടോ? അടുത്തത് ഈ രാജ്യങ്ങൾ അവനെതിരെ കൂട്ടമായിട്ട് വരും. അടുത്ത വാക്യം മോള് വായിച്ചാട്ടെ. വായിച്ചാട്ടെ. ജാതികൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. അവർ നോക്കും. അടുത്തത് ഏകജാതിനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവരെ കുറിച്ച് വിലപിക്കും. ഇത്ര ലോകരാഷ്ട്രങ്ങൾ യഹൂദന്റെ നേർക്ക് വന്നാൽ അവന്റെ അയൺഡോമും ഉയരത്തില്ല, ഭീമും ഉയരത്തില്ല, അവന്റെ മിറാഷ് ഉയരത്തില്ല, മെഗും ഉയരത്തില്ല. അന്ന് വീട്ടിനകത്ത് യഹൂദൻ ഇറങ്ങി കുത്തിയവങ്കിലേക്ക് നോക്കും. കരമുയർത്തുന്നവർക്കായി. ആരാ? പീലാത്തോസിന്റെ അരമനയിൽ 2 കൂടുകൾ. ഒന്നിനകത്ത് വാഴ്ത്തപ്പെട്ട കർത്താവ്, മറ്റേ കൂടിനകത്ത് ബറബാസ്. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറയിലും ഭവിക്കട്ടെ. ഇന്ന് രാത്രി കേൾക്കുന്നവർ, ഗതസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ അവൻ പരമയാഗമായി. ഒരു സൈന്യാധിപൻ കുന്തമെടുത്തു, പടയാളി അത് ഏറ്റുവാങ്ങി. എൻ്റെ നാഥന്റെ ചങ്കിനകത്ത് കുത്തിയപ്പോൾ 6 ലിറ്റർ രക്തവും വെള്ളവും ഒഴുകിയെങ്കിൽ അവിടത്തേക്ക് നോലൊക്കെ നിലവിളിക്കും, യേശുവേ യേശുവേ ഞങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ല. കരമുയർത്താതാ പറഞ്ഞ ഏകജാതനെ ചൊല്ലി വിലപിക്കും. അതിൻ്റെ മലയാളം തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി വെളിപ്പെട്ടു വരും. കരമുയർത്തുന്നവർക്കായി യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരുന്ന കാലമായി. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകത്തിൻ്റെ അവസാനത്തിന് അടയാളം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അതിൻ്റെ കൊമ്പിളതായി ഇല തളർക്കുമ്പോൾ വേനൽ. യഹൂദൻ നിലവിളിക്കാൻ പോകുന്നു അന്തിമ ദിനങ്ങളിലേക്ക്. സ്വോത്രം. ആരാ? ഇസ്രായേൽ പാളയത്തിനകത്ത് നിലവിളി. അതാ കുഞ്ഞു വായിച്ചത്. ഏകജാതനെ ചൊല്ലി അവരുടെ നിലവിളി ഉയരും. കണ്ണുനീരിനെ മറികടക്കുന്നവനാണോ സ്വർഗത്തിലെ ദൈവം? പൗലോസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എബ്രായരിൽ എബ്രായനാ ഞാനും. അവൻ സ്വന്തം കുലത്തെ മറക്കുമോ? ഒരു നാളും മറക്കയില്ല. യഹൂദന്റെ നിലവിളിയുടെ മുൻപിൽ അന്നൊരു സംഭവം സംഭവിക്കും. അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. ആരാ?
സാധാരണ ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്. അവന്റെ കരച്ചിൽ എവിടെ? പാളയത്തിനകത്ത് നിന്ന്. നൈൽ നദിക്കകത്ത് നിലവിളി ഉയർന്നപ്പോൾ ദൈവത്തിന്റെ കരം എവിടെ എത്തിയെന്നറിയാമോ? ഫറവോന്റെ കൊട്ടാരത്തിനകത്തെത്തി. ആരാ? ഫറവോന്റെ പുത്രിയെ. നാം ആരാധിക്കുന്ന ദൈവമാര് ഇന്ന് രാത്രി കരമുയർത്തി. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് വിശ്വസിക്കുന്നവർ പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ തായെ തകർപ്പരെ ഇരിക്കുന്നത് അറിയുന്ന ദൈവം, എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, നടപ്പും കിടപ്പും അറിയുന്ന ദൈവം, ദൂരത്ത് നിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവം, ആകാശത്ത് കയറിയാൽ അവന്റെ കരം തേടിയെത്ത്, കീഴെ പാതാളത്തിനകത്ത് കിടക്ക വരിച്ചാലും അവന്റെ കരം നിന്നെ തേടിയെത്ത്. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്ക് നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് കൊല്ലംകോട് 10,000 പേരും വീഴും. അപ്പ അമ്മ നീ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? നിന്റെ കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവം, മനുഷ്യപുത്രന്മാരെ ഉറ്റുനോക്കുന്ന ദൈവം. ഇവിടെ കടൽ ഇളകട്ടെ, സുനാമി വരട്ടെ, കീഴ ശാശ്വത ഭുജങ്ങൾ വച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി കരമുയർത്തി പയറുന്നവർക്ക് ഇയ്യോബിന്റെ ഭവനത്തെ വേലി കെട്ടി കാത്ത ദൈവം എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും കാക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ, എൻ്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ എത്ര പേര് ഇന്ന് രാത്രി കരമുയർത്തും? സിംഹത്തിന്മേലും ആണലിന്മേലും ഞാൻ ചവിട്ടും, പെരുമ്പാമ്പിനെയും മതിച്ചുകൾ. എൻ്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം. അപ്പച്ചാ അമ്മച്ചി ഇന്ന് രാത്രി പറ, അവനറിയാതെ എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലെ താഴെ വീഴുക, കരത്തെ തൂക്കി കർത്തരക്ക് മഹിമായി താഴെ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. അതുകൊണ്ട് ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങൾ 3ാമത് നാൾ നൈറ്റ് കിഴമേ പറയണം, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. കരമുയർത്തുന്നവർക്ക് അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. കരമുയർത്തിയാട്ടെ ഇന്ന് രാത്രി പറ, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കുക. കൊല്ലംകോട് പറ, കരമുയർത്തുന്നവർ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. വചനം ഏറ്റെടുത്ത് ഇന്ന് രാത്രി പോകാവൂ. തൊട്ടൻ്റെ പോരുകളെ മാറ്റുക. ഇന്ന് രാത്രി വചനത്തിൻ്റെ ശക്തി കഴിയും. വാഗ്ദത്തമുള്ളവൻ. നൈൽ നദിക്ക് കടന്ന പിൻപിലൊരു ചരിത്രമുണ്ട്. പിന്നത്തതിലൊരു കോല് കൊണ്ട് അവൻ ചെങ്കടലിനെ വിഭജിക്കണം. ദൈവദാസന്മാർ, അങ്ങനെ പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ, കരമുയർത്തി പറ, പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ട്യൂമറിന് കഴിയത്തില്ല. ഇന്ന് രാത്രി പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ കിഡ്നി രോഗത്തിന് കഴിയത്തില്ല. സഹോദരി, നിന്റെ തൈറോയിഡിന് നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ചെറുപ്പക്കാര, ഇന്ന് രാത്രി നിന്റെ ഹല്ലേലൂയ കിഡ്നിയെ തകർക്കുവാൻ ഒരു ദൂട്ടപിശാചിന് കഴിയത്തില്ല. കരമുയർത്തിയാട്ടെ, ദൂട്ടപിശാച് നടുങ്ങട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവൻ. ലോകം പറയും അസാധ്യം, impossible, but the third day convention we are saying in this night, my Jesus is providing possible. കരമുയർത്തുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. വാഗ്ദത്തമുള്ളവൻ. നൈൽ നദിക്കകത്ത് നിലവിളിക്കുക. നല്ല പ്രസംഗം കേട്ടോണം. കൊട്ടാരത്തിൽ നിന്ന് ആൾ വന്നു. ഇന്ന് രാത്രി നമ്മുടെ ഇവിടെ ഒരു പയ്യനെ, ഒരു പൈതലിനെ വെള്ളത്തിൽ ഒഴുകി വിട്ടാൽ തമിഴ്നാടിൻ മുതലമച്ചർ മക്കള് ഇങ്ക പുഴയിൽ കൊല്ലംകോട് കുളിക്കാൻ വരുമോ? അയ്യാ, വരക്കൂടാതെ. ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ മക്കൾ വരുമോ? വരക്കൂടാതെ. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മക്കൾ ഇങ്ക കൊല്ലംകോട് തോട്ടി കുളിക്കാൻ വരുമോ? പക്ഷേ വാഗ്ദത്തമുള്ളവൻ്റെ നിലവിളി ഉയരത്തിലെത്തിയാൽ അന്തഃപുരത്തിനകത്തിരിക്കുന്ന ഫറവോന്റെ മകള് കൊട്ടാരത്തിൻ്റെ അകത്ത് നിന്ന് കുളിക്കടവിൽ കൊണ്ടുവന്നെങ്കിൽ ആ കരം തളർന്ന കരമല്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ, എൻ്റെ ബലഹീനതയുടെ നടുവിൽ, എൻ്റെ കഷ്ടതയുടെ നടുവിൽ, എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ എൻ്റെ വീട്ടിക്കുള്ള ഞാൻ നിലവിളിച്ചാൽ അന്തഃപുരത്തിനിരിക്കുന്നവർ ഹല്ലേലൂയ എൻ്റെ വിഷയത്തിന് കൊണ്ടുവന്ന് എനിക്ക് മറുപടി തരുവാൻ മോശയുടെ കണ്ണുനീരിനകത്തിറങ്ങി വന്ന കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഉലകത്തിലെല്ലാ കാര്യവും ഞാൻ പഠിച്ചതാണ്. ഒരമ്മ തൻ പിള്ളേക്ക് മുലപ്പാല് കൊടുത്ത ശമ്പളം മേടിച്ചത് ഒരു പുസ്തകത്തിലുമില്ല. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്തുണ്ട്. കരമുയർത്തുന്നവർക്കായി ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ. സ്വോത്ര അങ്ങനെ ഒരു സംഭവം. യഹൂദൻ നിലവിളിക്കും അവൻ്റെ കണ്ണുനീര്. എന്താ? നല്ലൊരു പാട്ടുണ്ടല്ലോ, സ്വോത്രം. ഇവിടെ എല്ലാ സ്ഥലത്തും ലാഭമുണ്ട്. ഈ പാറശാല, DDRC മെട്രോ, കളിക്കാവിള ഇഷ്ടം പോലെ, മാർത്താണ്ഡം, നെയ്യാറ്റിങ്കര ആശുപത്രി ജംഗ്ഷൻ്റെ ഒരു 50 ലാഭം. ഇപ്പോൾ സിയോൺ ലാഭം, ശക്കീന ലാഭം, എല്ലാ ലാഭവും സ്വോത്രം അവിടെ എല്ലാം ഉണ്ട്. അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കണ്ണ്, കാല്, മൂക്ക്, പല്ല്. ഇപ്പം ലാഭകാരി പുതിയതും കണ്ട് തലമുടിയും കൂടെ ടെസ്റ്റ് ചെയ്യുമെന്ന്. സ്വോത്രം. ആലുവായി യഹോവ സാക്ഷികളിൽ ഒരമ്മച്ചി മരിച്ചപ്പോൾ എല്ലും പല്ലും ഒന്നും കിട്ടിയില്ല, തലമുടിയാണ് കിട്ടിയത്. ആദ്യം അമ്മച്ചിയെ കണ്ടുപിടിച്ച ദേവനേശം പാസ്റ്റർ DNA തലമുടി. സ്വോത്രം. അതുവരെ ടെസ്റ്റ്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാം. 15 കൊല്ലമായി സ്റ്റാലിൻ്റെ കൂടെ പാടിക്കൊണ്ടിരിക്കുക. 15 കൊല്ലമായി കർത്താവിൻ്റെ വേല നിൽക്കുന്നവർ. 15 കൊല്ലമായി കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ലാബ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ?
ഇന്ന് രാത്രി ഞങ്ങൾ നിർത്താം. അങ്ങനെ ഒരു ലാഭമുണ്ട്. 7 ദിവസവും വർക്ക് ചെയ്യുക, 24 മണിക്കൂറും അത് ഓപ്പണാണ്. 365 ദിവസം ലോക്ക്ഡൗണും ക്വാറന്റൈനുമില്ല. അതുകൊണ്ട് അരുമയാണ് ദേവപിള്ളകൾ സ്റ്റേജിക്കകത്ത് പാടും, ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകിരി. കരമുയർത്തുന്നവർക്കായി ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുന്നവനും ഉറങ്ങുന്നവനുമല്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ബഹുമാന്യനാം ആചാര്യനായി വാനിലവൻ വാഴുകയാൽ അന്നൊരു സംഭവം നടക്കും. പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗം, എൻ്റെ നാഥൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. എല്ലാവരും ബൈബിൾ തുറന്നാട്ട് സക്കറിയ പ്രവചനം 14:4-5. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ കൺവെൻഷൻ പ്രസംഗിക്കുന്നത്. സക്കറിയ പ്രവചനം 14:4-5 വായിച്ചാട്ട് മോളെ. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമലയിൽ നാഥന്റെ കാൽ നിൽക്കും. അടുത്ത വാക്ക്, ഒലിവുമല കിഴക്കു പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി പിളർന്നു പോകും. പണ്ട് മോൾ അവിടെ നിന്ന് നിൽക്കട്ടെ, 2 മിനിറ്റ് സമയം എടുത്താലും വേണ്ടിയല്ലോ. പണ്ടൊക്കെ ഒരു പാട്ടുണ്ടായിരുന്നു, നല്ല അരുമயான പാടൽ. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ വരവിനായി, കടലിൻ മുഴക്കം കേൾക്കുന്നു, ഭരണകൂടങ്ങൾ തകരുന്നു, പ്രാക്കളെപ്പോലെ നാം പറന്നിടുമേ. തമിഴ്നാട്ടിൽ പിന്നെ അരുമயான പാടൽ. എന്നാൽ കേരളാവിൽ വന്ന് പെന്തിക്കോസുകാരുടെ പാട്ടിൽ പാലാപ്പള്ളി തിരുപ്പള്ളി രാക്കുളിരേറൻ രാവാണ്. സന്തോഷമില്ലല്ലോ, നീ എല്ലാ അക്കരെ നാട്ടിൽ പോ. സ്വോത്രം സ്വോത്രം. പണ്ടത്തെ അരുമயான പാടൽ ശിംഷോൻ പാസ്റ്റർ ഇട്ടിരിക്കുന്നു. കടലിൻ മുഴക്കം കേൾക്കുന്നു. കൺവെൻഷൻ കൂട്ടത്തെ അരുമயான പാട്. ചൂള പോലെ കത്തുന്ന നാൾ വരുന്നിതാ, ഈ ലോകം കത്തി നശിക്കും. പോയില്ലേ? ഇന്ന് ഞങ്ങളുടെ പാട്ടുകാരടക്കം ചിലർ നുഴഞ്ഞു കയറി. സ്വോത്രം. അവരൊക്കെ പാടുന്ന പാട്ട് കേട്ടാ സ്വോത്രം. സ്റ്റേജിൽ നിന്ന് പിന്നെ മിണ്ടാതിരുന്ന ദൈവം എന്നങ്ങ് അറിയുമോ? സ്വോത്രം. അവിടം വരെത്തി ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. സ്വോത്രം. ഈ അടുത്ത സമയത്ത് ഒരു പയ്യൻ നെടുമങ്ങാട്, ഞാൻ പാട്ടിനെതിരല്ല, യവൻ സ്റ്റാൻലി ഇവിടെ ഇരിക്കുക, അവൻ കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നത്. ഒരു പയ്യൻ ശിംഷോൻ പാസ്റ്റർ മൈക്ക് എടുത്തിട്ട് 5-8 മിനിറ്റായിട്ട് പാടുക, മാറിൽ ചാരിയിടുവാൻ, മാറിൽ ചാരിയിടുവാൻ. എനിക്കാന്ന് ഇച്ചിരി BP കൂടിയിരിക്കുക. സ്വോത്രം. ഞാൻ സ്വോത്രം. വർഗീസ് പാസ്റ്റർ ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു മൈക്കൊന്ന് താക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 10 മിനിറ്റായിട്ട് സ്റ്റേജിൽ ഇരിക്കുക ഞാൻ. നീ മാറിൽ ചാരിയിടുവാൻ ആരാരെ മാറി ചാരും മര്യാദയ്ക്ക് പറയണില്ല, നാളെ നീ പാടത്തില്ലെന്ന് പറഞ്ഞു. സ്വോത്രം. പാട്ട് നല്ലതാ, 10 മിനിറ്റായിട്ട് പാടും, മാറിൽ ചാരിയിടുവാൻ. സ്വോത്രം. പാട്ടൊക്കെ നല്ലതാ, അതിൻ്റെ ട്യൂണി പാടണം. സ്വോത്രം. ഇന്ന് പെന്തിക്കോസിനകത്ത് നിത്യാടത പാട്ടില്ല. കുഞ്ഞാട്ടിൻ വിലയേറിയ രക്തം, പുത്തന മെറുശലേം, ഹല്ലേലൂയ. പണ്ടത്തെ പാട്ട് യേശു വരാൻ കാലമായി. എത്ര സ്വോത്രം. അന്നത്തെ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രത്യാശ അവസാന നിത്യതയ്ക്ക് വേണ്ടിയുള്ള പാട്ടുപാടിയാണ് അവസാനിപ്പിക്കുന്നത്. ഇന്ന് കൊല്ലങ്കോട് അതുപോലെ സിലവപുരം ഇരിക്കുന്ന ദൈവമക്കളെ, വചനം നല്ലതാ, ആരാധന നല്ലതാ, വിടുതൽ നല്ലതാ, പാട്ട് നല്ലതാ. നമ്മുടെ ഏക പ്രത്യാശ നമ്മുടെ കാന്തൻ്റെ വരവാണ്. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു കൂട്ടം ദൈവദാസന്മാർ ദൈവമക്കൾ ഈ പട്ടണത്തിൽ എഴുന്നേൽക്കട്ടെ. അന്നാളിൽ അവൻ്റെ കാൽ ഒലിവുമല ചവിട്ടും, ഒലിവുമല രണ്ടായി പിളരും. ഇനി ചെറുപ്പക്കാരെല്ലാം കേൾക്കണം, ഇസ്രയേലിൽ ഇന്നൊരു മലയാ ഒലിവുമല. ഒലിവുമലയിൽ ഒരു റിസോർട്ടുണ്ട്, 7 ആർച്ച് റിസോർട്ട്. ആ 7 ആർച്ച് റിസോർട്ടിൽ അതിനോട് ചേർന്ന് 2009, എല്ലാവരും കേൾക്കണം, ഓൺലൈൻ ഹെബ്രോൻ TV, 2009 2 ഹോട്ടൽ ബ്രിട്ടനിൽ, ഫ്രാൻസും. അത് ഫ്രാൻസിലെ ഹിൽട്ടണും ഷെറാട്ടനും വന്നു ഒരു ഹോട്ടൽ പണിയാൻ. ഇസ്രായേലിൽ നിന്ന് 100 വർഷത്തെ പാട്ടക്കരാർ. നമ്മുടെ കൊല്ലങ്കോട് ഒരു വീട് വെക്കതക്ക് ആശാരി, മേശിരി, JCB, പാറ. പക്ഷേ പാറശാല ടൗണിൽ കെട്ടിടം പണിയാൻ പയലിങ്. അവർ പയല് ചെയ്തപ്പോൾ ഒരു കാഴ്ച കണ്ടു. എന്താ കണ്ടതെന്നറിയാമോ? ഒലിവുമലയുടെ അടിവാരം പിളർന്നിരിക്കുന്നു. സ്വോത്രം. അപ്പം യഹൂദന് സംശയം കേട്ടോ. യഹൂദന് സംശയം. യഹൂദൻ എന്ത് ചെയ്ത്, നമ്മൾ എൻഡോസ്കോപ്പ് ഇടുന്ന പോലെ ക്യാമറ ഇറക്കിയപ്പോൾ അവിടെ ഭയങ്കര മുരൾച്ച സൗണ്ട്. അയ്യാ, തായേ, തകർപ്പരെ, തങ്കച്ചേ, ഒലിവുമലയുടെ അടി പാറ പിളർന്ന് മുരൾച്ച തുടങ്ങിയെന്ന്. നമ്മുടെ പെന്തിക്കോസുകാരൻ ലോത്തിൻ്റെ ഭാര്യയെ പോലെ ഇന്ന് ഇവിടെ നിൽക്കുക, കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. അവിടെ ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, നമുക്ക് ഇതുവരെയും ചലനമില്ല. സ്വോത്രം. ഇന്ന് രാത്രി ഒലിവുമല രണ്ടായി പിളരും. അതാ കുഞ്ഞ് വായിച്ചത്, ഒരു താഴ്വര അവിടെ രൂപാന്തരപ്പെടും, റിഫ്റ്റ് വാലി. ലോകം കണ്ട ഏറ്റവും വലിയ ഭൂകമ്പം. കേട്ടോണേ, ഇനി ഞാൻ എൻ്റെ പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗം. ലോകം കണ്ട ഏറ്റവും വലിയ ഭൂകമ്പം. 6000 കിലോമീറ്റർ ഭൂമി വിണ്ട് കീറും. 6000. ഇറാഖ് മുതൽ സൗത്ത് ആഫ്രിക്കയിലെ മൊസാംബിക്ക് വരെ ഭൂമി പിളരാൻ പോന്നു. അവൻ്റെ കാൽ ഒലിവുമല ചവിട്ടും. അടുത്ത വാക്ക് മോള് വായിച്ചാട്ടെ. ഏറ്റവും വലിയ താഴ്വര റിഫ്റ്റ് വാലി. വായിക്കാം. മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും വാങ്ങിപ്പോകും. എല്ലാം ഈ കുഞ്ഞു വായിക്കുന്ന നോട്ട് ചെയ്യണം. അതുകൊണ്ട് മോൾക്ക് ഈ വാക്യം കൊടുത്തത് കേട്ടോ. ഒരു പകുതി വടക്കോട്ട്, ഇസ്രായേലിന് വടക്ക് കിടക്കുന്നതാ ഇറാഖ്, മറ്റേ കിടക്കുന്നത് ദക്ഷിണാഫ്രിക്ക.
ദക്ഷിണാഫ്രിക്കയിൽ ഒരു സ്ഥലമാ മൊസാംബിക്ക്. വായിക്കാം, അത് ബൈബിളിനകത്ത് ക്ലിയർ. അടുത്ത് വായിക്കാറ്. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എന്നതുകൊണ്ട് ആസല ഇന്നത്തെ മൊസാംബിക്ക്, സൗത്ത് ആഫ്രിക്ക 6000 കിലോമീറ്റർ ഭൂമി വിണ്ട് കയറും. ഇതാ എൻ്റെ പ്രസംഗം അവസാന ഭാഗത്തിലേക്ക്. 1, യെരുശലേമിനെതിരെ ജാതികൾ വിരോധമായി കൂടി വരും. 2, യഹൂദൻ നിലവിളിക്കും. 3, അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. അന്ന് 4-മത്തെ കാര്യം, 6000 കിലോമീറ്റർ ഒലിവുമല പിളരും സംഭവങ്ങൾ. എന്നാൽ ഈ 4 കാര്യം സംഭവിക്കുന്നത് ഇസ്രയേലിനകത്താ. അതിനു മുമ്പ്, ഒലിവുമല പിളരുന്നതിന് മുമ്പ് കൊല്ലങ്കോട് സിൽവിപുരത്തും മറ്റൊരു കാര്യം സംഭവിക്കും. അതിൻ്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം. കരമുയർത്തുന്നവർക്കായി പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി സിൽവപുരമേ, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലാൽ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഒലിവുമല പിളർന്നാൽ 2 വാക്യം കൂടെ കഴിയുമ്പോൾ അവസാനിക്കും അന്നത്തെ സംഭവം. അതിനു മുമ്പ് ദൈവസഭ എടുക്കപ്പെടും. വായിക്കാം, എസെക്കിയേൽ 38:19-20. കുഞ്ഞുങ്ങൾ ബൈബിൾ എടുത്താട്ട് നിങ്ങളെല്ലാം പ്രസംഗിക്കണം, നാട്ടുകാരോട് ഈ കാര്യം പറയണം. എസെക്കിയേൽ 38:19-20 എടുത്താട്ട് കുഞ്ഞ്. അന്നാളിൽ നിശ്ചയമായി ഇസ്രായേൽ ദേശത്തൊരു വലിയ ഭൂകമ്പം ഉണ്ടാകും. ഇത് 6000 കിലോമീറ്റർ എർത്ത് ക്യുക്ക്. വടക്ക് ഇറാഖ്, തെക്ക് സൗത്ത് ആഫ്രിക്ക. 6000 കിലോമീറ്റർ ലോകം വിണ്ടു കീറാൻ പോവുക. സ്വത്രം. അടുത്ത വാക്ക് വായിക്കാം. എന്ന് ഞാൻ എന്റെ തീക്ഷ്ണതയിലും എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. അടുത്തത്, അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും അവിടെ നിൽക്കട്ടെ മോളെ. സമുദ്രത്തിലെ മത്സ്യം അഥവാ ലോകത്തിലെ കപ്പൽ പടയെല്ലാം തകരും. ഭൂമി വിണ്ടുകീറിയാൽ സുനാമി. ഇന്തോനേഷ്യയിലും ജപ്പാനും സുനാമി അടിക്കുമ്പോൾ തേങ്ങാപട്ടണത്ത് കൊല്ലങ്കോടും പറയും വള്ളവും മലയും എടുത്ത് സ്ഥലം കാലിയാക്കാൻ. സന്തോഷമില്ലല്ലോ. സുനാമി മുന്നറിയിപ്പ്. അടിച്ചത് ഇന്തോനേഷ്യയിലാണ്. ഉടനെ കന്യാകുമാരി വരെ തിര വരുമെന്ന്. മധ്യപകുതിയായി ഇസ്രയേലിനകത്ത് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ കടലിളകിയാൽ കടലിലെ മത്സ്യം ദാണ്ട പഴമഞ്ചാലി കിട്ടുന്ന അയിലേം ചാളയല്ല, സകല കപ്പലുകളും ഛേദം വരും. അടുത്തത് വായിക്കാം. ആകാശത്തിലെ പറവ. മോൾ അവിടെ നിന്നാട്ട്. ആകാശത്തിലെ പറവ എന്ന് പറഞ്ഞ പരുന്തും അല്ലെങ്കിൽ കഴുകനുമല്ല, കാക്കയല്ല. ആകാശത്ത് പറക്കുന്ന വിമാനങ്ങൾ. താഴെ ഇറങ്ങാൻ പറ്റത്തില്ല പാസ്റ്റർമാരെ. റൺവേ മുഴുവൻ ഭൂകമ്പത്തെ തകരും. ഒന്നുകിൽ വിമാനം ഇറങ്ങിയാൽ തകരും, അല്ല ഇന്ധനം തീർന്ന് ആകാശത്തിൽ നിന്ന് വിമാനം കത്തി താഴേക്ക് വീഴും. അടുത്തത് വയറ് ക്ലിയർ. ഇതാ സുവിശേഷ പ്രസംഗം. അടുത്ത വാക്ക്. കാട്ടിലെ മൃഗവും. കാട്ടിലെ മൃഗം ആരോ? പലരും പറയും അരിക്കൊമ്പനും ചക്കക്കൊമ്പനും വന്ന്. അതൊന്നും അല്ല കാട്ടിലെ മൃഗം. ഇന്നത്തെ തീവ്രവാദികൾ, നക്സലൈറ്റ്, മാവോയിസ്റ്റ്, അത് കഴിഞ്ഞിട്ട് പിന്നെ അൽ-ഖൈദ, താലിബാൻ, ഇവരെല്ലാം കാട്ടിലെ ഓപ്പറേഷൻ നടത്തുന്നത്. അവരെല്ലാം ഭൂകമ്പം ഉണ്ടായാൽ ചൂടടിച്ചപ്പോഴാ കരടിയും പുലി ഇറങ്ങിയത്. കര ഉയരുന്നില്ലല്ലോ അമ്പൂരിയിലും. അതുപോലെ കാട്ടിനകത്ത് ഭൂകമ്പം ഉണ്ടായാൽ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും മാങ്ങാക്കൊമ്പനും അല്ല, ഈ തീവ്രവാദികൾ മൊത്തം കാട്ടിൽ നിന്ന് താഴെ ഇറങ്ങും. ഇതാ കാട്ടിലെ മൃഗം. അവൻ ഇരിക്കാൻ പറ്റത്തില്ല. സ്വത്രം. അടുത്തത് നിലത്തിഴയുന്നതായ ഇഴജാതി. BSF, CISF, ആർമി, കരസേന, മാർച്ച് ചെയ്യുന്ന പാമ്പും ചേരയല്ല കരസേന. യൗമാരെല്ലാം ഈ കടങ്ങിനകത്ത് വീഴും. അടുത്തത്, ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. കുഞ്ഞാടിന്റെ കോപ ദിവസം. കരമുയർത്തുന്നവർക്കായി ഇതാ കുഞ്ഞാടിന്റെ കോപ ദിവസം, ഡേ ഓഫ് ലോർഡ്. ഇത്രയും കാര്യം കാണുമ്പോൾ ബാക്കി ഞാൻ തൊടുന്നില്ല. അക്കാലത്ത് ഭൂമിയിൽ ജീവിക്കുന്നവർ മരണം അന്വേഷിക്കുന്ന കാലം. കരമുയർത്തുന്നവർക്കായി ഇന്ന് ജീവിക്കാൻ കൊതിക്കുമെങ്കിൽ അന്ന് മരിക്കാൻ കൊതിക്കും. ഇന്ന് രാത്രി വരുവാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോകണമോ? അന്നത്തെ സംഭവം കേട്ട് 2 കാര്യം കൂടെ കേൾക്കുമ്പോൾ അവസാനിപ്പിക്കാം. അന്ന് ഈ ആറ്റങ്ങൾ മുഴുവൻ പൊട്ടും. കേട്ടോ? ഭൂമി കുലുങ്ങിയാൽ എല്ലാവരും കേട്ടോണം. 6000 ആണവായുധങ്ങൾ ഇന്ന് ഓരോ രാജ്യങ്ങൾ ടോട്ടൽ. എല്ലാവരും കേട്ടോണം. 18,000 ആറ്റമായുധ ലോകത്തിൽ. ഓൺലൈൻ ഹെബ്രോൻ TV കൊടുക്കണം. ദൈവദാസന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. ഹൈഡ്രജൻ ബോംബ് സഹിതമാണ്. കുറേ ആകാശത്തിൽ ഒരുപ്പുണ്ട്, ഭൂമിയിലും ഒരുപ്പുണ്ട്. 6000 കിലോമീറ്റർ ഭൂമി തകർന്നാൽ ഈ ആറ്റം ബോംബുകളെല്ലാം ഇവിടെ പൊട്ടും. ഹൈഡ്രജൻ ബോംബ് ഇന്ത്യക്ക് സഹിതം ഇരിക്കുന്നു. ഇതായിരിക്കുന്നു. അന്ന് ഈ ആറ്റം കൂട്ട പൊട്ടൽ നടത്തും.
കൂട്ടപ്പൊട്ടൽ നടത്തിയാൽ 5 കാര്യങ്ങൾ: 1 കടലിലെ കപ്പൽ, 2 കരപ്പട്ടാളം, 3 കാട്ടിലെ മൃഗങ്ങൾ, അത് കഴിഞ്ഞ് നിലത്ത് സകലതും. ആറ്റവും കൂടെ പൊട്ടിയാൽ 1000 അന്ന് മരിച്ചു വീഴും. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ യഹോവയുടെ കോപദിനം, ആ മരിച്ചവരുടെ അവസ്ഥ എന്താകും? വായിക്കാം. എസെക്കിയേൽ 39, 14, 15. കേട്ടോണ്ടേ നിങ്ങൾ എഴുന്നേക്കാവൂ. അതുകൊണ്ട് ശാമ്പാസ്റ്റോട് ഞാൻ പറഞ്ഞു, നേരത്തെ സമയം മേടിച്ച സ്വത്രം. വായിക്കാം. എസെക്കിയേൽ 39, 14, 15. ദേശത്തെ വായിച്ചാട്ട് മോളെ. ദേശമെല്ലാം വെടിപ്പാകേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. അവിടെ നിൽക്കട്ട് ഓടിപ്പോവരുത്. ദാണ്ടേ ഇത്രയും പേര് മരിച്ചു വീഴും. കരപ്പട്ടാളം, പ്ലെയിന്, കപ്പല്, കാട്ടിൽ നിന്നിറങ്ങി വരുന്ന മൃഗങ്ങള്, ആറ്റം തന്നെ പൊട്ടി അനവധി പേർ മരിച്ചു വീഴും. ശവങ്ങളെ അടക്കാൻ ഡെയിലി വേജസിന് ആള് വരും. 8 കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ ഇത് പ്രസംഗിച്ചാൽ പറയും, പാസ്റ്ററിൻ്റെ തലയ്ക്ക് എന്തോ പറ്റിയെന്ന്. ഇപ്പോൾ കോവിഡ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നപ്പം ആര് ശവം അടക്കാൻ വന്ന്? അമ്മാമേച്ചാനും കര ഉയരുന്നില്ലല്ലോ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 6 യൂണിഫോം ഇട്ട ചെറുക്കപ്പാകാർ ചൊവ്വായി പോകുന്ന പോലെ വന്നു. സന്തോഷമില്ലല്ലോ. എന്നിട്ടൊരു മൊബൈലും കാണിച്ച്. എന്നിട്ടും മലയാളി ഗുണപ്പെട്ടിട്ടില്ല. സ്വോത്രം. അച്ചായന് സ്വന്തം ഭാര്യയുടെ മുഖം ഭർത്താവിന് കാണാൻ പറ്റിയില്ല. ശവക്കല്ലറ വരെ പോലും സ്നേഹമില്ലായിരുന്നു വർഗീസ് പാസ്റ്റർ. സ്വോത്രം. സ്വന്തം ഭർത്താവ് സ്നേഹിച്ച് അരിയും പലഞ്ഞും മേടിച്ചുകൊണ്ടെന്ന അച്ചായൻ കോവിഡായിട്ട് മരിച്ചിട്ട് മലമുകളിൽ കൊണ്ടു ചെന്ന് 12 അടി കുത്തിത്താത്തു. മെഡിക്കൽ കോളേജ് വെച്ച് വാട്സപ്പിൽ ഒരു പടം കാണിച്ചതായിരിക്കുന്ന ഭർത്താവെന്ന്. സ്വോത്രം. ഇങ്ങോട്ട് വരരുതെന്ന്. 15 രൂപയുടെ സാധനമാണ്. സോപ്പിൻ്റെ കുമിള ഇങ്ങനെ കൈ കഴുകി അല്ലേലുയ്യ മൂക്കിനകത്ത് ഒരടി. അവനെ പേടിച്ചിട്ട് 15 രൂപയുടെ സോപ്പും ഒരു സ്പ്രേയും അടിച്ച് മാറ്റാവുന്നവനെ പേടിച്ച് 12 അടി കൊണ്ട് താത്തം. സ്വോത്രം. കോട്ടയത്ത് പരിചയമുള്ള എൻ്റെ ഒരു പ്രസംഗം കേൾക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, കുഞ്ഞോൻ ബ്രദർ. ഞാൻ പിള്ളേർ പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞുപോയി. പലപ്പോഴും പ്രസംഗം കേൾക്കാനുള്ള കുഞ്ഞോൻ ബ്രദർ കോവിഡ് മരിച്ചുപോയി. അച്ചായ ഡെഡ് ബോഡി കൊണ്ട് കത്തിച്ചു കളഞ്ഞു. ശവശരീരം കത്തിച്ചു. കോട്ടയത്ത് കുഞ്ഞോൻ ബ്രദർ. സ്വോത്രം. മനുഷ്യാ, നീ നിന്റെ സൗന്ദര്യത്തിൽ പുകഴുന്നതെന്ത്? നിന്റെ കുടുംബമഹിമയിൽ പുകഴുന്നതെന്ത്? നിന്റെ സമ്പത്തിനകത്ത് പുകഴുന്നതെന്ത്? ചൈനയിൽ നിന്നിറങ്ങിയ ഒരു കൊച്ചു വൈറസ് അമ്മമ്മേ, ഇഞ്ചിവിള മുതൽ തലപ്പാടി വരെ 83,000 എണ്ണത്തിനെ തീർത്ത്. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. ഡെയിലി വേജസിന് ശവടക്കാർ മടങ്ങി വാ. ദൈവസന്നിധി മുട്ടുമടക്ക്. ന്യായവിധിയുടെ കാലം അടുത്തുപോയി. ഇസ്രായേൽ ഗ്രഹത്തിൽ നിലവിളി. നാട്ടിൽ ഈറ്റുനോവിൻ്റെ ആരംഭം. പുസ്തകം മുദ്രയിടാൻ കാലമായി. രാജ്യത്തിൻ്റെ സുവിശേഷം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദീർഘദിനങ്ങൾ കൊല്ലങ്കോട്, മീക്കായൽ കോളനി, നിദ്രവിള, ചൂഴാൽ, ചെങ്കവിള, പാലവിള, അത് കഴിഞ്ഞിട്ട് കിരാത്തൂർ, സൂര്യകോട് എല്ലാം ഞാൻ കിടന്ന് പ്രസംഗിച്ചു. നടക്കാവ്, വരാത്ത സ്ഥലം ഒന്നുമില്ല. സ്വോത്രം. എല്ലായിടത്തും പ്രസംഗിച്ചു. ഇനി ആരും കേട്ടില്ലെന്ന് പറയരുത്. ഈ തലമുറയിൽ എൻ്റെ നാഥൻ വരാൻ പോവാ. മനുഷ്യൻ്റെ ഡെഡ് ബോഡി വഴിയരിക കടക്കും. അത് ഡെയിലി വേജസുകാരെ കൊണ്ടടക്കും. അടുത്ത ഇതിൽ പെടാതെ ഇന്ന് രാത്രി രക്ഷയുടെ ടിക്കറ്റ് നേടണം. വൈരുമോളെ അടുത്ത ബാക്കിയും കൂടെ. ഇത്രയും പേരെ കിട്ടുന്ന ഭാഗ്യം. 7 മാസം കഴിഞ്ഞ ശേഷം 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. അടുത്തത്, ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരു മനുഷ്യാസ്തി കണ്ടാൽ അതിനിരികെ ഒരടയാളം വെക്കും. ആറ്റം പൊട്ടിയാൽ മനുഷ്യന്റെ അസ്ഥി വഴിയേറിയ കിടക്കും. ഞാൻ വരുന്ന കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ, എൻ്റെ വീട്ടിൻ്റെ 7 കിലോമീറ്റർ പരവൂർ. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്കറിയാം. അവിടെ ആ പുറ്റിങ്ങൽ ദുരന്തം. ഒരു രാത്രി 138 പേരാ മരിച്ചത്. കമ്പം വഴിനീളയാ അസ്ഥികൾ. അതിനകത്ത് ഞാനൊരു കാര്യം മനസ്സിലാക്കി. അവരുടെ ബോഡി എവിടെ കൊണ്ടുപോയി? വഴിനീള കടന്നു. കൈയും അതുപോലെ പല്ലും നഖങ്ങളും ഒക്കെ പരവൂർ കായലിൽ. ഇനി തമിഴ് മക്കൾ ശ്രീലങ്കയിൽ വട്ടിക്കോലവ അവിടെ വെച്ച വേലുപ്പുള്ള പ്രഭാകരന് നമ്മുടെ ശ്രീലങ്കൻ പട്ടാളം ക്ലസ്റ്റർ ബോംബ്. തമിഴ്നാട്ടുകാർ കേൾക്കട്ടെ. അവിടെ ആ മോനും അപ്പനും മരിച്ചത് ഒരു ടാർപ്പ എടുത്ത് മൂടിയിട്ടു. ബാക്കി തമിഴ് ചാനൽ കാണിച്ചില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു പൊക്ലൈനർ വന്നു. അവിടെ കിടന്ന ടാർപ്പ മാറ്റി വേലുപ്പിള്ള പ്രഭാകരൻ്റെ മോൻ്റെയും അസ്ഥി ജാഫന കടലില കൊണ്ട് കുത്തി താഴ്ത്തിയത്. ശ്രീലങ്ക. നോക്കിയാൽ മതി. BBC അടിക്കണം, ഗൂഗിളിനോട് പറയണം പ്രഭാകരൻ്റെ മോൻ്റെ ശവടക്ക്. തമിഴ് ചാനൽ കാണിക്കത്തില്ല, അവർ കാണിക്കും. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ നിന്റെ അസ്ഥി കഷണം വഴിനീള ചിതറിക്കിടക്കുന്ന കാലം. ഒന്ന് അടുത്ത വാക്കൂടെ വായിച്ചോട്ടെ മോളെ. അവസാനം അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ. ഇസ്രായേൽ, ഹാമോൻ ഗോഗ് റഷ്യയുടെയും ഈജിപ്തിൻ്റെയും സിറിയയുടെയും അതിർത്തി കടലിൻ്റെ ഇടുക്കി കൊണ്ടു താക്കുമെന്ന്. അവസാനം യുദ്ധത്തിൽ മരിക്കുന്നവർ. ഇന്ന് രാത്രി വീട്ടയ്യ തടക്കത്തില്ല.
CSAയുടെ സെമിത്തേരിയിൽ അടക്കത്തില്ല, പെന്തക്കോസ് മിഷന്റെ കല്ലറയ്ക്കകത്ത് അടക്കത്തില്ല. കർത്താവിന്റെ വരവിൽ ആറ്റം പൊട്ടിയാൽ മനുഷ്യന്റെ ശരീരം വഴിയരികത്ത് കടന്നാൽ അതിനെ കോവിഡ് രോഗികളുടെ ബോഡി കൊണ്ടുപോയി എവിടെങ്കിലും കൊണ്ട് കത്തിച്ച് കളയും, അല്ലെ ഭൂമിക്കടിയിൽ താക്കും. ഇത് കോവിഡ് അല്ല, റേഡിയസാ. അതുകൊണ്ട് ഒരു പക്ഷേ കൊല്ലങ്കോടോ തേങ്ങാപ്പട്ടണമോ പഴവഞ്ചാലോ പൂവാറിനകത്ത് കടലിൽ കൊണ്ട് കുത്തി താക്കുന്ന കാലം ഇവിടെ വരാറായി. വരാനിരിക്കുന്ന കഷ്ടത്തിൽ നിൽക്കണോ, യേശുവിന്റെ വരവിൽ പോകണോ? ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പയിടത്തില്ല, ഇരുത്തി അടക്കത്തില്ല, കിടത്തി അടക്കത്തില്ല. നിന്റെ ശരീരം എവിടെങ്കിലും കൊണ്ടുപോയി കുത്തി താക്കുന്ന കാലം. തായേ, തകർപ്പരേ, തമ്പി, തങ്കച്ചി, ശിൽപൈപുര, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. കരമുയർത്തുന്നവർക്കായി ഇതാകുന്നു രക്ഷാദിവസം. ഒരിക്കൽ കൂടി ഇന്ന് രാത്രി ശിലുവൈപുര, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ നാമം. രാത്രി അവസാന ഭാഗം, അന്ന് യുദ്ധത്തിൽ പെട്ടുപോകുന്ന മനുഷ്യന്റെ അവസ്ഥ. മമേ, ഈ ലിങ്ക് നാട്ടുകാർക്ക് അയച്ചു കൊടുക്കണം, കേൾക്കണം. കുമാരി മാവട്ടത്തിൽ എല്ലാവരും കേൾക്കട്ടെ. ഈ ലിങ്ക് ഹെബ്രോന്റെ ലിങ്ക് അയച്ചു കൊടുക്കണം. അന്ന് യുദ്ധത്തിൽ പെടുന്നവരുടെ അവസ്ഥ വായിക്കാം. സെക്കരിയ പ്രവചനം 14 അതിന്റെ 12ാമത്തെ വാക്യം, ഒറ്റ വാക്യം കൂടെ കഴിയുമ്പോൾ തീരും. സെക്കരിയ പ്രവചനം 14:12 വായിക്കാം. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിക്കുവാനുള്ള ശിക്ഷയാവിത്. ഇന്നലെ തുടങ്ങിയ ഭാഗം എല്ലാവരും ശ്രദ്ധിക്കണം, വെള്ളം കുടിക്കാതെ പ്രസംഗിക്കുക. യെരൂശലേം ഭാരമുള്ള കല്ല്, അത് പരിഭ്രമപാത്രം. ജാതികൾ വിരോധമായി കൂടി വരും, അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. അടുത്ത ഭാഗം കേട്ടോ. യെരൂശലേമിനോട് യുദ്ധം ചെയ്യാൻ വന്ന ജാതികൾ, ദൈവമക്കൾ അങ്ങ് പോയി. ജാതികളുടെ അവസ്ഥ ഇന്ന് രാത്രി തീരുമാനിച്ചോണം. വായിച്ച അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും. മോളെ അവിടെ നിർത്തിയാട്ട്. ഇന്നലെ പ്രസംഗത്തിന് വന്നവർ കേൾക്കണം. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, വൈറ്റ് പോസ്പറസ്, കരമുയർത്തുന്നവർ, കേട്ടവർ മാത്രം. ഇന്നലെ ഞാൻ പറഞ്ഞില്ലയോ, ഇസ്രായേലിന്റെ ഒരു പൊടി ഇരിപ്പുണ്ട്. ആ പൊടി ഇരിക്കുന്നുണ്ട് അറബ് രാജ്യങ്ങൾ അവരെ തൊടാത്ത. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു സൗദി അറേബ്യ അറബ് രാജ്യങ്ങൾ കൂടിയ പറഞ്ഞു, ഗതി കെട്ടാൽ ഞങ്ങൾ പൊടി കുടയും. പൊടി കുടഞ്ഞാൽ അതിൻ്റെ പേരാ ന്യൂറൽ ഇൻഫെക്ഷൻ, നട്ടലിനകത്ത് ഇൻഫെക്ഷൻ. അവർക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. അവർ നിവർന്ന് നിൽക്കുമ്പോൾ കുനിഞ്ഞു പോകും. തേർഡ് വേൾഡ് വാറിൽ കുറയുന്ന സാധനമാണ്. നാട്ടുകാർ നോട്ട് ചെയ്യും. വൈറ്റ് ഫോസ്ഫറസ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവരുടെ അടുത്ത വാക്യം, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴിഞ്ഞു പോകും. ആറ്റം പൊട്ടിയാലേ കണ്ണ് തടത്തിൽ തന്നെ. കേരളത്തിൽ ഒരു ജില്ലയുണ്ട്, തമിഴ്നാട്ടുകാർക്ക് കുറച്ച് പേർക്കറിയാം, കാസർഗോഡ് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പണ്ട് കശുമാവിൻ തോട്ടത്തിൽ അടിക്കാൻ എൻഡോസൾഫാൻ, കേട്ടവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അത് കൊല്ലങ്ങൾക്ക് മുമ്പ് എൻഡോസൾഫാൻ അടിച്ച വർഗീസ് പാസ്റ്റർ. ഇന്ന് കശുമാവും ഇല്ല, ഒന്നുമില്ല അവിടെ. സ്വത്രം 2 മാസം മുമ്പ് ഞാൻ കാസർഗോഡ് പോയതാ. കരിവേടകം, ബന്തടുക്കം, നീലേശ്വരം, ഉപ്പള, പാണത്തൂർ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ കേരളത്തിലെ പാസ്റ്റർമാർക്ക് ആ സ്ഥലമേ അറിയത്തില്ല. സ്വത്രം അവരാരും പോകത്തില്ല. സ്വത്രം അവർ നല്ല ചക്കരമുള്ള സ്ഥലത്തേ പോകും. ശിംഷോൻ പാസ്റ്റർ ഇവിടെ നിൽക്കുന്നത്. സ്വത്രം കാസർഗോഡ് ഒരു കൂട്ടത്തേക്ക് പോയാൽ മേലാൽ 200 ആളെ കൂടുതൽ വരത്തില്ല. സ്വത്രം അവിടെ ഇല്ല. ആകെ 29 പഞ്ചായത്ത്, 8 പഞ്ചായത്ത്. ഇന്നും ഒരു പള്ളി പോലും ഇല്ല കാസർഗോഡ്. എനിക്കറിയാവുന്ന കേരളത്തിൽ അവിടെയും സുവിശേഷം എത്തണം. സ്വത്രം അവിടെ കശുമാവിൻ തോട്ടത്തിൽ അടിച്ചതാ എൻഡോസൾഫാൻ. ഇന്ന് പറങ്കാവില്ല. പക്ഷെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഇടയ്ക്ക് പോകുമ്പോൾ അവിടെ ഒരു സമരം. എൻഡോസൾഫാൻ ബാധിച്ച കുഞ്ഞുങ്ങൾ കണ്ണ് ഇങ്ങനെ, മൂക്കിങ്ങനെ ചരിഞ്ഞ്, സൗകര്യമാർ ശ്രദ്ധിക്കണം, ദാണ്ട കവിളിങ്ങനെ ഒട്ടിക്കിടക്കുന്നതാ എൻഡോസൾഫാൻ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കാരണം മൊബൈൽ അടിച്ചു നോക്കണം. അത് വെറും എൻഡോസൾഫാൻ അടിച്ചതാ. അങ്ങനെയെങ്കിൽ ആറ്റം പൊട്ടിയാൽ അവരുടെ കണ്ണ് തടത്തിൽ. അതിൻ്റെ അർത്ഥം ഹിരോഷിമ നാഗസാക്കി 2 യുദ്ധങ്ങൾ. അതിനകത്ത് 45 ഓഗസ്റ്റ് 6 എനാഗുള ബോക്സ്കാർ 2 വിമാനം ബോംബിട്ടു. അന്ന് ദാണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇതായിരിക്കുന്ന പിഞ്ചു മക്കൾ രാവിലെ സ്കൂളിൽ പോവുക, കുടയും തൂക്കി. ആകാശത്തിൽ നിന്ന് മഴവില്ല്. കുഞ്ഞുങ്ങൾ വിചാരിച്ച് നല്ല മഴവില്ല്. പക്ഷേ ബോംബ വീണത്. അമ്മ കൊടുത്ത കുടയും ചോറ്റുപാത്രവും വലിച്ചെറിഞ്ഞ് കുഞ്ഞുങ്ങൾ കടലിൽ ചാടി. കടൽ വെള്ളം ചൂടായി 400 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. കുഞ്ഞുങ്ങളുടെ കണ്ണ് വെള്ളത്തിനകത്ത് ഒലിച്ചു വീണു. ഇവിടെ CBSE സ്റ്റേറ്റും തമിഴ് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഓഗസ്റ്റ് 6 വെട്ടും വെള്ളപ്രാവിനെ പറപ്പിക്കും. യുദ്ധം വേണ്ട. ഹിരോഷിമ നാഗസാക്കി. സൗരങ്ങൾ കേൾക്കണം. ഇതാ സുവിശേഷ പ്രസംഗം. ഇന്നും 70 കൊല്ലം കഴിഞ്ഞ് 80 കൊല്ലം ആകുമ്പോൾ ഹിരോഷിമ നാഗസാക്കി. ഇന്നും അവിടെ കുഞ്ഞുങ്ങൾക്ക് കാല് മുടന്ത, അംഗവൈകല്യം, അന്നിട്ട ബോംബ്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മനുഷ്യൻ്റെ കണ്ണാറ്റം പൊട്ടി ചീഞ്ഞഴുകും തടത്തിൽ. അടുത്ത വാക്കൂടെ വായിരു മക്കളെ.
അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോകും. കിടക്കുന്നു. ആറ്റം പൊട്ടിയാൽ ഇൻഫെക്ഷൻ. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ പാടുന്ന നാവ് ചീഞ്ഞഴുകുമെന്ന്. കര ഉയരുന്നില്ലല്ലോ അമ്മാമ്മ. സ്വത്രം. ഇന്ന് കർത്താവിന് വേണ്ടി പാടാതെ ലജ്ജാവതി രാജാ കയ്യാവച്ച നീ പാടിക്കൊണ്ടിരിക്കുക. നീ പാട്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ നിന്റെ നാവ് പഴുത്തു പൊഴുത്തു പോകും. സ്വത്രം. കേൾക്കണം. ഇവിടെ തമിഴ്നാട്ടിൽ ഈ കുമാരിമാവട്ടം മാർത്താണ്ഡ കഴിഞ്ഞ് തോവാളയിട്ട് വന്നൊരു സ്ഥലമുണ്ട്. ഞാൻ ഒരിക്കൽ പ്രസംഗിക്കാൻ പോയി. നിങ്ങളോട് തമിഴ്നാട്ടുകാർ കേൾക്കണം. ഞാൻ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയ പായ്ക്കകത്ത് ദേവശോഭനം പാസ് നല്ല മാങ്ങയെല്ലാം കൂട്ടുന്നു. അരുമயான മാങ്ങ. ഞാൻ രോഗം കഴിഞ്ഞപ്പോൾ ഒരുത്തൻ നിന്ന് സ്പ്രേ അടിക്കുന്നു മാങ്ങയ്ക്കകത്ത് തോവാളെ. ആ മാങ്ങയാ പാറശാല വരും. അയ്യാ കോട്ടൂക്കോണം മാങ്ങ. ഊരമ്പി വരും കോട്ടൂക്കോണം മാങ്ങ. തലേന്ന് സ്പ്രേ അടിച്ചാൽ പിറ്റേന്ന് മാങ്ങ പഴുക്കുമെങ്കിൽ ആറ്റമായുധം പൊട്ടിയാൽ സംസാരിക്കുന്ന നാവ് ഇൻഫെക്ഷൻ വന്ന് പഴുത്തു പുഴുത്തു പോകും. ഇന്ന് വരാനിരിക്കുന്ന ഈ ആറ്റം യുദ്ധത്തിനകത്ത് നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോകണമോ? ഇന്ന് രാത്രി ഒരിക്കൽ കൂടി കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങുവാൻ കാലമായി. ആരെ ചേർക്കുവാൻ? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അനുദപിച്ച് മുഴങ്കാൽ മടക്കുന്നവനെ ചേർക്കാൻ എൻ്റെ യേശു വരാറായി. അവസാന ഭാഗം നിർത്താൻ പോവാ. ആ ദിവസത്തെ പറ്റി യേശു പറഞ്ഞു. വായിക്കാം. യോഹന്നാൻ 9:4 കൺവെൻഷൻ 3-ാം രാത്രി വായിക്കാം. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ഞാൻ ചെയ്യേണ്ടതാകുന്നു. കിടക്കുന്ന ഒരു മിനിറ്റ് മോള് വാക്കല്ലേ മാറ്റള്. എന്നെ അയച്ചവന്റെ പ്രവൃത്തി. 2024 നമുക്ക് ശിൽവപുരത്ത് ഒരു കൺവെൻഷൻ തന്നു. സഹോദരി, ഈ കൺവെൻഷൻ ഓൺലൈനിൽ കാണുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങളെ മാത്രമല്ല സുവിശേഷ വേലയ്ക്ക് വിളിച്ചേക്കുന്നത്, നിങ്ങളെ എല്ലാവരെയും വിളിച്ച കർത്തൃവേലക്കാരായി. അതുകൊണ്ട് ആയിരങ്ങളോട് പറഞ്ഞില്ലല്ലോ, ഇന്ന് രാത്രി ആ കരമുയർത്തിയാട്ടെ. ഈ വർഷം ഞാൻ ഒരു കുഞ്ഞിനോടെങ്കിലും യേശു രക്ഷകനെന്ന് പറയും. കരമുയർത്തുന്ന സഹോദരിമാർ, നിങ്ങൾ വീട്ടിൽ പോയില്ലേലും വേണ്ടിയല്ല, പെന്തിക്കോസിന്റെ മാർഗമല്ല. ഈ വർഷം ഒരു വ്യക്തിയോടെങ്കിലും ഞാൻ കരമുയർത്തിക്കൊണ്ട് പറയും, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ ഒരുവൻ പരമയാഗമായി, അവൻ്റെ പേരത്രേ യേശു കർത്താവ്. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ഞാൻ ചെയ്യും. ഈ വർഷം നിങ്ങളൊരു തീരുമാനമെടുക്കണം. മുമ്പോട്ട് ആരും വരണ്ട. ഒരു വ്യക്തിയോടെങ്കിലും ഞാൻ യേശു രക്ഷകനെന്ന് പറയും. അടുത്തത് ആർക്കും പ്രഭാഷണത്തിന്റെ അവസാനം ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. ആ കരമുയർത്തിയാട്ടെ. അതാ യേശു പറഞ്ഞു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. എന്നാൽ ഇന്ന് രാത്രി കൺവെൻഷന്റെ 3-ാമത് രാത്രി എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ, കരമുയർത്തുന്നവർക്കായി നീതി സൂര്യൻ രോഗോപശാന്തിയോട് മധ്യാകാശത്തിൽ ഉദിച്ചുയരും. സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം മുഖാന്തരം പശുക്കിടാങ്ങളെ പോലെ നിങ്ങൾ ചുള്ളിച്ചാട്. ഇന്ന് രാത്രി സിലുവപുരമേ, ഇന്ന് രാത്രി കൊല്ലങ്കോട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പേ, എന്നിലും വിശ്വസിപ്പേ. എൻ്റെ പിതാവിൻ്റെ സന്ധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെയും ചേർത്തുകൊള്ളും. കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3-ാമത് രാത്രി. ഉലകത്തിലെ മഹാന്മാരല്ല ഇന്ന് രാത്രി കല്ലറയ്ക്കകത്ത് കിടക്കുന്നു. പടിഞ്ഞാറെ പലസ്തീനിലെ ചെരുവിൽ അരിമത്തേക്കാരന യോസഫിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെയില്ല, മരിച്ചവരിൽ ആദ്യമലക്കറ്റ അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ അപ്പാ, അമ്മ, തമ്പി, തങ്കച്ചി, തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ 2-ാമത് മധ്യാകാശത്തിൽ വെളിപ്പെടും. കരമുയർത്തുന്നവർക്കായി സ്വതന്ത്രം. അപ്പോൾ ആ വരവിൽ ആര് പോകും? 2 മിനിറ്റ്. ആ വരവിൽ ആര് പോകും? ആ വീട്ടിൽ പോകാൻ ആർക്ക് സന്തോഷമുണ്ട്? കര ഉയരുന്നില്ലല്ലോ, സന്തോഷമില്ലല്ലോ. ഇങ്ങനിരുന്നാൽ ഇവിടെ തന്നെ ഇരിക്കാം. വെളിനാട്ടിൽ പോയ പിള്ളേകൾ ആയിരിക്കും? സൗദി അറേബ്യ, ഗൾഫ്, UAE അല്ല ഖത്തർ, ഇവിടെ എവിടെയെങ്കിലും പോയ ആരെങ്കിലും ഉണ്ട്? അപ്പോൾ പലരും വിചാരിക്കും, വർഗീസ് മാസ്റ്ററെ പിന്നെ ഞാൻ വിസ ചോദിക്കുമെന്ന്. ദയവ് ചെയ്ത് എനിക്ക് വിസ വേണ്ട. സ്വതന്ത്രം. നിങ്ങളുടെ കരം ഉയർത്തി പിടിച്ചാട്ട്. പിന്നെ ചില സഹോദരന്മാർ പെൺപിള്ളേർ വിചാരിക്കും ഞാൻ പടമെടുക്കുവന്ന്. അയ്യോ, എൻ്റെ ജോലി പടമെടുക്കല്ല. സ്വതന്ത്രം. ചില പെൺപിള്ളേർ വിചാരിക്കും ഞാൻ കല്യാണം ആലോചിക്കാൻ വന്നതെന്ന്. എൻ്റെ ജോലി കല്യാണാലോചനയല്ല. ഉലകത്തിൻ മുടിവും കടസിക്കാല ചെയ്തികൾ. വെളിനാട്ടിൽ പോയ യാരെങ്ക ഇരിക്കത് ഉങ്ക കയ്യെ തൂക്കി പിടിച്ചാട്ട്. വെളിനാട്ടിൽ വിസയ്ക്ക് വിദേശ രാജ്യത്ത് സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ് ഒന്ന് കരം ഉയർത്തിയാട്ട്. പുറം നാട്ട് മോനെ ആരും പോയിട്ടില്ലേ, വിഷമിക്കേണ്ട. ആ കരം ഉയർത്തിയാട്ട്. പടം എടുക്കത്തില്ല. ആ പാസ്റ്റോട് ഞാൻ പറയാം, ശുഭലാൽ പാസ്റ്റോട് പറയാം. ഇപ്പം കര ഉയർത്തി. ആ ചെറുപ്പക്കാർ കയറി ഉയർത്തി. അവർ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ചെന്നപ്പം ഉടനെ എല്ലാം വന്നാട്ട് ദുബായിക്ക് പോവാം, അബുദാബിക്ക് പോവാം, സൗദിക്ക് പോവാന്ന് പറഞ്ഞു. 7 കാര്യം. 1,
പാസ്പോർട്ട്, 2 വിസ, 3 ടിക്കറ്റ്, 4 കൺഫേം ബോർഡിംഗ് പാസ്, 5 ലഗേജ്, 6 പാസ്പോർട്ട്, 7 കീക്കി കുക്കു ശരീരം, പാൻറ്റും ബെൽറ്റും എല്ലാം അടിക്കണം. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇത് കഴിഞ്ഞവനെ പ്ലെയിൻ്റെ ചിറക് തുറന്ന് കയറ്റത്തോളൂ. സ്വോത്രം. സന്തോഷമില്ലല്ലോ? അപ്പം കർത്തർക്ക് വരവിൽ പോകണമെങ്കിൽ 7 കാര്യം നടക്കണം. തമിഴ്നാട്ടിൽ പേസുകൃതാകെ എല്ലാ യോഗത്തും വന്ന് കടസി നാളെ കേട്ടിട്ട് കർത്തനെ കൈ ഉയർത്തി ഏമാത്തി കാണിക്കരുത് ഇനിയെങ്കിലും. സ്വോത്രം. അതിനുവേണ്ടി ഈ കാര്യം പറയുന്നു. സ്വോത്രം. 7 കാര്യം നടക്കണം. 1, രക്ഷിക്കപ്പെടണം. എന്താ രക്ഷ? ഇതാ സുവിശേഷ പ്രവർത്തനങ്ങൾ. ക്രിസ്തു മരിച്ചവരിൽ ആദ്യബലക്കറ്റയായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വായി കൊണ്ടേറ്റു പറയണം. രക്ഷിക്കപ്പെട്ട നീ എന്താണ്? മാനസാന്തരപ്പെടണം. മാനസാന്തരത്തിൻ്റെ പ്രത്യേകത പഴയ കള്ള്, കഞ്ചാവ്, പുകവലി, ആവശ്യമില്ലാത്ത കൊട്ടേഷൻ, കൂട്ടുകെട്ട്, നുണ പറച്ചിൽ, പക, പിണക്കം, ഇതെല്ലാം വണ്ടി മാറിക്കയറണം. സന്തോഷമില്ലല്ലോ? സ്വോത്രം. 3, ഈ മാനസാന്തരപ്പെട്ട നീ അനുദപിക്കണം. പഴയ കാലത്ത് അപ്പച്ച മുടിയപുത്രൻ പറഞ്ഞോളൂ, നിന്നോട് സ്വർഗത്തോട് എനിക്ക് വചനം അറിയാത്ത കാലത്ത് പല കാര്യത്തിനും പോയി, അപ്പച്ച എന്നോട് ക്ഷമിക്കണം, അനുദപിക്കണം. അനുദപിച്ച നീ എന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുങ്ങി സ്നാനമേൽക്കണം. എന്തിനാ? പെന്തിക്കോസ് ചേരാനല്ല, ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷിക്കായി ജ്ഞാനസ്നാനം. സ്നാനമേറ്റ നീ ഇന്ന് പാറശാല, നാളെ അഴകിയ മണ്ഡപം, മറ്റന്നാൾ കോട്ടയം, പിന്നെ കൊട്ടാരക്കര, പിന്നെ തിരുവനന്തപുരം. അത് നടക്കരുത്. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. ക്ലിയർ? ഇതാ വചനം. ആരാധിക്കുന്ന നീ തിരുമേശയിൽ പങ്കാളിയാകണം. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കൽവാറി സിൽവയിൽ കുഞ്ഞാടറക്കപ്പെട്ടു. അതുകൊണ്ട് അവൻ്റെ വരവ് വരെ അവൻ്റെ രക്തവും അവൻ്റെ മാംസവും ഭക്ഷിച്ച് അവനോട് ഏകീഭവിക്കുവാൻ നല്ല ദൈവ പൈതലായി തിരുമേശയിൽ പങ്കാളിയാകണം. 6, 7ാമത്തെ കാര്യം, നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആ കുഞ്ഞിനെ സ്വർഗം വിളിക്കും, എൻ്റെ കാന്ത്, എൻ്റെ പ്രാവേ, പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാൻ കണ്ടോട്ടെ. അവസാനിപ്പിക്കാൻ പോവാ. 2 പ്രാവ് ലേവ്യാഗോത്രത്തിൻ്റെ യാഗമാ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. പുരോഹിതൻ കാലുകൾ കെട്ടിയിരിക്കും. മേധസ്സുള്ള പ്രാവിനെ മാറി മാറി പുരോഹിതൻ നോക്ക്. തൻ്റെ മാർപ്പതക്കത്തിലിരിക്കുന്ന കത്തി കൊണ്ട് നല്ല മേധസ്സുള്ള പ്രാവിൻ്റെ കഴുത്തറക്കം ദൈവദാസന്മാരെ. രക്തമിറ്റു വീണപ്പുറത്തെ പ്രാവിൻ മുഖത്തും ശരീരത്തും. ആ പ്രാവിൻ്റെ തല യാഗപീഠത്തിൽ ഞെക്കി ഒഴിക്കും. മറ്റേ പ്രാവ് മിണ്ടാതെ ഇരിക്കും. യാഗം കഴിയുമ്പോൾ യാഗത്തളി ആചരിക്കും. യാഗപീഠം കഴുകി വൃത്തിയാക്കും. കത്തി മാർപ്പതക്കത്തിലിട്ട് തൻ്റെ യാഗം കഴിഞ്ഞിട്ട് പുരോഹിതൻ പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു മിണ്ടാപ്രാണി ഉടലുമായിട്ട് കെട്ടുവീണ് കിടക്കുക. തലയറച്ചിട്ടുള്ളു, ഉടല് മറ്റേ പ്രാവിൻ്റെ കാലിലെ കെട്ട്. പുരോഹിതൻ വിചാരിക്കും ഇനി കാര്യമില്ല, എൻ്റെ യാഗം കഴിഞ്ഞു. പെതിയെ ആ കാലിനകത്തൊരറപ്പ് കൊടുക്കും. രക്തം തെറിച്ച പ്രാവ് അവിടുന്ന് ഒരു യാത്ര ചെയ്യും. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി അപ്പച്ച അമ്മച്ചി ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും കൊല്ലങ്കോടും കുമരിയും മാവട്ടത്തേക്ക് കർത്താവിന് വേണ്ടി ഇറങ്ങിയ നിന്നെ ആരും കണ്ടില്ലെങ്കിലും നിന്റെ മുഖത്തെ കാണുന്ന ദിനം സമീപമായി. ആരെ ചേർക്കുവാൻ? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുതപിച്ച് മുങ്ങി സ്നാനമേറ്റ് തിരുമേശയിൽ പങ്കാളിയായി കർത്താവിൻ്റെ വരവിന് വേണ്ടി പരിശുദ്ധാത്മാവ് ശക്തി പ്രാപിച്ച ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ യേശു വരാറായി. കുഞ്ഞാട്ടിൻ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നിർത്താൻ പോവുക. ബാക്കി ഇനി ഊരമ്പിൽ ഓഗസ്റ്റ് 2, 3, 4 ഇന്ന് രാത്രി ഒരു കാര്യവും കൂടെ പറയാം. കേൾക്കണം. നമ്മുടെ കർത്താവാര് ഒരു സാക്ഷി എല്ലാവരും കേൾക്കണം. സാൽവേഷൻ ആർമിയുടെ ചീഫിൻ്റെ പേരാ. എല്ലാവരും കേട്ടോ, ചെറുപ്പക്കാർ കേൾക്കണം. അവൻ്റെ ചീഫിൻ്റെ പേരാ ഡോക്ടർ വില്യം ബൂത്ത്. അദ്ദേഹം ലണ്ടൻ പോലീസിൻ്റെ ചീഫായിരുന്നു. അതുകൊണ്ടായി സാൽവേഷൻ ആർമിയിലെ ശുശ്രൂഷകർക്ക് ഈ സ്റ്റാർ വന്നേ, അല്ല കേരള തമിഴ്നാട് പോലീസ് കൊടുത്തതല്ല. സ്വത്രം ലണ്ടൻ പോലീസിൻ്റെ ചീഫായിരുന്നു. അവൻ രക്ഷിക്കപ്പെട്ടത് സാൽവേഷൻ ആർമി. ഭയങ്കര കോമ്പൗണ്ടാണ് സാൽവേഷൻ ആർമി ലണ്ടൻ. അവരുടെ കൺവെൻഷനാണ്, പെരിയ കൺവെൻഷൻ. 1000 പങ്കെടുക്കുക. സ്വത്രം നമ്മുടെ ഇവിടെ സിംഗ് മൈക്ക് കൊടുത്തേക്കുന്ന എല്ലായിടത്തും മൈക്ക് 2 കിലോമീറ്റർ. நம்ம அருமையான தேவ பிள்ளைகள் இந்த மாலை நல்ல அருமையான பாடலை கொடுத்தது போல അവിടെ നല്ല പാട്ട് കേൾക്കും. 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ചെരുപ്പ് കടയുണ്ട്. തന്ത അപ്പൻ ചെരുപ്പ് തയ്ക്കും, മോൻ ഷൂ തുടയ്ക്കും. ഇതാ ഈ കൊച്ചു 18 വയസ്സേ ഉള്ളു. യവൻ ഈ പാട്ട് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. എങ്ങനെങ്കിലും അവിടെ ചെല്ലാൻ ഭയങ്കര കോമ്പൗണ്ടാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ സെക്യൂരിറ്റികളാണ്.
ഈ 18കാരനോട് ചോദിച്ചു എവിടെ പോവാന്ന്. ഞാൻ കൺവെൻഷന് വന്നതാണ്. നിന്റെ അപ്പൻ ചെരുപ്പ് കുത്തി നീ ചെരുപ്പ് തുടയ്ക്കുന്നത് ആര് പറഞ്ഞു ഇവിടെ വരാൻ? സ്വോത്രം. ഇത് പട്ടാളക്കാർ, പോലീസുകാർ, ഹൈ ഒഫീഷ്യൽ വരുന്ന ചർച്ച പോകാൻ പറഞ്ഞു. ഈ കുഞ്ഞ് കരഞ്ഞുകൊണ്ടുപോയി 18കാരൻ. അവൻ്റെ പേരാ സാമുവൽ ബർഗ്. എല്ലാവരും കേൾക്കണം. നാളെ സാൽവേഷൻ ആർമിക്കാരോട് ചോദിച്ചാൽ മതി, അവർ ബാക്കി പറഞ്ഞു തരും. സ്വോത്രം. 19-ാമത്തെ വയസ്സ് 2-ാം വർഷവും ഈ കുഞ്ഞ് പാട്ട് കേട്ടു. വൈകിട്ട് കൺവെൻഷന് വന്നു. അവർ പറഞ്ഞു ഇന്നലെയും പറഞ്ഞതാ, എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? സ്വോത്രം. പൊക്കോളാൻ പറഞ്ഞു. ആ വർഷം അങ്ങനെ പോയി. 20-ാമത്തെ വയസ്സിൽ യവൻ ഒരു ദിവസം വൈകിട്ട് അവിടെ വന്നു. അന്ന് അവർ പറഞ്ഞ് കഴിഞ്ഞ നാളെ നിന്നോട് പറഞ്ഞു ഇവിടെ വരരുത്, നിന്നെ കയറ്റത്തില്ല. പിറ്റേന്ന് അവൻ പകൽ ചെന്നിട്ട് പറഞ്ഞ കൺവെൻഷന് വന്നതല്ല, എൻ്റെ തലമൈ പോതകരെന്ന് കാണാൻ വന്നയാന്ന് നിങ്ങളുടെ ചീപ്പിന്. അപ്പം പറഞ്ഞ് ചീപ്പ് വെറുതെ ഇരിക്കുക, കട്ടൻ അടിച്ചുകൊണ്ടിരിക്കുക, നീ ചെല്ലാനായിട്ട്. സ്വോത്രം. ചെറുക്ക അവിടെ ചെന്ന് സാമുവൽ ബർഗ് അവനോട് ചോദിച്ച്, അവൻ ചെന്ന ഉടനെ പറഞ്ഞ് അയ്യാ എനിക്ക് ചർച്ചിക്കുള്ള ആരാധിക്കണം. അപ്പം അവൻ പറഞ്ഞ് നീ ചെരുപ്പൂത്തിയുടെ മന ഒരിക്കലും നടക്കത്തില്ലെന്ന്. സ്വോത്രം. അപ്പോൾ അയ്യായോട് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, ഞാൻ പോവാ. അപ്പം നിനക്ക് ചെരുപ്പ് തുടയ്ക്കാൻ അറിയാമല്ലോ, ദാണ്ട് ഞങ്ങളുടെ പട്ടാളക്കാർ വരുമ്പോൾ ചർച്ച് റൂം ഇവിടെ ദൂരെ, അവിടെ ഷൂറാക്കുണ്ട്, നല്ല ഷൂകൾ, നീ അവിടെ ഇരുന്ന് തുടയ്ക്കണം. അപ്പുറത്ത് കഞ്ഞിപ്പരയുണ്ട്, ചെരുപ്പെല്ലാം വൃത്തിയാക്കണം. ശമ്പളവും ഇല്ല, ചർച്ചിലും വരരുത്, കഞ്ഞിപ്പര ഇരുന്ന് കഞ്ഞിയും കുടിക്കാം, അവിടെ ഒരു കട്ടിലും തരാൻ കടന്നോണം. സ്വോത്രം. എത്ര കൊല്ലം കടന്ന് അമ്മച്ചി അപ്പച്ചായി കഥ കേൾക്കണം. 14 വർഷം സാമുവൽ ബർഗ് അവിടെ കടന്ന്. 34-ാം വയസ്സ്. അന്ന് ലണ്ടനിൽ ഒരു പെരിയ കൺവെൻഷൻ, സാൽവേഷൻ ആർമി 2 ദിവസം. LMSന്റെ മിഷണറിമാർ. ശനിയാഴ്ച ആരാ പ്രസംഗിക്കേണ്ട? അമേരിക്കൻ മിഷണറി രാവിലെ, ശനിയാഴ്ച രാവിലെ വില്യം ബൂത്ത് അവിടെ ഇരിക്കുമ്പോൾ ലാൻഡ് ഫോൺ അടിച്ചു. അമേരിക്കൻ മിഷണറി പറഞ്ഞു ഞാൻ വരത്തില്ല, എനിക്ക് സുഖമില്ല. അദ്ദേഹം പറഞ്ഞു അയ്യോ 1000-1000 കൂടുന്ന കൺവെൻഷനാ, താങ്കൾ വരുമെന്ന് പബ്ലിഷ് ചെയ്തിരിക്കുക. പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് സുഖമില്ല, ആരെങ്കിലും വിളിച്ച് പ്രസംഗിപ്പാൻ. വില്യം ബൂത്ത് ഓടി ചർച്ചിനോട് ചെന്ന പ്രാർത്ഥനാ മുറി പുൽപ്പായിൽ കിടന്നങ്ങ് കരയാൻ തുടങ്ങി. അവൻ്റെ കർണപുടത്തിൽ ഒരു ശബ്ദമിറങ്ങി, ബൂത്തേ നീ കരയണ്ട. ആ ഷൂപ്പറയ്ക്കകത്ത് 14 വർഷമായിട്ട് പട്ടിണി കഞ്ഞി കുടിച്ച് ഒരുവൻ കിടപ്പുണ്ട്. ഇന്ന് വൈകിട്ട് അവനെ ലണ്ടനിനകത്ത് പ്രസംഗിപ്പിക്കണം. കരമുയർത്തുന്നവർക്കായി ഓടി ഡോക്ടർ വില്യം ബൂത്ത് കഞ്ഞിപ്പരയുടെ പുറത്ത് ഷൂ തുടയ്ക്കുന്ന പയ്യനെ വിളിച്ച് സാമുവൽ ബർഗ് ടുഡേ ഈവനിങ് ഗിവ് ദ മെസ്സേജ് ടു ലണ്ടൻ ടൗൺ ജനറൽ കൺവെൻഷൻ സാൽവേഷൻ ആർമി. ആ കുഞ്ഞ് കരമുയർത്തിയിട്ട് പറഞ്ഞു എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി വന്നു. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി നമ്മുടെ ദൈവമാരെ കേട്ടോണം. അമ്മമ്മ ഇതെല്ലാം കേട്ടോണ്ടേ ഇന്ന് ഇവിടുന്ന് ഇറങ്ങാവൂ. അന്ന് രാത്രി അവൻ പ്രസംഗിച്ചു. അന്ന് 3000 പേർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ലണ്ടൻ പട്ടണം അല്ലേലു ഇളകി. 4-ാമത് ഞായറാഴ്ച രാത്രി അവിടെ ഒരു ഭയങ്കര അഭിഷേകവും ആരാധനയും, 1000 യേശുവിന് വേണ്ടി കരമുയർത്തി. ആ യോഗ ആശീർവാദത്തെ കൊടുക്കത് വില്യം ബൂത്ത് എഴുന്നേറ്റ് പറഞ്ഞു ഐ റിസൈൻ മൈ പോസ്റ്റ്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ പോസ്റ്റ് രാജിവെക്കുക. നമ്മുടെ പ്രസ്ഥാനത്തെ ആര് നയിക്കും? 14 വർഷം ഷൂപ്പരെ കടന്നവൻ നമ്മുടെ പ്രസ്ഥാനത്തെ നയിക്കും. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി അച്ചായാ അമ്മാമേ ചെറുപ്പക്കാരാ പറ, പൊട്ടക്കിണർ നിന്നെ തീർക്കത്തില്ല. കരമുയർത്തുന്നവർക്കായി അടിമച്ചന്ത നിന്നെ തകർക്കത്തില്ല. 10 പേരുടെ ഭവനം നിന്നെ ഇല്ലാതാക്കത്തില്ല. കാരാഗ്രഹത്തിൽ നീ കടന്നാലും ഓർക്കണ്ടവർ നിന്നെ ഓർക്കത്തില്ല. നാട്ടുകാർ തള്ളിക്കളയും യോസഫേ. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് പറവോന്റെ കൊട്ടാരത്തിനകത്ത് ഒരു ചെയർ നിനക്ക് തരുവാ, ഒരു സ്വർണ്ണ സരിപ്പള നിനക്ക് തരുവാ. യോസഫിന്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി പറ, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവം, ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവം, കൂരിരുൾ താഴ്വരെ കൂടി കടന്നു പോയാലും കൈവിടാത്ത ദൈവം. ആരെ ചേർക്കുവാൻ? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വരാറായി. 5 കണ്ടന്റുകൾ അവസാനിപ്പിക്കുന്നു. പാട്ടുപാടുന്ന കുഞ്ഞുങ്ങൾ എഴുന്നേറ്റാട്ടെ. എന്താ? 1, യെരൂശലേമിനെതിരെ ജാതികൾ വിരോധമാകും. യെരൂശലേം നിവാസികൾ നിലവിളിക്കും. അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. ഒലിവുമല 2ആയി പിളരും. അതിനു മുമ്പ് കാന്തൻ്റെ കാഹളം. ആറ്റം പൊട്ടും. മനുഷ്യൻ്റെ ശവശരീരം വഴിയരികത്ത് കിടക്കും. അതിനെ അടക്കാൻ ആരും കാണത്തില്ല. കണ്ണുകൾ തടത്തിൽ, നാവ് പഴുത്ത് പുഴുത്തു പോകും. നിവർന്ന് നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് ഇൻഫെക്ഷൻ വരാൻ പോകുന്ന കാലം. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അതിനു മുമ്പ് തൻ്റെ സഭയെ ചേർക്കുവാൻ യേശു മധ്യാകാശത്തിൽ വരും. എഴുന്നേറ്റാട്ടെ. ആ വീട്ടിലേക്ക് നാം പോകാറായി. രാപ്പകലില്ല അവിടെ.
പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടും ആ വീട്. വളരെ നേരത്തെ സമയമൊട്ടും പോയിട്ടില്ല. എല്ലാ കരങ്ങളും അടിച്ച് കർത്തർക്ക് മഹിമ കൊടുത്തുകൊണ്ട് എല്ലാവരും ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. പാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നാട്ടെ. രാപ്പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടും ആ വീട്, ജീവജല നദി അവിടെ, ജീവമരങ്ങൾ, എൻ്റെ നാഥൻ വരാറ്. എല്ലാ കരങ്ങളും അടിച്ച് കറക്റ്റ് 9:30 യോഗം ആശീർവാദത്തെ കൊടുക്കുക. എല്ലാ കരങ്ങളും അടിച്ച് കർത്തർക്ക് മഹിമ എല്ലാവരും ചേർന്ന് പാടി ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചാട്ടെ. യെസ് രീക ചാനക ബൗഡ മനാഥന ബന്തൽ കമന എല്ലാവരും ചേർന്ന് പാടി ഒരനിമയാന പാടൽ ഇന്ന് രാത്രി ചേർന്ന് രാപ്പകലിൽ അവിടെ എല്ലാ കരങ്ങളും അടിച്ച് എല്ലാ കരങ്ങളും മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം. പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടും അവിടെ. പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടും അവിടെ. ജീവജല നദി ഉണ്ടവിടെ, ജീവമായി നിലം കൊണ്ടൊരു ദേശം, നല്ലൊരു ഭൂവനദേശം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം കാണാമേ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ വേഗമതി വേഗം കാണാം പ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ വേഗമതി വേഗം കാണാം പ്രേമകാന്തനെ കാണാം. കഷ്ടതയെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരവര് മിശിഹായോട് വാഴും കഷ്ടതയെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരവര് മിശിഹായോട് വാഴും യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥനെന്നെ ധരിപ്പിക്കുമന്ന്. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, നാഥനെന്നെ ധരിപ്പിക്കുമന്ന്. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുവേ, 1000 ആണ്ടു വസിക്കും അവരുടെ നാട്ടിൽ, എനിക്കായി ഒരുക്കിയ വീട്ടിൽ. ഒഴിഞ്ഞിടുവേ 1000 ആണ്ടു അവരുടെ നാട്ടിൽ, എനിക്കായി ഒരുക്കിയ വീട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം. പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടും അവിടെ. പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടും അവിടെ. ജീവജല നദി ഉണ്ടവിടെ, ജീവമരങ്ങളുമായി നിലം കൊണ്ടൊരു ദേശം,
വനദേശം ജീവജല നദി ഉണ്ടവിടെ ജീവമരങ്ങളുമായി നിലം കൊണ്ടൊരു ദേശം നല്ലൊരു ഭൂവനദേശം മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം സുന്ദര രൂപനിലാൽ വേഗമത് വേഗം കാണാം പ്രേമകാന്തനെ കാണാം സുന്ദര രൂപനിലാൽ വേഗമത് വേഗം കാണാം പ്രേമകാന്തനെ കാണാം സഹിച്ചവരോ കൊണ്ടു മരിച്ചവരോ വാഴുവനാകെ സഹിച്ചവരോ കൊണ്ടു മരിച്ചവരോ വാഴുവനാകെ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം പൊന്മണിമാലയവൻ എനിക്ക് തരും ശുഭ്രവസ്ത്രം അതെന്നെ ധരിപ്പിക്കുമത് പൊന്മണിമാലയവൻ എനിക്ക് തരും ശുഭ്രവസ്ത്രം അതെന്നെ ധരിപ്പിക്കുമത് കണ്ണുനീരാകെ ഒഴിയിടുവേ ആയിരമാണ്ടും വസിക്കുമവരുടെ നാട്ടിൽ എനിക്കായി ഒരുക്കിയ വീട് കണ്ണുനീരാകെ ഒഴിയിടുവേ ആയിരമാണ്ടും വസിക്കുമവരുടെ നാട്ടിൽ എനിക്കായി ഒരുക്കിയ വീട് യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം പ്രേമകാന്തനെ കാണാം ദൈവത്തെ ആരാധിച്ചാണ് രാത്രി വിടുതൽ പകരുന്ന രാത്രി, സൗഖ്യം പകരുന്ന രാത്രി, കെട്ടുകൾ പൊട്ടുന്ന രാത്രി, ബന്ധനങ്ങൾ അഴിയുന്ന രാത്രി, മുട്ടോളമല്ല അരയോളമല്ല നീന്തി തുടിക്കാൻ കഴിയാത്ത ദൈവകൃപ ഒരു നിമിഷം കൂടി എല്ലാവരും പീലാത്തോസിന്റെ അരമനയിൽ മക്കൾ പാട്ടെടുത്താട്ടെ ദേവേശ യേശു പറയാം. പീലാത്തോസിന്റെ അരമനയിൽ 2 കൂടുകൾ, അതിനൊന്ന് യേശു, മറ്റൊന്നിൽ ബറബാസ്. എല്ലാവരും ഈ കഥ കേൾക്കണം. ബൈബിളിന്റെ പുറത്തുള്ളൊരു കഥയാ. അരുമயான ദേവപിള്ളകൾ ഇന്ന് രാത്രി ഈ കഥ കേട്ടിട്ടേ പോകാവൂ. പീലാത്തോസ് വിധി എഴുതി. എന്തിനു വേണ്ടി? യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. ബറബാസിന് ഉച്ച കഴിഞ്ഞ വിധി കിട്ടിയത്. അവനെ വെറുതെ വിട്ടു. ബാക്കി ആരും പ്രസംഗിക്കത്തില്ല. ബറബാസ് കൂട്ടിന്ന് വിളിക്കിറങ്ങി. അവൻ നാട്ടുകാർ ചോദിച്ചു, യേശു എവിടെ? അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. ബറബാസ് ഓടി. കാൽവറി മല, 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ മേൽ അവൻ തൂങ്ങുന്നു. ചരിത്രം ഇസ്രായേൽ. അവൻ നെഞ്ചത്തടിച്ച് കരഞ്ഞു, അയ്യോ, എനിക്ക് വേണ്ടി ഒരുക്കിയ ക്രൂശ. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ട് അവനിൽ യാതൊരു കുറ്റവുമില്ല. അവൻ ഓടി. അപ്പോഴത്തേക്ക് യേശു പ്രാണനെ വിട്ടു. ആ കാലയെ കെട്ടിപ്പിടിച്ചിട്ട് ബറബാസ് പറഞ്ഞു, അയ്യോ, അങ്ങയുടെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. ഇന്ന് രാത്രി കാൽവറി മല ഉയർന്നു നിൽക്കുന്നു. യെസ്, അവിടത്തേക്ക് ഇന്ന് രാത്രി ആര് യാത്ര ചെയ്യും? ബറബാസ് കടന്നു വന്നതുപോലെ യേശുപ്പച്ചന്റെ പാതാരവിന്ദങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രി ആർ കരമുയർത്തും? പറയണം, എന്റെ ക്യാൻസറിനെ മാറ്റുവാൻ ഈ പുണ്യാക രക്തത്തിന് കഴിയും. കരമുയർത്തുന്നവർക്കായി. എന്റെ ട്യൂമറിനെ മാറ്റുവാൻ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിന് കഴിയും. എന്റെ രോഗങ്ങൾ മാറ്റുവാൻ ഈ രക്തത്തിന് കഴിയും. ബ്ലഡ് ഓഫ് ജീസസ് ഗിവിംഗ് എ വിക്ടറി. എല്ലാ കരങ്ങളും ഉയർത്തിയാട്ടെ. കുഞ്ഞുങ്ങൾ പാടിയാട്ടെ. നിൻ മരണം കൊണ്ടെന്റെ. ഇന്ന് രാത്രി സ്റ്റാൻലി, നിൻ മരണം കൊണ്ടെന്റെ. എല്ലാ കരങ്ങളും ഉയരട്ടെ ഉയരത്തിലേക്ക്. നിൻ മരണം കൊണ്ടെന്റെ. യെസ്,
വൻനരകം. വൻമരകം കരങ്ങൾ ഉയരട്ടെ, കരങ്ങൾ ഉയരട്ടെ. മരണം കൊണ്ടേ വൻനരകം നീയകറ്റി നിന്മഹത്വം തേടി കാലം കഴിപ്പാൻ കൃപ അരുളണമേ. എൻ കാലം കഴിപ്പാൻ കൃപ അരുളണമേ. എല്ലാ കരങ്ങളും ദേവേശ, ദേവേശ യേശുപരാ ജീവനെ നീയായി വെടിഞ്ഞു. ജീവനറ്റ ഭാവികൾക്ക് നിത്യജീവൻ. ജീവനറ്റ ഭാവികൾക്ക് നിത്യജീവൻ കൊടുവാനായി നീ മരിച്ചു. നിത്യജീവൻ കൊടുവാനായി നീ മരിച്ചു. ഗതസമന, കരങ്ങൾ ഉയരട്ടെ. ഗതസമന പൂവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാ. ഗതസമന പൂവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാ. എല്ലാ കരങ്ങളും കാൽവറിയിൽ ദേവേശ. ദേവേശ യേശുപരാ ജീവനെ നീയായി വെടിഞ്ഞു. ദേവേശ, ദേവേശ യേശുപരാ ജീവനെ നീയായി വെടിഞ്ഞു. ജീവനറ്റ ജീവനറ്റ ഭാവികൾക്ക് സിംഹായി. ജീവനറ്റ ഭാവികൾക്ക് നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. ദേവേശ യേശുപരാ ജീവനെ നീയായി വെടിഞ്ഞു. ദേവേശ യേശുപരാ ജീവനെ